ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിങ് ഫോർ കൺസൈൻമെൻറ്റ്. ഓക്കെ, എന്താണ് കൺസൈൻമെൻറ്റ്? നമുക്കൊരു എക്സാമ്പിളോട് നമുക്ക് നോക്കാം. ഫസ്റ്റ്, കൺസൈൻ വെച്ചാൽ എന്താണ്? ടു സെൻഡ് എന്നാണ്, അയച്ചു കൊടുക്കുക. അതായത് ഇപ്പം എ എന്നൊരാൾ കുറച്ച് ഗുഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എ ആണ് ഓണർ ഓഫ് ദ ഗുഡ്സ്. കുറച്ച് ഗുഡ്സ് ബിക്ക് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ എ ഗുഡ്സ് സെൻഡ് ടു ബി, കുറച്ച് ഗുഡ്സ് ബിക്ക് അയച്ചു കൊടുക്കുന്നു. ബി അത് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു. കസ്റ്റമറിന് സെല്ല് ചെയ്ത ആരാണ്? ബി ആണ്. അപ്പോൾ എൻ്റെ ഗുഡ്സ് ബിക്ക് അയച്ചു കൊടുക്കുന്നു. ബി ആണത് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ കസ്റ്റമറിലേക്ക് എത്തിക്കാനുള്ള എയുടെ ഒരു ഏജൻ്റാണ് ആര്? ബി. അപ്പം എക്ക് കുറച്ച് ഗുഡ്സ് ഉണ്ട്. ആ ഗുഡ്സ് കസ്റ്റമറിലേക്ക് എത്തിക്കണം. കസ്റ്റമറിലേക്ക് എത്തിക്കാനുള്ള ഒരു ഏജൻ്റ് ആരാണ്? ബി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടെ ആരാണ് ഗുഡ്സ് അയച്ചു കൊടുത്തത്? അയാൾ നമുക്ക് കൺസൈനർ എന്ന് പറയാം. കൺസൈനർ. ഓക്കെ, നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിൻ്റെ പേര് കൺസൈൻമെൻ്റ് അല്ലേ? അപ്പോൾ ഗുഡ്സ് ഏജൻറ്റ് അയച്ചു കൊടുക്കുന്നു. ആരാണോ അയച്ചു കൊടുക്കുന്നത് അയാൾ നമുക്ക് കൺസൈനർ എന്ന് പറയാം. ഓണർ ഓഫ് ദ ഗുഡ്സ്. ആർക്ക് അയച്ചു കൊടുക്കുന്നത്? ഏജൻറ്റിനല്ലേ. ആ ഏജൻറ്റിനെ നമുക്ക് എന്ത് പറയാം? കൺസൈനി എന്ന് പറയാം. കൺസൈനി എന്ന് പറയാം. ഓക്കെ, ഈ രണ്ട് ടേംസ് ഓക്കെ അല്ലേ? നമ്മൾ പറയാം എ കുറച്ച് ഗുഡ്സ് ബിക്ക് അയച്ചു കൊടുക്കുന്നു. ബി അത് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു. അപ്പം എൻ്റെ ഗുഡ്സ് കസ്റ്റമറിലേക്ക് എത്തിക്കാനുള്ള ഒരു ഏജൻ്റാണ് ആര്? ബി. അപ്പം ബി ഒരു ഏജൻ്റാണ്. ആരുടെ ഗുഡ്സ് എത്തിക്കുന്നു? എൻ്റെ ഗുഡ്സ്. അപ്പോൾ എ ആണ് ഗുഡ്സ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? കൺസൈനർ എന്ന് പറയാം. ഓക്കെ, ബി എന്ത് പറയാം? കൺസൈനി എന്ന് പറയാം. ഓക്കെ, അത് കൺസൈൻമെൻറ്റ് ബേസ് ഗുഡ്സ് അയക്കുമ്പോൾ ഇപ്പം ഏജൻറ്റ് വർക്ക് ചെയ്യുമല്ലേ. അപ്പോൾ എത്ര ഗുഡ്സ് അയക്കുന്ന ഒരു കമ്മീഷനൊക്കെ ആർക്ക് കിട്ടും? ഏജൻ്റായ കൺസൈനിക്ക് കിട്ടും. ഓക്കെ, ഇനി അപ്പോൾ കൺസൈനർ കൺസൈനി എന്ന കോൺസെപ്റ്റ് ഓക്കെയാണ്. ഇനി നമ്മൾ ഫസ്റ്റ് നമ്മൾ ഗുഡ്സ് അയച്ചു കൊടുക്കത്തില്ലേ? ഇപ്പോൾ എൻ്റെ കുറച്ച് ഗുഡ്സ് ഞാൻ ആർക്ക് അയച്ചു കൊടുക്കണം? കൺസൈനിക്ക് അയച്ചു കൊടുത്തേ പറ്റൂ, ഏജൻറ്റിന് അയച്ചു കൊടുത്തേ പറ്റൂ. അപ്പോൾ ആ ഒരു പ്രോസസ് നമുക്ക് എന്ത് പറയാം? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്ന് പറയും. ഇപ്പോൾ ഞാൻ ഒരു 1 ലാഖിൻ്റെ ഗുഡ്സാണ് അയച്ചു കൊടുക്കുന്നതെങ്കിൽ 1 ലാഖിൻ്റെ ഗുഡ്സ് ഏജൻറ്റ് അയച്ചു കൊടുത്തു. അപ്പോൾ എന്താണ്? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്ന് പറയും. ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ 2 ലാഖിന് അയച്ചെങ്കിൽ 2 ലാഖിൻ്റെ എന്ത്? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. ഗുഡ്സ് സെൻഡ് എന്ന് മാത്രമല്ല, ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എഗ്രിമെൻറ്റ് ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് ഗുഡ്സ് അയച്ചു കൊടുക്കുന്നു. ഓക്കെ, എത്രയുടെ ഗുഡ്സ് ആണോ കൺസൈനിക്ക് അയച്ചു കൊടുത്തത് ആ ഒരു പ്രോസസ് നമ്മൾ എന്ത് പറയും? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ 3 ടൈംസ്. കൺസൈനർ, ആരാണോ ഗുഡ്സ് അയച്ചു കൊടുക്കുന്നത് ആ വ്യക്തികളെ നമ്മൾ എന്ത് പറയും? കൺസൈനർ എന്ന് പറയും. ആർക്കാണ് അയച്ചു കൊടുത്ത? ഏജൻറ്റിന്. ആ ഏജൻറ്റ് നമ്മൾ എന്ത് പറയും? കൺസൈനി എന്ന് പറയും. ഫസ്റ്റ് നമ്മൾ ഗുഡ്സ് അയച്ചു കൊടുക്കൂലേ, കസ്റ്റമറിലേക്ക് എത്തിക്കണമെങ്കിൽ ഗുഡ്സ് അയച്ചു കൊടുത്തില്ലേ പറ്റൂ. ആ ഒരു പ്രോസസ്സിന് നമ്മൾ എന്ത് പറയും? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്ന് പറയും. ഇനി ഞാൻ ചുമ്മാ ഗുഡ്സ് മാത്രം അയച്ചു കൊടുക്കത്തുള്ളൂ? ഇല്ല, ഞാൻ എന്തുകൊണ്ട് കൊടുക്കണം? ഇപ്പോൾ എത്രയുടെ ഗുഡ്സ് അയച്ചു കൊടുത്ത്, എത്ര ക്വാണ്ടിറ്റിയുള്ള ഗുഡ്സ് അയച്ചു കൊടുത്ത്, ഏതൊക്കെ ഗുഡ്സാണ് അയച്ചത് എന്നൊരു ഡീറ്റെയിൽ കൊടുക്കും. ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് കൺസൈനറായ ഞാൻ ഇപ്പോൾ എ ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് ബിക്ക് സെൻഡ് ചെയ്യും. ഒരു ഡോക്യുമെൻ്റ് അയക്കും. ഇപ്പോൾ ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള ഒരു ഡോക്യുമെൻറ്റ് കൺസൈനിക്ക് കൊടുക്കുവാണെങ്കിൽ എന്ത്? പ്രൊഫോർമ ഇൻവോയ്സ് എന്ന് പറയും. ആ ഡോക്യുമെൻ്റ് എന്ത് പറയും? പ്രൊഫോർമ ഇൻവോയ്സ്. ആർക്ക് കൊടുക്കുന്നതാണ്? കൺസൈനിക്ക് കൊടുക്കുന്ന ഡോക്യുമെൻ്റാണ്. ഇനി അടുത്തത് തിരിച്ച് എത്ര ഗുഡ്സ് വിറ്റ്, എത്ര ബാലൻസ് ഉണ്ട്, എത്ര കിട്ടാനുണ്ട്, എത്ര സെയിൽ നടത്തി, എല്ലാം ആ വിറ്റതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആർക്ക് കൊടുക്കണം? ചുമ്മാ വാണ്ട് പറഞ്ഞാൽ പോരല്ലോ. എത്ര ഗുഡ്സ് വിറ്റു, എത്ര ബാലൻസ് ഉണ്ട്, എത്ര രൂപയ്ക്ക് വിറ്റു എന്ന് സെയിലിൻ്റെ ഡീറ്റെയിൽസ് ആർക്ക് കൊടുക്കും? കൺസൈനി, അതായത് ഏജൻറ്റ് കൺസൈനറിന് കൊടുക്കും. അതിന് നമ്മൾ എന്ത് പറയും? അക്കൗണ്ട് സെയിൽ എന്ന് പറയും. അപ്പോൾ ശ്രദ്ധിക്കുക, ഡോക്യുമെൻ്റ് ശ്രദ്ധിക്കണം. കൺസൈനിക്ക് ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് എന്ത് പറയും? പ്രൊഫോർമ ഇൻവോയ്സ് എന്ന് പറയും. തിരിച്ച് അക്കൗണ്ട് സെയിൽ ആർക്ക് കൊടുക്കുന്നതാണ്? കൺസൈനി. സെയിലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എത്ര ഗുഡ്സ് വിറ്റു, എത്ര ബാലൻസ് ഉണ്ട്, അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം ആരും കൊടുക്കും? കൺസൈനറിന് കൊടുക്കും. അതെന്ത് പറയും? അക്കൗണ്ട് സെയിൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ 5 കാര്യം പഠിച്ചു. കൺസൈനർ, ആരാണോ ഗുഡ്സ് അയച്ചു കൊടുക്കുന്നത് അയാളെ കൺസൈനർ എന്ന് പറയും. ആർക്കാണോ ഗുഡ്സ് അയച്ചു കൊടുക്കുന്നത് നമ്മൾ എന്ത് പറയും? കൺസൈനി എന്ന് പറയും. പിന്നെ ആ ഗുഡ്സ് അയച്ചു കൊടുക്കുന്നത് നമ്മൾ എന്ത് പറയും? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്ന് പറയും, ഇല്ലേ? അപ്പോൾ കൺസൈനർ ഗുഡ്സ് അയച്ചു കൊടുക്കാൻ ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും. ആ ഡോക്യുമെൻറ്റ് നമ്മൾ എന്ത് പറയും? പ്രൊഫോർമ ഇൻവോയ്സ് എന്ന് പറയും. തിരിച്ച് കൺസൈനി വിറ്റതിൻ്റെ ഡീറ്റെയിൽസ്, ബാലൻസ് എത്ര ഗുഡ്സ് ഒക്കെ ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസ് കൺസൈനർ അയക്കും, ഒരു ഡോക്യുമെൻ്റ് അയക്കും. അതിനെന്ത് പറയും? അക്കൗണ്ട് സെയിൽ എന്ന് പറയും. ഇത്രയും ടൈംസ് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാനുള്ളത്, അപ്പോൾ കുറച്ച് ഗുഡ്സ് ബിക്ക് അയച്ചു കൊടുക്കുന്നു. ബി അത് സെല്ല് ചെയ്യുന്നു. ബി ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. ആരുടെ? എൻ്റെ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഫ്രീ ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്? അല്ലല്ലോ, ഫ്രീ ആയിട്ടല്ലോ.
ശമ്പളത്തിനും ആയിരിക്കത്തില്ല. അപ്പോൾ എന്തോ ഒരു കമ്മീഷൻ കൊടുക്കേണ്ടി വരും. ഒരു കമ്മീഷൻ ആർക്ക്? ബിക്ക് എ ഒരു കമ്മീഷൻ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ കമ്മീഷൻ ഇപ്പോൾ എക്ക് വേണ്ടി ബി വർക്ക് ചെയ്യുകയാണ്, ഗുഡ്സ് സെല്ല് ചെയ്യാൻ വേണ്ടി ഒരു ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു കമ്മീഷൻ എ ബിക്ക് കൊടുക്കേണ്ടി വരും. അതെന്താണ്? ആ കമ്മീഷൻ 3 രീതിയിലുണ്ട്. ഓർഡിനറി കമ്മീഷൻ, നോർമൽ കമ്മീഷൻ, ഓവർ റൈഡിങ് കമ്മീഷൻ, ഡെൽക്രഡർ കമ്മീഷൻ. അങ്ങനെ 3 കമ്മീഷനുണ്ട്. ഓക്കെ, ഒന്നുമില്ല, ഇപ്പം ഞാനൊരു 1 ലാഖിൻ്റെ ഗുഡ്സ് അല്ലേ അയച്ചു കൊടുത്തത്, ബി അത് 1,50,000 വിറ്റു, അല്ലെങ്കിൽ പോട്ടെ ഒരു 2 ലാഖിന് വിറ്റു എന്ന് വിചാരിക്കും. 2 ലാഖിന് വിറ്റു. 2 ലാഖ് ഇൻറ്റു അതിന് 10% എന്താണ്? കമ്മീഷൻ. 10% കമ്മീഷൻ എത്ര വരും? 20,000 വരും ഇല്ലേ? എത്ര ഗുഡ്സ് വിറ്റോ ഒരു പേഴ്സൻറ്റ് പറയും, നീ എത്ര വിൽക്കുന്നോ അതിൻ്റെ ഇത്ര % കമ്മീഷൻ എന്ന് പറയും. ഓക്കെ, ഇറ്റ്സ് എ ഓർഡിനറി കമ്മീഷൻ, ഓർഡിനറി കമ്മീഷൻ, ഇറ്റ്സ് ലൈക്ക് നോർമൽ കമ്മീഷൻ. ഇനി ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടുത്തെ പറഞ്ഞത്, ഞാൻ നിനക്കൊരു 1000 രൂപയുടെ ഗുഡ്സ് 1000 ഗുഡ്സ് തരാം. ഒരു ഗുഡ്സിൻ്റെ വാല്യൂ 100 ആണ്. അപ്പോൾ നീ ഇപ്പോൾ 100 ആണ്, ഞാൻ 100 രൂപയ്ക്ക് ഞാൻ അയച്ചു കൊടുത്തത്. ശ്രദ്ധിക്കുക, ഞാൻ 1000 ഗുഡ്സ് അയച്ചു, ഒരു ഗുഡ്സിൻ്റെ വാല്യൂ 100 ആണ്, ടോട്ടൽ 1 ലാഖിൻ്റെ ഗുഡ്സ് അയച്ചു കൊടുത്തു. ഇപ്പോൾ അവൻ്റെ കയ്യിൽ അത്ര 1 ലാഖിൻ്റെ ഗുഡ്സ് എത്തി. അപ്പോൾ 1000 ഗുഡ്സ് അവൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിത് പറയാം, നീ 1200 വിൽക്ക്. ഓക്കെ, 1200 വിൽക്ക്, ഇറ്റ്സ് നോർമൽ. പക്ഷെ അവൻ 1500 നീ ഞാൻ പറഞ്ഞ എമൗണ്ടിനേക്കാളിലും കൂടുതൽ വിൽക്കുകയെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ കമ്മീഷൻ തരാം. ഓക്കെ, 1200 ഞാൻ സ്റ്റാൻഡേർഡ് പറഞ്ഞത്, അവന് 1500 വിറ്റു. ഓക്കെ, 1200 വിൽക്കാൻ പറഞ്ഞത് 1500 വിറ്റു. അപ്പം പറഞ്ഞ വിലയേക്കാൾ കൂടുതൽ വിറ്റില്ലേ? പറഞ്ഞ വിലയേക്കാൾ കൂടുതൽ വിൽക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു എക്സ്ട്രാ കമ്മീഷൻ കൊടുക്കേണ്ടി വരും ഇല്ലേ? ആ അഡീഷണൽ വിറ്റ ആ എമൗണ്ടിന് ഒരു കമ്മീഷൻ കൊടുക്കേണ്ടി വരും. അതാണ് ഓവർ റൈഡിങ് കമ്മീഷൻ. ഫസ്റ്റ് ഓർഡിനറി കമ്മീഷൻ. ഓർഡിനറി കമ്മീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എത്ര വിറ്റോ അതിനുള്ള കമ്മീഷൻ. ഇനി ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ എമൗണ്ടിനേക്കാളും കൂടുതൽ വിറ്റിട്ടുണ്ടെങ്കിൽ, കൂടുതൽ എമൗണ്ടിന് വിറ്റിട്ടുണ്ടെങ്കിൽ അതിനൊരു കമ്മീഷൻ കൊടുക്കേണ്ടി വരും. അതാണ് ഓവർ റൈഡിങ് കമ്മീഷൻ. ഓക്കെ, അങ്ങനെ ഈ 2 ടേംസ് ഓക്കെ ആണല്ലേ? ഇനി ഈ ഡെൽക്രഡർ കമ്മീഷൻ പറയുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ഇപ്പം കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. നമുക്ക് എന്തായാലും കൺസൈൻമെൻറ്റ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പം കൺസൈനറിന് എക്സ്പെൻസ് ആവും, കൺസൈനിയുടെ എക്സ്പെൻസ്. ഇപ്പോൾ എൻ്റെ ഏജൻ്റ് അല്ലേ ആര്? ബി. അപ്പം ബീൻ്റെ എക്സ്പെൻസും ആര് ബെയർ ചെയ്യണം? കൺസൈനർ ബെയർ ചെയ്യണം. ഓക്കെ അല്ലേ? ഞാൻ അവന് സെല്ല് ചെയ്യുമല്ലോ, ഞാൻ അവന് ഗുഡ്സ് കൊടുക്കുമല്ലോ. അപ്പോൾ എനിക്ക് വേണ്ടിയാണ് അവൻ വർക്ക് ചെയ്യണത്. അപ്പോൾ അവനുണ്ടാകുന്ന എല്ലാ എക്സ്പെൻസും കൺസൈനർ ബെയർ ചെയ്യണം അല്ലേ? ഇപ്പോൾ അവനെന്തോ അത് ക്യാരേജ് ആവും, പാക്കിംഗ് ചാർജസ് ആവും, സ്റ്റോറേജ് കോസ്റ്റ് ആവും, സെല്ലിംഗ് എക്സ്പെൻസ് ആവും. അങ്ങനെ എല്ലാ എക്സ്പെൻസും ആര് ബെയർ ചെയ്യേണ്ടി വരും? കൺസൈനർ ബെയർ ചെയ്യണം, ഇൻക്ലൂഡിങ് ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിലും ആര് ബെയർ ചെയ്യേണ്ടി വരും? നമ്മൾ ഇവൻ ബി എന്ന ആൾ ഗുഡ്സ് വിറ്റു. ഏജൻറ്റ് ഗുഡ്സ് വിറ്റിട്ട് ക്രെഡിറ്റിനാണ് വിറ്റത്, കടത്തിനാണ് വിറ്റത്. വിറ്റിട്ട് കാശ് ഒരു എത്രയാണ്? ഒരു 50,000 ഗുഡ്സ് വിറ്റു, 50,000 ഗുഡ്സ് വിറ്റു. അത് 5,000 ബാഡ് ഡെപ്റ്റായി. 5,000 ബാഡ് ഡെപ്റ്റായി എന്ന് പറഞ്ഞാലും ഇത് ആര് ബെയർ ചെയ്യേണ്ടി വരും? സത്യം പറഞ്ഞാൽ ഈ ആരുടെ ബാഡ് ഡെപ്റ്റാ? എൻ്റെ ബാഡ് ഡെപ്റ്റ് അല്ലേ? അപ്പോൾ തന്നെ അത് സഹിക്കേണ്ടി വരും. ഓക്കെ, കാരണം ഇവർ ഗുഡ്സ് വിൽക്കുക എന്നൊരു ചുമതല മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് എക്സ്പെൻസ് ഉണ്ടെങ്കിലും എന്ത് ലോസ് വന്നാലും ആര് തന്നെ ബെയർ ചെയ്യണം? ആരെന്നെ സഹിച്ചോണം? എന്നെ സഹിച്ചോണം. അപ്പോൾ ഇങ്ങനെ ഈ ബാഡ് ഡെപ്റ്റ് കൂടി വന്ന സമയത്താണ് ഈ ഒരു ഐഡിയ വന്നത്. കാരണം ബിൻ്റെ എല്ലാ എക്സ്പെൻസും, ഓക്കെ, ഞാൻ ഗുഡ്സ് അയച്ചു കൊടുക്കുന്നു, അപ്പോൾ അവന് അത് ഇറക്കാൻ വേണ്ടി ക്യാരേജ് ഇൻവേർട്സ്, ഫ്രൈറ്റ്, അങ്ങനത്തെ സ്റ്റോറേജ് കോസ്റ്റ്, സെല്ലിംഗ് എക്സ്പെൻസ് എല്ലാം ഞാൻ ചെയ്തോളാം. ഓക്കെ, ഈ ബാഡ് ഡെപ്റ്റ് കൂടി വരും. അതായത് ഇവൻ ബി എന്നൊരാൾ കടത്തിന് വിറ്റിട്ട് വിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി കളക്ഷൻ പരിപാടിയെല്ലാം ആർക്കാണ്? എയ്ക്കാണ്. കളക്ട് ചെയ്യേണ്ട പരിപാടിയെല്ലാം ആർക്കാണ്? എയ്ക്കാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ബാഡ് ഡെപ്റ്റ് വന്നാലും ആര് സഹിച്ചോണം? എ സഹിക്കണം ഇല്ലേ? കൺസൈനർ സഹിച്ചോണം. അപ്പോൾ ഇത് ഇങ്ങനെ സമയത്ത് കൺസൈനർ ഐഡിയ തോന്നി ഒരു അഡീഷണൽ കമ്മീഷൻ കൊടുക്കാം. അവന് നോർമൽ കമ്മീഷൻ എന്തായാലും കൊടുക്കും, എത്ര വിൽക്കുന്നോ അതിനൊരു കമ്മീഷൻ കൊടുക്കും. പിന്നെ പറഞ്ഞ എമൗണ്ടിനേക്കാളും കൂടുതൽ കൂടിയ എമൗണ്ടിന് വിൽക്കുകയെന്നുണ്ടെങ്കിൽ അതിനും കൊടുക്കും, ഓവർ റൈഡിങ് കമ്മീഷൻ. ഈ ബാഡ് ഡെപ്റ്റ് കൂടിയ സമയത്ത് ഒരു അഡീഷണൽ കമ്മീഷൻ കൊടുക്കും, ഒരു എക്സ്ട്രാ കമ്മീഷൻ കൊടുക്കും. ഒരു 5%, 3%, എത്ര ആയിക്കോട്ടെ, ഒരു കമ്മീഷൻ കൊടുത്തിട്ട് പറയും, ഞാൻ നിനക്കൊരു എക്സ്ട്രാ കമ്മീഷൻ തരാം, പക്ഷേ ബാഡ് ഡെപ്റ്റ് വന്നാൽ ഞാൻ സഹിക്കത്തില്ല. ഓക്കെ, ബാഡ് ഡെപ്റ്റ് വന്നാൽ ഞാൻ സഹിക്കില്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളക്ഷൻ പരിപാടി ആര് ചെന്ന് ചെയ്യണം? ബി തന്നെ ചെയ്യണം. കടത്തിന് വിൽക്കുന്നത് മാത്രമല്ല, അത് കളക്ട് ചെയ്ത് എത്ര രൂപയ്ക്കാണോ വിറ്റ് ആ ഫുൾ എമൗണ്ട് കളക്ട് ചെയ്ത് ആരെ ഏൽപ്പിക്കണം? ബി എ ഏൽപ്പിക്കണം. കൺസൈനറിനെ ഏൽപ്പിക്കണം. അതായത് ബാഡ് ഡെപ്റ്റ് വന്നാലും ആരും സഹിക്കത്തില്ല? കൺസൈനർ സഹിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഡെൽക്രഡ് കമ്മീഷൻ എന്തിനാണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ
ഈ ബാഡ് ഡെപ്റ്റ് ആര് ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയാണ്? കൺസൈനി ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ലൈക്ക് ഓവർ റൈഡിങ് കമ്മീഷൻ വെച്ചാൽ എന്താണ്? ഓവർ റൈഡിങ് കമ്മീഷൻ നോർമൽ കമ്മീഷൻ, എത്ര ഗുഡ്സ് വിൽക്കുന്നു അതിനുള്ള കമ്മീഷൻ. ഇനി ഓവർ റൈഡിങ് കമ്മീഷൻ വെച്ചാൽ എന്താണ്? ഓവർ റൈഡിങ് കമ്മീഷൻ വെച്ചാൽ ഞാൻ പറഞ്ഞത് ഒരു 1200 വിൽക്കും, അവന് 2000 രൂപയ്ക്ക് വിറ്റു, ഒരു ഗുഡ്സ് 2000 രൂപയ്ക്ക് വെച്ച് വിറ്റ്, അപ്പോൾ എക്സ്ട്രാ എമൗണ്ട് കൂട്ടി വിറ്റില്ലേ, അതിനൊരു കമ്മീഷൻ കൊടുക്കേണ്ടി വരും. ഇതാണ് ഓവർ റൈഡിങ് കമ്മീഷൻ. ഇനി ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കൺസൈനിയുടെ എല്ലാ എക്സ്പെൻസും ആര് തന്നെ ബെയർ ചെയ്യും? കൺസൈനർ തന്നെ ബെയർ ചെയ്യണം, കൺസൈനിനെ ടേക്ക് ഓവർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഈ ബാഡ് ഡെപ്റ്റ് എന്ന ലോസ് ആര് ടേക്ക് ഓവർ ചെയ്യണം? ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ കൊടുക്കുവാണെങ്കിൽ ഈ ക്രെഡിറ്റിന് വിറ്റില്ലേ, കടത്തിന് വിൽക്കാൻ നേരത്ത് അതിൻ്റെ കളക്ഷൻ റെസ്പോൺസിബിലിറ്റി ആർക്ക് തന്നെ ഉള്ളതാണ്? കൺസൈനിക്ക് തന്നെ ഉള്ളതാണ്. ബാഡ് ഡെപ്റ്റ് വന്നാൽ ആര് സഹിക്കത്തില്ല? കൺസൈനർ സഹിക്കത്തില്ല. ഓക്കെ, അപ്പോൾ കൺസൈനറിന് ബാഡ് ഡെപ്റ്റ് ടേക്ക് ഓവർ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ കൊടുക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയും പോയിന്റ്സ് ക്ലിയർ അല്ലേ? കൺസൈനർ ആരാണ്? ഗുഡ്സ് ആരാണോ അയച്ചു കൊടുക്കുന്നത് അയാളെ കൺസൈനർ എന്ന് പറയും. ആർക്കാണോ ഗുഡ്സ് അയച്ചു കൊടുക്കുന്നത് ആ ഏജൻറ്റ് നമ്മൾ എന്ത് പറയും? കൺസൈനി എന്ന് പറയും. ഗുഡ്സ് അയച്ചു കൊടുക്കുന്ന ആ പ്രോസസ്സർ എന്ന് പറയും ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്ന് പറയും. പ്രൊഫോർമ ഇൻവോയ്സ് എന്താണ്? കൺസൈനർ കൺസൈനിക്ക് കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സ്, ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഡോക്യുമെൻറ്റ് കൊടുക്കും. അതാണെന്ത്? പ്രൊഫോർമ ഇൻവോയ്സ്. തിരിച്ച് അക്കൗണ്ട് സൈഡ് എത്ര ഗുഡ്സ് വിറ്റു, കൺസൈനർ കൊടുക്കുന്ന ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് അക്കൗണ്ട് സൈഡ്. ഓക്കെ, പിന്നെ കമ്മീഷൻ, ഓർഡിനറി കമ്മീഷൻ, ഓവർ റൈഡിങ് കമ്മീഷൻ, ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ. ഈ ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ വെച്ച് എന്താണ്? ബാഡ് ഡെപ്റ്റ് ടേക്ക് ഓവർ ചെയ്യാതിരിക്കാൻ വേണ്ടി കൺസൈനിക്ക് കൊടുക്കുന്ന ഒരു അഡീഷണൽ കമ്മീഷനാണ് എന്ത്? ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ. ഓവർ റൈഡിങ് കമ്മീഷൻ വെച്ച് എന്താണ്? നമ്മൾ പറഞ്ഞ എമൗണ്ടിനേക്കാളും കൺസൈനി കൂടുതൽ വിൽക്കുവാണ്, കൂട്ടി ഒരു എമൗണ്ട് വിൽക്കുകയെന്നുണ്ടെങ്കിൽ ആ കൂട്ടി വിറ്റ എമൗണ്ട് കൊടുക്കുന്ന കമ്മീഷനാണ് എന്ത്? ഓവർ റൈഡിങ് കമ്മീഷൻ. ഓർഡിനറി കമ്മീഷൻ വെച്ച് എന്താണ്? നോർമൽ കമ്മീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എത്ര ഗുഡ്സ് വിറ്റോ അതിനുള്ള കമ്മീഷൻ. ഓക്കെ, നെക്സ്റ്റ്, എന്തിനാണ് ഈ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഈ കൺസൈനർ പ്രിപ്പയർ ചെയ്യണത്? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൺസൈനറിന് കുറേ കൺസൈനിമാർ, കുറേ ഏജൻ്റ് ഉണ്ട്. ഇപ്പോൾ ബി എന്നൊരു ഏജൻ്റ് ഉണ്ട്, കൺസൈനി ഉണ്ട്, സി എന്നൊരു കൺസൈനി, ഡി, ഇ കൺസൈനി, അങ്ങനെ കുറേ കൺസൈനി കുറേ ഉണ്ട്. അപ്പോൾ എക്ക് അറിയണം ഈ കുറേ കൺസൈനിമാരിൽ ആരുമായിട്ടുള്ള കൺസൈൻമെൻറ്റിലാണ് കൂടുതൽ പ്രോഫിറ്റ് എന്ന് എനിക്കറിയണം. ഓക്കെ, കൺസൈനറായ എക്ക് കുറേ കൺസൈനി ഉണ്ട്, ബി, സി, ഡി, ഇ, അങ്ങനെ കുറേ കൺസൈനി ഉണ്ട്. ഇവരിൽ ആരുമായിട്ടുള്ള കൺസൈൻമെൻറ്റിലാണ് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്തതെന്ന് നമുക്ക് അറിയണം. അങ്ങനെ അറിയാൻ ആഗ്രഹമുണ്ട്, കാണും. അപ്പോൾ അന്നേരം ഫോർ എക്സാമ്പിൾ അതിനാണ് ആരുമായിട്ടുള്ള കൺസൈൻമെൻറ്റിലാണ് കൂടുതൽ പ്രോഫിറ്റ് എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ട്രേഡിംഗ് ആൻഡ് PN അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താലോ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ടോട്ടൽ 1 lakhൻ്റെ ഗുഡ്സ് വാങ്ങിച്ച് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവന്മാരെല്ലാം കൂടി ടോട്ടൽ ഈ എല്ലാവരും കൂടി ചേർത്ത് ഞാൻ ഈ 1 lakh വാങ്ങിച്ചല്ലോ, ഈ 1 lakh വാങ്ങിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഈ ബി, സി, ഡി സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടിയുള്ള എല്ലാവരും കൂടി നടത്തിയ സെയിൽ 3 lakh ആണ്. അപ്പോൾ പ്രോഫിറ്റ് എത്രയാണ്? 2 lakh പ്രോഫിറ്റ്. അപ്പോൾ ഈ 2 lakh പ്രോഫിറ്റ് കിട്ടിയെങ്കിലും ഈ ബിയുമായിട്ടുള്ള കൺസൈൻമെൻറ്റിൽ എത്ര പ്രോഫിറ്റ്, സിയുമായിട്ടുള്ള കൺസൈൻമെൻറ്റിൽ എത്ര പ്രോഫിറ്റ് എന്ന് അറിയാൻ പറ്റുന്നുണ്ടോ? ടോട്ടൽ പ്രോഫിറ്റ് എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. കാരണം 1 lakhൻ്റെ ഗുഡ്സ് ഞാൻ വാങ്ങിച്ചു, സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു, ഇവന്മാരെല്ലാം കൂടി ചേർത്ത് 3 lakhന് വിറ്റു. ഓക്കെ, അപ്പം എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് 2 lakh ആണ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഈ ബിയുമായിട്ടുള്ള കൺസൈൻമെൻറ്റിൽ എത്ര പ്രോഫിറ്റ്, സിയുമായിട്ടുള്ള കൺസൈൻമെൻറ്റിൽ എത്ര പ്രോഫിറ്റ് അറിയാൻ പറ്റുമോ? ഇല്ല. എനിക്ക് ഇൻഡിവിജ്വലായിട്ട് അറിയണം. എയും ബിയുമായിട്ടുള്ള കൺസൈൻമെൻറ്റിൽ എത്ര പ്രോഫിറ്റ്, സിയുമായിട്ടുള്ള കൺസൈൻമെൻറ്റിൽ മാത്രം എത്ര പ്രോഫിറ്റ് തരണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഒരു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ആ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിനകത്ത് എയും ബിയും തമ്മിലുള്ള ട്രാൻസാക്ഷൻ മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു കൺസൈനിയുടെ പ്രോഫിറ്റ് നമുക്ക് അറിയണം. ഒരു കൺസൈനിയായിട്ടുള്ള ഇടപാടിലുണ്ടാകുന്ന പ്രോഫിറ്റ് മാത്രം അറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഓക്കെ, അതായത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ട്രേഡിംഗ് PN അക്കൗണ്ട് പോലെ തന്നെയാണ്. ഒരു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു ട്രേഡിംഗ് PN അക്കൗണ്ട് പോലെ തന്നെ ഒരു കൺസൈനിയുടെ ആണെന്ന് മാത്രമേ ഉള്ളൂ, ഒരു കൺസൈനിയുമായിട്ടുള്ള ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഫുള്ളും എക്സ്പെൻസും, ക്രെഡിറ്റ് സൈഡിൽ ഫുള്ളും എന്തുമായിരിക്കും? ഇൻകം ആയിരിക്കും. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഇസ് ഒരു നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ട് പ്രത്യേകം എന്താ? ഡെബിറ്റ് സൈഡിൽ ഫുൾ എക്സ്പെൻസ് അല്ലേ? ആരുടെ എക്സ്പെൻസ്? കൺസൈനറിൻ്റെ എക്സ്പെൻസ്. ക്രെഡിറ്റ് ഫുള്ളും എന്ത്? ഇൻകം, കൺസൈനറിൻ്റെ ഇൻകം. ഓക്കെ, അപ്പം ഒരു പുതിയൊരു കോൺസെപ്റ്റ് പാടുമായിട്ട് എന്തെങ്കിലും ലിങ്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ലിങ്ക് ചെയ്യുക. അതായത് ഇവിടെ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് സിമിലർ ടു ട്രേഡിംഗ് PN അക്കൗണ്ട്. ട്രേഡിംഗ് PN നമ്മൾ എന്ത് എഴുതുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് അല്ലേ? അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഫുൾ എന്ത് എഴുതും? ഡെബിറ്റ് സൈഡ് നമ്മൾ എഴുതുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതും. ഓപ്പണിംഗ് സ്റ്റോക്ക്.
ഓപ്പണിംഗ് സ്റ്റോക്ക്. പിന്നെ നമ്മൾ എന്ത് എഴുതും? പർച്ചേസസ് ഇല്ലേ, പർച്ചേസസ്. പിന്നെ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസസ്. പിന്നെ ക്രെഡിറ്റിൽ എന്ത് എഴുതും? ക്രെഡിറ്റിൽ എന്ത് എഴുതും? സെയിൽസ്. പിന്നെ എന്താ എഴുതുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതേപോലെ തന്നെ ഉള്ളൂ. ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യൂ അതേപോലെ തന്നെ ഉള്ളൂ എന്തും കൺസൈൻമെൻറ്റ് അക്കൗണ്ടും. സിമിലർ ടു ട്രേഡിംഗ് പി എ. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് സിമിലർ ടു ട്രേഡിംഗ് പി ആൻഡ് അക്കൗണ്ട്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഇസ് എ നോമിനൽ അക്കൗണ്ട്. ഡെബിറ്റ് സൈഡ് ഫുൾ എക്സ്പെൻസ്, ക്രെഡിറ്റ് സൈഡ് ഫുൾ എന്ത്? ഇൻകം. ഒരു ട്രേഡിംഗ് പി ആൻഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യൂ അതുപോലെ തന്നെ ഉള്ളൂ. അപ്പോൾ എന്തിനാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൺസൈനറിന് ഈ ബി എന്ന കൺസൈനിയുമായിട്ടുള്ള ഇടപാടിൽ കൺസൈൻമെൻറ്റിൽ എത്ര പ്രോഫിറ്റ് കിട്ടിയെന്ന് അറിയണം. മൊത്തത്തിലല്ല, ഓരോ കൺസൈനിയുമായിട്ടുള്ള ട്രാൻസാക്ഷനിൽ എത്ര പ്രോഫിറ്റ് എന്ന് അറിയണം. അതിന് പ്രിപ്പയർ ചെയ്യുന്നതാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഇതിനകത്ത് എന്താണ്. അപ്പം ഇത് ഒരു ഐഡിയ ഒക്കെ അല്ലേ, ഒരു ട്രേഡിംഗ് പി ആൻഡ് അക്കൗണ്ട്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് നമ്മൾ ട്രേഡിംഗ് പി ആൻഡ് അക്കൗണ്ട് വരെ വരച്ചാൽ മതി. എന്ന് പറയുമ്പോൾ ഡെബിറ്റ് സൈഡ് ഫുൾ എക്സ്പെൻസ്, ക്രെഡിറ്റ് സൈഡ് ഫുൾ ഇൻകം. ആറ് എക്സ്പെൻസ്? കൺസൈനറിൻ്റെ എക്സ്പെൻസ്. പ്രിപ്പയർ ചെയ്യുന്ന കൺസൈനർ ആയിരിക്കുമല്ലോ. ക്രെഡിറ്റ് എന്തുമായിരിക്കും? ഇൻകം ആയിരിക്കും. ഓക്കെ, ഇനി എന്താണ് ഈ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം എന്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമുക്കൊരു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം നമുക്ക് നോക്കാം. അതായത് കൺസൈൻമെൻറ്റ് ട്രാൻസാക്ഷനൊക്കെ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യാം ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് നോക്കുക, രണ്ട് പാർട്ടീസ്, കൺസൈനറും കൺസൈനിയും. അപ്പോൾ ഈ ട്രാൻസാക്ഷനൊക്കെ കൺസൈനർ ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനർ പ്രിപ്പയർ ചെയ്യുന്ന കൺസൈനർ ഏത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും? ഒരു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, കൺസൈനി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ കൺസൈനി എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു കൺസൈനറിൻ്റെ അക്കൗണ്ട് ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത് ഇല്ലേ? ശ്രദ്ധിക്കുക, ഇപ്പോൾ കൺസൈനറായ ഞാൻ ഒരു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഇവനുമായിട്ടുള്ള ട്രാൻസാക്ഷനിൽ എത്ര പ്രോഫിറ്റ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി, പ്ലസ് ഇവൻ എത്ര തരാമെന്ന് അറിയാൻ വേണ്ടി എന്ത് പ്രിപ്പയർ ചെയ്യും? ഒരു കൺസൈനി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അതുപോലെ കൺസൈനി എന്ത് പ്രിപ്പയർ ചെയ്യും? കൺസൈനറിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. കൺസൈനറിന് എത്ര രൂപ കൊടുക്കണം എന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഫസ്റ്റ്, ഓൺ സെൻഡിങ് ഗുഡ്സ് ടു കൺസൈനിക്ക് ഗുഡ്സ് അയച്ചു കൊടുത്തു. കൺസൈനി ഗുഡ്സ് അയച്ചു കൊടുക്കുമ്പോൾ എൻട്രി എന്താണ്? കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ്. ഒന്നുമില്ല, കൺസൈനിക്ക് എന്ത് കൊടുത്താലും കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, കൺസൈനിക്ക് എന്ത് കൊടുത്താലും കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ആലോചിച്ച് നോക്കും, ഫസ്റ്റ് സെൻഡിങ് ഗുഡ്സ് ഓൺ കൺസൈനിക്ക് കൺസൈനർ ഗുഡ്സ് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ എൻട്രി എന്ത് വരും? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ പോയിട്ട് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. ഓക്കെ, ക്ലിയർ? എത്ര രൂപയുടെ ഗുഡ്സ്? ഒരു 1 lakhൻ്റെ ഗുഡ്സ് അയച്ചു കൊടുത്ത് 1 lakhൻ്റെ ഗുഡ്സ് 1 lakh. ക്ലിയർ? നെക്സ്റ്റ്, ഫോർ എക്സ്പെൻസ് ഇൻകേർഡ് ബൈ കൺസൈനർ. ആ ടൈമിൽ ഒരു ഗുഡ്സ് നമ്മൾ അയച്ചു കൊടുക്കുന്നു. അപ്പോൾ കൺസൈനിയുടെ ബുക്ക് എൻട്രി ഉണ്ടോ? കൺസൈനി ആരുടെ ബുക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്? കൺസൈനറിൻ്റെ അല്ലേ? കൺസൈനറിൻ്റെ അക്കൗണ്ട് എൻട്രി വരൂ? ഇല്ല, ഗുഡ്സ് വിൽക്കുമല്ലോ, ഗുഡ്സ് നമ്മൾ സെല് ചെയ്യാൻ വേണ്ടി അയച്ചു കൊടുക്കുന്നില്ല, ഇത് അവൻ്റെ ഗുഡ്സ് അല്ലല്ലോ. അപ്പോൾ ആ ടൈമിൽ എൻട്രി ഇല്ല, കൺസൈനറിൻ്റെ ബുക്ക് എൻട്രി ഇല്ല. ഞാനിപ്പോൾ കൺസൈനറിൻ്റെ കേസ് മാത്രം പറയാം. ഓക്കെ, അടുത്ത, ഫോർ എക്സ്പെൻസ് ഇൻകേർഡ് ബൈ കൺസൈനറിന് എക്സ്പെൻസ് ആയി. ഗുഡ്സ് അയച്ചു കൊടുത്ത ടൈമിൽ ഫ്രൈറ്റ് ആവും, ക്യാരേജ് ഇൻവേർട്സ് ഒക്കെ കുറേ എക്സ്പെൻസ് ആവും. അപ്പോൾ എക്സ്പെൻസ് ആവുന്ന ടൈമിൽ എന്ത് എൻട്രിയാണ്? എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യുക? ടു ബാങ്ക് എന്ന് എഴുതിയാൽ മതി. ടു ബാങ്ക് എന്നോ ക്യാഷ് എന്ന് എഴുതാം, ഒന്നും പറഞ്ഞില്ലെങ്കിൽ ബാങ്ക് തന്നെ യൂസ് ചെയ്യുക. ടു ബാങ്ക് ഒരു 5000 എക്സ്പെൻസ് ആയി എന്ന് വിചാരിക്കുക, ചുമ്മാ പറയുകയാണ്. അടുത്ത, ഫോർ അഡ്വാൻസ് റിസീവ്ഡ് ഫ്രം കൺസൈനി. ഇവന് ഇത്ര രൂപയുടെ ഗുഡ്സ് അയച്ചു കൊടുക്കുമല്ലേ, ഇത്ര രൂപയുടെ ഗുഡ്സ് അയച്ചു കൊടുക്കുന്ന ടൈമിൽ കാരണം എന്തെങ്കിലും മുങ്ങിയാൽ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു എമൗണ്ട് അവൻ്റെ വാങ്ങും, അഡ്വാൻസ് ആയിട്ട് ഒരു എമൗണ്ട് നമ്മൾ വാങ്ങും. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഒരു എമൗണ്ട് കിട്ടുമ്പോൾ, ഇപ്പോൾ ക്യാഷ് ആയിട്ട് ആരുടെ നിന്ന് കിട്ടുന്നു? കൺസൈനിയുടെ കയ്യിൽ ഒരു എമൗണ്ട് കിട്ടുമ്പം എൻട്രി എന്താണ്? കൺസൈനിയുടെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് കിട്ടുമ്പോൾ എൻട്രി എന്താണ്? ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, അല്ലെങ്കിൽ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് കിട്ടുന്നെങ്കിൽ ബില്ല് റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനി അക്കൗണ്ട്. ഇത് കൊടുക്കുമ്പോൾ എൻട്രി എന്താണ്? കൺസൈനി ഇത് കൊടുക്കുമ്പോൾ എൻട്രി എന്താ? ആർക്ക് കൊടുക്കുന്നത്? കൺസൈനറിന് കൊടുക്കുമല്ലേ. അപ്പോൾ എൻട്രി എന്താണ്? കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ബാങ്ക് ബില്ല് പേയബിൾ. കിട്ടാനുണ്ടെങ്കിൽ എന്ത്?
ബില്ല് റിസീവബിളും, കൊടുക്കാനുണ്ടെങ്കിൽ എന്ത് ബില്ല് പേയബിളും. ഇപ്പോൾ ഒരു എമൗണ്ട് എനിക്ക് കിട്ടാനുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു അഡ്വാൻസ് ആയിട്ട് ഒരു എമൗണ്ട് താന്ന് പറഞ്ഞു. ഒരു അഡ്വാൻസ് ആയിട്ട് ഒരു എമൗണ്ട് താന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ബുക്ക് എൻട്രി എന്ത് വരും? അപ്പം ക്യാഷ് കിട്ടി, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് കിട്ടുന്നെങ്കിലോ ബില്ല് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി അക്കൗണ്ട്, ടു കൺസൈനി അക്കൗണ്ട്. അപ്പം ഇത് ഈ കിട്ടുന്ന അഡ്വാൻസ് കിട്ടുന്ന എമൗണ്ട് ഏത് അക്കൗണ്ടിൽ കാണിച്ചാൽ മതി? കൺസൈനി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്താൽ മതി. കൺസൈനി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്താൽ മതി. അടുത്തത് ഫോർ എക്സ്പെൻസ് ഇൻകേർഡ് ബൈ, ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതെന്താണ്? കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഫുൾ ഇൻകവും എക്സ്പെൻസും അല്ലേ? ക്രെഡിറ്റ് സൈഡിൽ ഫുൾ എന്തുവാണ്? ഡെബിറ്റ് സൈഡിൽ ഫുൾ എക്സ്പെൻസും ക്രെഡിറ്റ് സൈഡിൽ ഫുൾ എന്തുവാണ്? ഇൻകം അല്ലേ? അപ്പോൾ ക്യാഷ് കിട്ടുന്നതൊക്കെ ഇവിടെ കാണിക്കേണ്ട കാര്യമില്ല, കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കൂല. ഓക്കെ, അടുത്ത ഫോർ എക്സ്പെൻസ് ഇൻകേർഡ് ബൈ കൺസൈനി. കൺസൈനിയുടെ എക്സ്പെൻസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ നിന്ന് എക്സ്പെൻസ് ആയ ഈ കൺസൈൻമെൻറ്റിൽ ഗുഡ്സ് ആക്കിയ ടൈമിൽ എൻ്റെ കയ്യിൽ നിന്ന് കൺസൈനറിന് എക്സ്പെൻസ് ആകുമ്പോൾ എൻട്രി എന്താ? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് എന്നല്ലേ? കൺസൈനിക്ക് എക്സ്പെൻസ് ആയി. അപ്പോഴും കൺസൈനിയുടെ എക്സ്പെൻസും ആര് തന്നെ ബെയർ ചെയ്യണം? കൺസൈനർ ബെയർ ചെയ്യണ്ടേ? ആ എമൗണ്ട് കൊടുക്കണ്ടേ? കൺസൈനിക്ക് കൊടുക്കണമല്ലോ. അപ്പോൾ എൻട്രി എന്ത് വരും? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈനി എന്ന് വരും. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതണം? ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്നാ പോയെങ്കിൽ ടു ബാങ്ക് എന്ന് എഴുതുക, കൺസൈനർ കയ്യിൽ നിന്ന് പോയി ടു ബാങ്ക് എന്ന് എഴുതുക. കൺസൈനിക്കാണ് കൊടുക്കുന്നതെങ്കിൽ കൺസൈനറുടെ പേര് എഴുതുക, ടു കൺസൈനി, ടു കൺസൈനി എന്ന് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താണ്? ഫോർ ക്യാഷ് സെയിൽ മെയ്ഡ് ബൈ കൺസൈനി. ക്യാഷ് സെയിൽ നടത്തി ആര്? കൺസൈനി. ക്യാഷ് നമ്മൾ ഗുഡ്സ് അവൻ അയച്ചു കൊടുത്തു, അവൻ വിറ്റ് കാശാക്കി. ഇപ്പം ആ വിറ്റ കാശ് അവനുള്ളതാണോ? ഇല്ല, അവൻ എമൗണ്ട് തരണം. കൺസൈനി എമൗണ്ട് തരാനുണ്ട്. അപ്പോൾ എന്താ? ലൈക്ക് ഡെപ്റ്റർ. അപ്പോൾ കൺസൈനി അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്, കൺസൈനി അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഇവിടെ ക്യാഷ് സെയിൽ കിട്ടുന്ന ആർക്കാ? ക്യാഷ് സെയിൽ കൺസൈനിക്കല്ലേ കിട്ടുന്നത്. അപ്പോൾ കൺസൈനിയുടെ വ്യൂ പോയിന്റ് ചോദിച്ചു നോക്കുക. കൺസൈനിക്ക് പൈസ കിട്ടി. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു. ആ കിട്ടിയ പൈസ ആർക്ക് കൊടുക്കണം? കൺസൈനറിന് കൊടുക്കണം. അപ്പോൾ ടു കൺസൈനറിൽ നിന്ന് ആര് എഴുതും? കൺസൈനറുടെ ബുക്കിൽ കൺസൈനി എഴുതും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാഷ് സെയിൽ മേഡ്, ക്യാഷിന് സാധനം ഗുഡ്സ് വിറ്റു, ക്യാഷിന് ഗുഡ്സ് വിറ്റു. അപ്പോൾ ക്യാഷ് നമ്മൾ കൺസൈനറിന് വ്യൂ പോയിന്റ് ചോദിച്ചു നോക്കുക. ക്യാഷിന് ഗുഡ്സ് വിൽക്കുമ്പം ആര് പൈസ തരാറുണ്ട്? കൺസൈനി തരാറുണ്ട്. അപ്പോൾ കൺസൈനി അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെൻറ്റ്. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? കൺസൈനി ഗുഡ്സ് കാഷിന് വിൽക്കുവാണെങ്കിൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, പൈസ തരാറുണ്ട്. അപ്പോൾ ടു അല്ല, ബൈ കൺസൈനി അക്കൗണ്ട് എത്രയാണ്? ബ്രാക്കറ്റ് വേണമെങ്കിൽ സെയിൽസ് എന്ന് എഴുതിക്കോ. ഓക്കെ, ഒരു 2 lakh പോട്ടെ, ഒരു 3 lakhന് വിറ്റെന്ന് വിചാരിക്കുക. ക്ലിയർ? ഇനി അടുത്ത പോയിന്റ്, ക്രെഡിറ്റ് സെയിൽസ് മെയ്ഡ് ബൈ കൺസൈനി. കൺസൈനി ക്രെഡിറ്റ് സെയിലാണ് നടത്തിയത്. അപ്പോൾ കൺസൈനിയുടെ വ്യൂ പോയിന്റ് ചിന്തിച്ച് നോക്ക്. കൺസൈനിയുടെ വ്യൂ പോയിന്റ് ചിന്തിക്കുക. കൺസൈനി ക്യാഷ് വിൽക്കുമ്പോൾ എൻട്രി എന്താ? കൺസൈനി കാശിന് വിൽക്കുമ്പോൾ കൺസൈനി കാശ് കിട്ടും, ക്യാഷ് ഓർ ബാങ്ക് ടു കൺസൈനർ. ഓക്കെ, ഇനി കടത്തിനാണ് വിൽക്കുന്നത്. കടത്തിന് വിൽക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കുക, ക്രെഡിറ്റ് സെയിൽ മെയ്ഡ്, കടത്തിന് വിറ്റു, കൺസൈനി വിറ്റു, ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കടത്തിന് വിറ്റ എമൗണ്ട് കളക്ട് ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? കടത്തിന്. ഇപ്പം ഞാൻ കൺസൈനിക്ക് ഗുഡ്സ് അയച്ചു കൊടുത്തു, എന്നിട്ട് അപ്പോൾ ഗുഡ്സ് അയക്കുന്ന അപ്പോൾ ഗുഡ്സ് അത് കസ്റ്റമറിലേക്ക് ആര് വിറ്റു? കൺസൈനി വിറ്റു. വിൽക്കുന്ന മാത്രമുള്ള ഏജൻ്റെ പരിപാടി. ഞാൻ ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ വിറ്റ് കളക്ട് ചെയ്യേണ്ട, കടത്തിന് വിറ്റാൽ ബാഡക്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വിറ്റ് കളക്ട് ചെയ്യേണ്ട ചുമതല ആരുടെ തന്നെയാണ്? കൺസൈനിയുടെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് സെയിൽ മെയ്ഡ് ബൈ കൺസൈനി കടത്തിന് വിറ്റു. ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ വാസ് ഗീവൻ, ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ആ എമൗണ്ട് കളക്ട് ചെയ്യേണ്ട ആരുടെ ഉത്തരവാദിത്വമാണ്? കൺസൈനിയുടെ അല്ലേ. അപ്പോഴും എനിക്ക് എമൗണ്ട് ആര് തരണം? കാശിന് വിറ്റാലും കടത്തിന് വിറ്റാലും കളക്ട് ചെയ്ത് ആര് തരണം? കൺസൈനി തരണം. അപ്പോൾ കൺസൈനി അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്, ഒരു മാറ്റവുമില്ല. ഇനി സെയിം ഇത് തന്നെ വരും. ടു കൺസൈനി എഴുതുക, ബ്രാക്കറ്റ് വേണമെങ്കിൽ ക്രെഡിറ്റ് സെയിൽ എന്ന് എഴുതുക. ഓക്കെ, കാശിന് വിറ്റു. ഇപ്പോൾ കാശിന് ഇപ്പോൾ കൺസൈനി കാശിന് വിറ്റു, കൺസൈനിയുടെ കാശ് ഇരിപ്പുണ്ട്. ആ കിട്ടിയ കാശ് കൺസൈനി എനിക്ക് തരണം. അപ്പോൾ കൺസൈനി അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് തരണം. ഓക്കെ, കടത്തിന് വിറ്റു, ഞാൻ ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ കൊടുത്തു. അപ്പോൾ കടത്തിന് വിറ്റാലും ആ എമൗണ്ട് കളക്ട് ചെയ്യേണ്ട ആരുടെ ചുമതലയാണ്? കൺസൈനിയുടെ ചുമതലയാണ്. അപ്പോൾ അത് കളക്ട് ചെയ്ത് പൈസ എനിക്ക് തരണം. അപ്പോൾ കൺസൈനി കാശ് തരണം, ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ കൊടുത്തുകൊണ്ട്. കൺസൈനി അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഇനി കൺസൈനിയുടെ വ്യൂ പോയിന്റ് ചിന്തിച്ച് നോക്കിയേ. കടത്തിന് വിൽക്കുമ്പോൾ കാശ് എന്തായാലും കിട്ടത്തില്ല. അപ്പോൾ ഡെപ്റ്റർ കൂടും, കൺസൈൻമെൻറ്റ് ഡെപ്റ്റർ കൂടും,
ടു ആ കളക്ട് ചെയ്ത പൈസ ആർക്ക് കൊടുക്കണം? കൺസൈനറിന് കൊടുക്കണം. ഇനി അടുത്തത്, ഞാൻ ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ കൺസൈനി കടത്തിന് വിറ്റു. കൺസൈനി കടത്തിന് വിൽക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൺസൈനി കടത്തിന് വിറ്റു, പക്ഷെ ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ ഞാൻ കൊടുത്തില്ല. അപ്പോൾ വിറ്റല്ലോ, ഇനി വിറ്റ് കടത്തിന് വിൽക്കുമ്പോൾ ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ കൊടുത്തില്ലെങ്കിൽ ഇനി അത് കളക്ട് ചെയ്യേണ്ടത് ആരുടെ ചുമതലയാണ്? എൻ്റെ ചുമതല തന്നെയാണ്. അവന് വിൽക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ, വിറ്റാൽ മാത്രം മതി. അത് കാസ്റ്റിന് വിൽക്കൂ കടത്തിന് വിൽക്കൂ ഒന്നും നോക്കണ്ട. ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ കൊടുക്കുന്നില്ലെങ്കിൽ ആ കളക്ഷൻ ഡ്യൂട്ടി ആർക്കാണ്? കൺസൈനിക്കായിരുന്നു കൊടുത്തിരുന്നെങ്കിൽ. ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ കൊടുത്തില്ലല്ലോ, അപ്പോൾ കളക്ഷൻ ചുമതല ആർക്കാണ്? കൺസൈനറിനാണ്. അപ്പോൾ ഇനി ആ ഡെപ്റ്റർ കൺസൈൻമെൻറ്റ് ഡെപ്റ്റർ പൈസ തരണം, കൺസൈൻമെൻറ്റ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അറ്റാച്ച് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതും? ബൈ കൺസൈൻമെൻറ്റ് ഡെപ്റ്റേഴ്സ് എഴുതും. ബ്രാക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? ക്രെഡിറ്റ് സെയിൽ എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ എന്താ എൻ്റെ അക്കൗണ്ടിൽ വരാൻ കാരണം എന്താ? എൻ്റെ അക്കൗണ്ടിൽ വരാൻ വെച്ചാൽ ഞാൻ ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ കൊടുത്തിട്ടില്ല. ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ കളക്ഷൻ ഡ്യൂട്ടി എനിക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഡാറ്റ അങ്ങ് എഴുതുക. ക്ലിയർ? കിട്ടാനുണ്ട്. ക്ലിയർ ആണോ? ഇനി അപ്പോൾ അവൻ ആ ടൈമിൽ എൻട്രി ഇല്ല, അവന് സെയിൽ ചെയ്താൽ മാത്രമേ എൻട്രി ഉള്ളൂ. ഇനി അടുത്തെന്താ? കമ്മീഷൻ ഡ്യൂ. ഓക്കെ, നെക്സ്റ്റ് കമ്മീഷൻ ഡ്യൂ. നോക്കുക, കമ്മീഷൻ ആർക്കാണ്? എനിക്ക് കിട്ടും. ഞാൻ ഗുഡ്സ് അവന് അയച്ചു കൊടുത്തിട്ട് കമ്മീഷൻ എനിക്ക് കിട്ടൂ? ഇല്ല, ഞാൻ കമ്മീഷൻ അവന് കൊടുക്കണം. കമ്മീഷൻ അവന് കൊടുക്കാനുണ്ട്. അപ്പോൾ കൺസൈനിക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ കൺസൈൻ എൻ്റെ ലൈബിലിറ്റി ആയിട്ട് മാറത്തില്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. കമ്മീഷൻ കൊടുക്കണം. അപ്പോൾ എൻട്രി എന്താ? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈനി അക്കൗണ്ട്. അപ്പോൾ അവന് കിട്ടണം. ആരുടെ കിട്ടണം? കൺസൈനറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടണം. അപ്പോൾ എൻട്രി എന്താ? കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ. അവനൊരു ഇൻകം അല്ലേ, അപ്പോൾ ടു കമ്മീഷൻ. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ടു കൺസൈനിക്ക് കൊടുക്കണം അല്ലേ? ടു കൺസൈനിൽ നിന്ന് എഴുതുക. എന്ത് എക്സ്പെൻസ് അത് മെൻഷൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എങ്കിലും എഴുതി വെച്ച് ബെറ്റർ ആയിരിക്കാം, നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ ടു കൺസൈനിൽ മാത്രം ക്ലിയർ ആയിട്ട് എഴുതി കൊടുത്താൽ മതി. അടുത്തെന്താ? ഫോർ റിയലൈസേഷൻ ഓഫ് ക്യാഷ് ഫ്രം ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടി. ശ്രദ്ധിക്കുക, ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടി. ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ആര് കളക്ട് ചെയ്യും? ഡ്യൂട്ടി ആരുടെയിലാണ്? കൺസൈനിക്കല്ലേ. അപ്പോൾ ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്, കളക്ഷൻ ഡ്യൂട്ടി ആർക്ക് തന്നെയാണ്? കൺസൈനിക്ക് തന്നെയാണ്. അപ്പോൾ എൻ്റെ ബുക്കിൽ അത് കിട്ടുന്ന ടൈമിൽ എൻട്രി വരത്തില്ല. അതും കളക്ട് കാശ് തന്നാൽ മതി, കളക്ട് ചെയ്തിട്ട് കാശ് എനിക്ക് തന്നാൽ മതി. അപ്പോൾ ഇത് ആർക്ക് കിട്ടും? കൺസൈനിക്ക് കിട്ടും. അപ്പോൾ എൻട്രി എന്താ? ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈൻമെൻറ്റ് ഡെപ്റ്റേഴ്സ്. കടത്തിന് ഗുഡ്സ് വിൽക്കുന്നു, കടത്തിന് നല്ല ഗുഡ്സ് വിറ്റു, പിന്നെ ആ കാശ് കിട്ടി. ഓക്കെ, ഇനി ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ കൊടുത്തില്ലെങ്കിൽ ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ കടത്തിന് അവൻ ഗുഡ്സ് വിറ്റിട്ടുണ്ട്, കടത്തിന് അവൻ ഗുഡ്സ് വിറ്റിട്ടുണ്ട്. വിൽക്കുന്ന ടൈമിൽ ഇനി അതിന് കാശ് കിട്ടി. ഡെപ്റ്റേഴ്സിന് കാശ് കിട്ടുമ്പം എന്താണ്? ഫോർ റിയലൈസേഷൻ ഓഫ് ക്യാഷ് ഫ്രം ഡെപ്റ്റേഴ്സ് ബൈ കൺസൈനിയാണ് വാങ്ങുന്നത്, കൺസൈനി തന്നെയാണ് മേടിക്കുന്നത്. അപ്പോൾ കൺസൈനിയുടെ കാശ് കിട്ടുമ്പം എന്താണ്? ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അറ്റാച്ച് ടു കൺസൈനർ അക്കൗണ്ട്. പിന്നെ ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കൺസൈനി അക്കൗണ്ട് ഡെറ്റർ ടു എൻ്റെ ഡെപ്റ്റർ കുറയും. ഞാൻ കൊടുക്കാത്ത ടൈമിൽ എന്ത് എൻട്രി ഇട്ടത്? ക്രെഡിറ്റ് സെയിൽ നടത്തി, കൺസൈനിക്ക് ഗുഡ്സ് വിറ്റു, പക്ഷേ ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ കൊടുത്തില്ല. ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ കൊടുത്തില്ലെങ്കിൽ എന്താണ് എൻട്രി? എന്താ? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെൻറ്റ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ടു കൺസൈൻമെൻറ്റ് എന്ന് എഴുതി. ഇനി ആ പൈസ ആറിൽ കിട്ടി? കൺസൈനിയുടെ കിട്ടി. കൺസൈനിയുടെ കിട്ടുമ്പോൾ കൺസൈനിക്ക് എന്തായാലും കാശ് കിട്ടും. കാശ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനർ അക്കൗണ്ട് എനിക്ക് തന്നാൽ മതി. അപ്പോൾ എൻ്റെ ബുക്കിൽ എൻട്രി എന്ത് വരും? ഞാൻ ഡെപ്റ്റേഴ്സ് തരാമെന്ന് പറഞ്ഞ് എൻട്രി ഇട്ട് വെച്ചിരിക്കുമല്ലേ, അവൻ്റെ ഡെപ്റ്റർ കുറയും. അപ്പോൾ കൺസൈനി ആര് കാശ് തരണം? ആ കാശ് കൺസൈനി തരണം. അപ്പോൾ കൺസൈനി അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെൻറ്റ്. അപ്പോൾ എൻ്റെ ഇപ്പോൾ ചിന്തിക്കും, എനിക്ക് ഡെപ്റ്റർ പൈസ തരാറുണ്ട്, കൺസൈൻമെൻറ്റ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെൻറ്റ്. ഓക്കെ, ഇനി ആ കാശ് ആരുടെയിലാണ് കിട്ടിയത്? കൺസൈനിയുടെ കൈ കിട്ടി. അപ്പോൾ കൺസൈനിയുടെ കിട്ടുമ്പോൾ കൺസൈനിക്ക് എന്താണ്? ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനർ അക്കൗണ്ട് എനിക്ക് തരണം. ഇനി എൻ്റെ ഇപ്പോൾ ചിന്തിച്ചു നോക്കുക, കൺസൈനർ എന്താണ്? ക്രെഡിറ്റ് സെയിൽ നടത്തി, കാശ് കൺസൈനിയുടെ ഇരിക്കുകയാണ്, ആ കാശ് തരാറുണ്ട്. ആര്? കൺസൈനി അക്കൗണ്ട് ഡെറ്റർ, എൻ്റെ ഡെപ്റ്റർ കുറയും, കൺസൈൻമെൻറ്റ് ഡെപ്റ്റേഴ്സ്. ഓക്കെ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഫോർ റെക്കോർഡിങ് ബാഡ് ഡെപ്റ്റ് ഉണ്ടായി.
സ്വാഭാവികമല്ലേ, ബാഡ് ഡെറ്റ് കടത്തിന് വയ്ക്കുമ്പോൾ ബാഡ് ഡെറ്റ് ഉണ്ടാവും. ഈ ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബാഡ് ഡെറ്റ് ആര് ടേക്ക് ഓവർ ചെയ്യണം? കൺസൈനി ടേക്ക് ഓവർ ചെയ്യണം. ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാഡ് ഡെറ്റ് ആര് ടേക്ക് ഓവർ ചെയ്യണം? കൺസൈനി ടേക്ക് ഓവർ ചെയ്യണം. അപ്പോൾ എന്താ, ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസ്യൂമർ ഡെപ്റ്റേഴ്സ് കുറയും. ആ ടേബിളിൽ കൺസൈനർ ബുക്ക് എൻട്രി ഇല്ല. ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബാഡ് ഡെറ്റ് ആര് ടേക്ക് ഓവർ ചെയ്യൂല? കൺസൈനർ ടേക്ക് ഓവർ ചെയ്യത്തില്ല. ഇനി ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ കൊടുത്തിട്ടില്ലെങ്കിലോ, അത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസ് ഡെബിറ്റ്, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസ്യൂമർ ഡെപ്റ്റേഴ്സ്. കൊടുത്തിട്ടില്ലെങ്കിൽ ടു കൺസ്യൂമർ ഡെപ്റ്റേഴ്സ്. എന്താണ് സംഭവിച്ചത്? ബാഡ് ഡെറ്റ്. ക്ലിയർ? ഓക്കെ. ഇനി അടുത്തത്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി നമുക്ക് ലാസ്റ്റ് സെറ്റിൽമെൻറ്റ്, ഫൈനൽ സെറ്റിൽമെൻറ്റ്. ഇപ്പോൾ കൺസൈനി എല്ലാം ഗുഡ്സും വിട്ടിട്ട് കാശ് തരാൻ പോകും. ഞാൻ സ്റ്റോക്കിൻ്റെ കേസൊക്കെ പറഞ്ഞുതരാം. സ്റ്റോക്കിൻ്റെ കേസ് ലാസ്റ്റ് പറയാം. കൺസൈനി ലാസ്റ്റ് ഒരു എമൗണ്ട് തരണം. അപ്പോൾ എൻട്രി എന്താ? എല്ലാം കൂടി വിട്ടിട്ട് ലാസ്റ്റ് ഒരു എമൗണ്ട് തരികയാണ്. അപ്പോൾ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി അക്കൗണ്ട്. അപ്പോൾ കൺസൈനർ ഇപ്പോൾ ചിന്തിച്ച് നോക്ക്, എന്താണ് കൺസൈനറിന് എമൗണ്ട് കൊടുക്കണം. അപ്പോൾ കൺസൈനർ എന്ന ലൈബിലിറ്റി കുറയും. അപ്പോൾ കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. ഓക്കെ. അപ്പോൾ എൻട്രി, അപ്പം ക്യാഷ് കിട്ടുമ്പോൾ എൻട്രി കൺസൈനി അക്കൗണ്ടിൽ കാണിച്ചാൽ മതി. ഇനി കൺസൈൻമെൻറ്റിൽ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ഇവിടെ ഇതൊരു ട്രേഡിംഗ് പി ആണെന്ന് വിചാരിച്ചല്ലോ. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതലെങ്കിൽ എന്ത്? പ്രോഫിറ്റും. ഡെബിറ്റാണ് കൂടുതലെങ്കിൽ എന്ത്? ലോസും. ക്രെഡിറ്റ് ആണ് കൂടുതലെങ്കിൽ എന്ത്? പ്രോഫിറ്റും. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് കൂടുതല, അപ്പോൾ എന്താണ്? പ്രോഫിറ്റാണ്. ഡെബിറ്റാണ് കൂടുതലെങ്കിൽ എന്ത്? ലോസാണ്. അതേ സെയിം കോൺസെപ്റ്റ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഡെബിറ്റാണ് കൂടുതലെങ്കിൽ ഇൻ കേസ് ഓഫ് പ്രോഫിറ്റ് ആണെങ്കിൽ എന്ത്? കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ടു പി ആർ അവർ ഡെബിറ്റ് ചെയ്യും. പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. എന്ത്? പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ. തിരിച്ചാണെങ്കിലോ? തിരിച്ചാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബൈ പി ആൻഡ് എഴുതും. ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ബ്രാക്കറ്റ് എന്ത്? ലോസ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ. ഇത്രയാണ് നമ്മൾ ഇത്രയും വെച്ചുകൊണ്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്. ഇവിടെ എന്താണ് നമുക്ക് അറിയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് ലോസ് വരും. ഇപ്പോൾ ഞാനൊരു 1000 ഗുഡ്സ് അയച്ചു കൊടുത്തു. അതിലൊരു 800 എണ്ണം പോകുന്ന വഴി നഷ്ടപ്പെട്ടു. ഷോർട്ട് ഒരു 100 എണ്ണം നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടു പോയ ഗുഡ്സ് നോർമൽ ലോസ് ആണെങ്കിൽ കുഴപ്പമില്ല. അബ്നോർമൽ ആണെങ്കിൽ നമുക്ക് 2 ലോസ് ഉണ്ട്. നോർമൽ ലോസും ഉണ്ട്, അബ്നോർമൽ ലോസും ഉണ്ട്. നോർമൽ ലോസ് എങ്ങനെ വാല്യൂ ചെയ്യും അങ്ങനെ പറഞ്ഞുതരാം. അബ്നോർമൽ ലോസ് ആണെങ്കിൽ എങ്ങനെ? അപ്പോൾ അബ്നോർമൽ ലോസ് ആണെങ്കിൽ ഇപ്പം 100 ഗുഡ്സ് നഷ്ടപ്പെട്ടു. ആ 100 നഷ്ടപ്പെട്ടു പോയ 100 ഗുഡ്സിൻ്റെ വാല്യൂ എത്രയാണ് എന്ന് കണ്ടുപിടിക്കേണ്ടി വരും. അതേപോലെ തന്നെ ഇപ്പം ഞാൻ ഒരു 1000 ഗുഡ്സ് അയച്ചു കൊടുത്തു. അതിൽ 100 എണ്ണം നഷ്ടപ്പെട്ടു പോയി. അപ്പം ഞാനൊരു 1000 എണ്ണം അയച്ചു കൊടുത്തു. 1000 ഗുഡ്സ് അയച്ചു കൊടുത്തു. ക്ലിയർ? ഇതിൽ 100 എണ്ണം നഷ്ടപ്പെട്ടു പോയി. 100 എണ്ണം നഷ്ടപ്പെട്ടു. 100 നഷ്ടപ്പെട്ടു. അപ്പോൾ എത്രയുണ്ട്? ബാക്കി 900 ഉണ്ട്. ഈ 900 ഉള്ളതിനകത്ത് ഒരു ബാക്കി 700 വിറ്റ്. ബാലൻസ് എത്രയുണ്ട്? 100 1000 പോയി എത്രയാണ്? 1100 പോയി എത്രയാണ്? 900. 700 പോയാൽ 700 എണ്ണം വിറ്റ്. ബാലൻസ് എത്രയുണ്ട്? ബാലൻസ് 200 ഗുഡ്സ് ബാലൻസ് ഉണ്ട്. ഈ 200 ഗുഡ്സ് ബാലൻസ് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ? ഈ സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയാണ് എന്ന് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ മതി. അബ്നോർമൽ ലോസ് വരുവാണെങ്കിൽ എത്ര ലോസ് ആയോ ആ ലോസായ എമൗണ്ട് എത്രയാണ്? എത്ര ഗുഡ്സാണ് ലോസായ ഗുഡ്സിൻ്റെ എമൗണ്ട് എത്ര? പിന്നെ ബാലൻസ് ഉള്ള സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയാണ്? ഈ 2 കാര്യങ്ങൾ നമ്മൾ വാല്യൂഷൻ ചെയ്ത് കൺസ്യൂമറിന് പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബാക്കി എത്രയോ? ബാക്കി സിമ്പിളാണ്. കൺസൈനറിൻ്റെ എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യുക, കൺസൈനിയുടെ എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യുക. ക്ലിയർ? കൺസൈനിക്ക് അങ്ങോട്ട് കൊടുക്കുന്നതെല്ലാം എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ഇങ്ങോട്ട് കിട്ടുന്നതെല്ലാം എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ. ഈ ഒരു പോയിന്റ് വെച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അബ്നോർമൽ ലോസിൻ്റെ വാല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് വേണം എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ചേർത്തുള്ള ക്വസ്റ്റ്യൻ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ടൈപ്പ് ഓഫ് ലോസ്, അതായത് നോർമൽ ലോസ് ഉണ്ട്, അബ്നോർമൽ ലോസ് ഉണ്ട്. നോർമൽ ലോസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? അബ്നോർമൽ ലോസ് ആണെങ്കിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും നമുക്ക് നോക്കാം. അതായത് അബ്നോർമൽ ലോസിൻ്റെ വാല്യൂഷൻ, അതായത് ഇപ്പം ഒരു 100 ഗുഡ്സ് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട ഗുഡ്സിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ്
നോർമൽ ലോസ് ആണെങ്കിൽ എങ്ങനെ, അബ്നോർമൽ ആണെങ്കിൽ എങ്ങനെ? നോർമൽ ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഗുഡ്സ് എത്ര അയച്ചു കൊടുത്താലും കുറച്ച് ഭാഗം പോകുന്ന വഴിക്ക് തന്നെ കുറയും, ഫുൾ കംപ്ലീറ്റ് ആയിട്ട് എത്തൂല എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 1000 ഗുഡ്സിനെ അയച്ചു കൊടുത്തു. 1000 ഗുഡ്സ്, അതിൽ ഒരു ഗുഡ്സ് 1000 കിലോയുടെ ഒരു ഗുഡ്സ് അയച്ചു കൊടുത്തു. പെർ കെ ജി എത്രയാണ്? 100 ആണ്. അപ്പോൾ ടോട്ടൽ 1 ലാഖിൻ്റെ ഗുഡ്സിനെ അയച്ചു കൊടുത്തു. പോകുന്ന വഴിക്ക് ഒരു 20 കിലോ നഷ്ടപ്പെട്ടു. നാച്ചുറലായിട്ട് സംഭവിച്ചു 20 കിലോ നാച്ചുറലായിട്ട്. അപ്പോൾ എത്രയാണ്? 800 കിലോയാണ് അവിടെ എത്തിയേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു വെച്ചാൽ, നോർമലി സംഭവിക്കുന്ന ലോസ് ആണെന്നുണ്ടെങ്കിൽ അത് ബാലൻസ് ഇരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുക. അതിപ്പോൾ 1 ലാഖിന് തന്നെ അത് 1 ലാഖ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പം 1 ലാഖ് ഡിവൈഡ് ബൈ ടോട്ടൽ വാല്യൂ 1 ലാഖ് അല്ലേ, 1 ലാഖ് ഡിവൈഡ് ബൈ ബാലൻസ് ഇരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുക. 1 ലാഖ് ഡിവൈഡ് ബൈ ഇത് വീണ്ടും 100 എന്ന് പറഞ്ഞാൽ എഴുതിക്കാൻ നഷ്ടമല്ലേ, അപ്പം അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല, നാച്ചുറലായിട്ട് സംഭവിച്ചതല്ലേ. അപ്പോൾ നമുക്ക് 1 ലാഖ് തന്നെ ഏൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ 1 ലാഖ് ഡിവൈഡ് ബൈ 800, 1 ലാഖ് ഡിവൈഡ് ബൈ 800, അതായത് 1 ലാഖ് ഡിവൈഡ് ബൈ 800 ചെയ്യുമ്പോൾ എത്രയാണ്? പെർ കെ ജി 125 കൊടുത്താൽ മതി. ഇങ്ങനെയാണ് നോർമൽ ലോസ് ആണ് അഡ്ജസ്റ്റ് ചെയ്യണത്. നോർമൽ ലോസ് ആണെങ്കിൽ ഇങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യണത്. എങ്ങനെയാണ്? 1000 കിലോ അയച്ചു കൊടുത്തു, അതിൽ 200 പോകുന്നതിന് നഷ്ടപ്പെട്ട് ബാക്കി 800 ഉള്ളൂ. ഓക്കെ, ബാക്കി 800 ഉള്ളൂ. അപ്പോൾ ടോട്ടൽ വാല്യൂസ് എത്ര തന്നെയാണ്? ടോട്ടൽ വാല്യൂ 1 ലാഖ് തന്നെയാണ്. അപ്പോൾ ബാലൻസ് ഇരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിൽ അത് എന്ത് ചെയ്യുക? നോർമൽ ലോസ് ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ടോട്ടൽ വാല്യൂ 1 ലാഖ് ഡിവൈഡ് ബൈ 800 എത്രയാണ്? പെർ കെ ജി മാറും, 125 ആയിട്ട് മാറും. ഇനി നമുക്ക് 800 വെച്ച് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, 100 വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് വാല്യൂ ചെയ്യാൻ പറ്റൂല. ഇനി അബ്നോർമൽ ലോസ് ആണെന്നുണ്ടെങ്കിൽ, അബ്നോർമൽ ലോസ് ആണ് ശ്രദ്ധിക്കുക, ഒന്നുമില്ല, ടോട്ടൽ കോസ്റ്റിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ടോട്ടൽ കോസ്റ്റിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, ബാലൻസ് പ്രൊഡക്റ്റിൻ്റെ അല്ല, ടോട്ടൽ കോസ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് ഞാൻ 1000 കെ ജി അയച്ചു കൊടുത്തു, പെർ കെ ജി എത്രയാണ്? 100 ആണ്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 1 ലാഖ് ആണ്. അതിൽ 200 നഷ്ടപ്പെട്ടു. എന്തെങ്കിലും ആക്സിഡൻ്റ് ആയി അല്ലെങ്കിൽ മോഷണം പോയി 200 നഷ്ടപ്പെട്ടു. ഓക്കെ, 200 നഷ്ടപ്പെട്ടാണ്. അപ്പോൾ എത്രയാണ്? ആ ഈ നഷ്ടപ്പെട്ട 200 ഗുഡ്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? ഒരു 1000 രൂപയുടെ ഗുഡ്സ് എന്ന് പറയുമ്പോൾ പെർ കെ ജി എത്ര? 100 അല്ലേ. അപ്പോൾ 200 എത്ര? 200 ഇൻറ്റു 100 എത്രയാണ്? 20,000. അപ്പോൾ ടോട്ടൽ നമുക്ക് 1 ലാഖിൻ്റെ ഗുഡ്സ് ഉണ്ട്, അതിൽ 20,000 ഗുഡ്സ് നഷ്ടപ്പെട്ടു. ബാലൻസ് എത്രയുണ്ട്? ബാലൻസ് 800 തന്നെ, 80,000. ബാലൻസ് 80,000. ഓക്കെ, ഇപ്പോൾ എത്ര ഗുഡ്സ് ബാലൻസ് ഉണ്ട്? 800 ഉണ്ട്. പെർ കെ ജി എത്രയാണ്? ഇവിടെ പെർ കെ ജി മാറുന്നില്ല. പെർ കെ ജി നമുക്ക് ബാലൻസ് ഗുഡ്സ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ 200 ഗുഡ്സ് നമുക്ക് നഷ്ടപ്പെട്ടു. 200 ഗുഡ്സ് നഷ്ടപ്പെട്ടു. പെർ കെ ജി എത്രയാണ്? 100 ആണ്. അപ്പോൾ ടോട്ടൽ വാല്യൂ എത്രയാണ്? 20,000 ഗുഡ്സ് നഷ്ടപ്പെട്ടു. ആ 20,000 എവിടെ അഡ്ജസ്റ്റ് ചെയ്യണം? നമ്മൾ ടോട്ടൽ കോസ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ബാലൻസ് 80,000 വരും. അപ്പോൾ ടോട്ടൽ കോസ്റ്റിൽ എങ്ങനെ നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോർമൽ ലോസ് ആണെങ്കിൽ എങ്ങനെയാണ്? നോർമൽ ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അബ്നോർമൽ ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യുക? ടോട്ടൽ കോസ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അതെങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ അബ്നോർമൽ ലോസിൻ്റെ ഗുഡ്സിൻ്റെ വാല്യൂ തരില്ല, കണ്ടുപിടിക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഒരു 100 രൂപയുടെ ഗുഡ്സ് അയച്ചു കൊടുത്തു. ഒരു ഗുഡ്സിൻ്റെ വാല്യൂ എത്രയാണ്? 100 ആണ്. അപ്പോൾ ടോട്ടൽ 1000 ആണ്. അപ്പോൾ ടോട്ടൽ 1 ലാഖിൻ്റെ ഗുഡ്സാണ് ഞാൻ അയച്ചു കൊടുത്തത്. 1 ലാഖ് റുപ്പീസിൻ്റെ ഗുഡ്സിന് അയച്ചു കൊടുത്തു. ഇത് അതിൽ 10 ഗുഡ്സ് നഷ്ടപ്പെട്ടു. 10 കെ ജി നഷ്ടപ്പെട്ടു. ഓക്കെ, പോകുന്ന വഴിക്ക് തന്നെ എന്ത് സംഭവിച്ചു കാണും? 10 കെ ജി നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട ഗുഡ്സിൻ്റെ വാല്യൂ എത്ര? 100 ഗുഡ്സ് അയച്ചു കൊടുത്തപ്പം 1 കെ ജി എത്രയായിരുന്നു? ഒരു ഗുഡ്സിൻ്റെ വാല്യൂ 100 അല്ലേ. ഒരു ഗുഡ്സിൻ്റെ വാല്യൂ 1000 ആണ് എങ്കിൽ ഈ 10 ഗുഡ്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 10 ഇൻറ്റു 1000 അടിച്ചാൽ പോരെ, 10,000 കിട്ടും. സിമ്പിൾ അല്ലേ? നമ്മൾ 100 ഗുഡ്സ് അയച്ചു കൊടുത്തു, ഒരു ഗുഡ്സിൻ്റെ വാല്യൂ 1000 ആണ് എങ്കിൽ 10 ഗുഡ്സിൻ്റെ വാല്യൂ എത്രയാണ്? 10 ഇൻറ്റു 1000. ക്ലിയർ? ഇനി ഒന്ന് മാറ്റി പിടിക്കാം. ഞാൻ 100 ഗുഡ്സ് അയച്ചു കൊടുത്തു, ഒരു ഗുഡ്സിൻ്റെ വാല്യൂ 1000 ആണ്. അപ്പോൾ ടോട്ടൽ 1 ലാഖിൻ്റെ ഗുഡ്സ് അയച്ചു കൊടുത്തു. ഇത് അയച്ചു കൊടുക്കാൻ വേണ്ടി എനിക്കൊരു 15,000 രൂപ എക്സ്പെൻസായി, ഒരു 15,000 റുപ്പീസ് എക്സ്പെൻസായി. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, 15,000 എക്സ്പെൻസായി. അപ്പോൾ ഇവിടെ ഒരു 10 ഗുഡ്സ് നഷ്ടപ്പെട്ട് ഇതിനകത്ത് ഞാൻ 100 അയച്ചു കൊടുത്തു, അതിൽ 80 അവൻ സെയിൽ ചെയ്തു. ശ്രദ്ധിക്കുക, 100 അയച്ചു കൊടുത്തു, 100 ഗുഡ്സ് അയച്ചു കൊടുത്തു, ഇതിൽ അവ 80 സെയിൽ ചെയ്തു. ബാക്കി 20 ഇല്ലേ? ബാക്കി 20 ഗുഡ്സ് ബാലൻസ് ഇല്ലേ? ഈ 20ക്കകത്ത് 10 നഷ്ടപ്പെട്ടു. 10 ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി. അപ്പോൾ നഷ്ടപ്പെട്ട ആ 10 ഗുഡ്സിൻ്റെ വാല്യൂ എത്രയാണ്? ബാലൻസ് എത്രയുണ്ട്?
ഈ 100 അയച്ചു കൊടുത്ത് 80 സെയിൽ ചെയ്ത് ബാലൻസ് 20 ഉണ്ട്. ആ 20-ൽ 10 മോഷണം പോയി, ബാക്കി 10 ക്ലോസ് സ്റ്റോക്ക് ആയിട്ടില്ലേ? ആ ക്ലോസിങ് സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയാണ്? അങ്ങനെ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇവിടെ നഷ്ടപ്പെട്ടു പോയ 10 ഗുഡ്സിൻ്റെ വാല്യൂം കണ്ടുപിടിക്കണം, ബാക്കിയുള്ള സ്റ്റോക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? സിമ്പിൾ. അബ്നോർമൽ ലോസ് ചെയ്യാൻ നേരത്തെ നമ്മൾ നേരത്തെ പഠിച്ചെന്താണ്? ഇവിടെ ഇത് ഗുഡ്സ്, ടോട്ടൽ ഗുഡ്സ് എത്രയാണ്? ടോട്ടൽ ഗുഡ്സ് 1 lakh ആയിട്ടുണ്ട്. ഇത് അയച്ചു കൊടുക്കാൻ വേണ്ടി എനിക്ക് എത്ര ആയിട്ടുണ്ട്? ഗുഡ്സ് അയച്ചു കൊടുക്കാൻ വേണ്ടി എനിക്കൊരു 15,000 ആയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഇതുവരെ ആ ഗുഡ്സിന് വേണ്ടി 1,15,000 രൂപ ആയിട്ടില്ലേ? ടോട്ടൽ ആ ഗുഡ്സിന് വേണ്ടി എനിക്ക് 1,15,000 രൂപ ആയിട്ടുണ്ട്. 1,15,000 എനിക്ക് ആയിട്ടുണ്ട്. ഈ 1,15,000 രൂപ ആയത് എത്ര ഗുഡ്സിനും അയക്കുന്നത്? 100 ഗുഡ്സിനല്ലേ? ഡിവൈഡഡ് ബൈ 100. എങ്കിൽ നഷ്ടപ്പെട്ടു പോയ 10 ഗുഡ്സിൻ്റെ വാല്യൂ എത്രയാണ്? ഇവിടെ നമ്മൾ ചെയ്യാൻ നേരത്ത് ഈ 1 lakh മാത്രമല്ല, ആ ഗുഡ്സിന്മേൽ ഉണ്ടായ ഡയറക്റ്റ് എക്സ്പെൻസും എടുക്കണം. ആ ഗുഡ്സ് അവൻ്റെ എത്താൻ വരെ ഉണ്ടായ എല്ലാ എക്സ്പെൻസും എടുക്കണം. പ്ലസ് അവൻ്റെ എത്തിയ ശേഷം അവനത് അക്സെപ്റ്റ് ചെയ്യാൻ വരെ ഉണ്ടാകുന്ന എക്സ്പെൻസും എടുക്കണം, ഡയറക്റ്റ് എക്സ്പെൻസ്. അവന് സെല് ചെയ്യാനുള്ള എക്സ്പെൻസ് ഒന്നുമില്ല, അവനത് ക്യാരേജ് ഇൻവേർഡോ ഫ്രൈറ്റ് ഇൻവേർഡോ ആയിട്ടുണ്ടെങ്കിൽ അതും എടുക്കണം. ആരുടെ? കൺസൈനറിൻ്റെ ഡാറ്റ എക്സ്പെൻസ് എടുക്കുക, പ്ലസ് കൺസൈന് ഡാറ്റ എക്സ്പെൻസ് എടുക്കുക. ഓക്കെ, ഗുഡ്സിന് വേണ്ടി ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസും എടുക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ ഈ ഗുഡ്സ് 1000 ഗുഡ്സിന് വേണ്ടി 1 lakh ആയിട്ടുണ്ട്. അതിന് വേണ്ടി അഡീഷണൽ എക്സ്പെൻസ് എത്രയാണ്? ഒരു 15,000 ആയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ആ ഗുഡ്സിന് വേണ്ടി ആയിട്ടുള്ളത് 1,50,000 ആണ്. 1,50,000 എക്സ്പെൻസ് ആയിട്ടുണ്ട്. ഈ 1,50,000 എക്സ്പെൻസ് എന്നത് എത്ര ഗുഡ്സിന് മേലാണ്? 100 ഗുഡ്സിന് മേലെ. എങ്കിൽ 10 ഗുഡ്സിൻ്റെ വാല്യൂ എത്രയാണ്? 11,500 റുപ്പീസ് ആവും. സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. ഓക്കെ, ഇനി എന്താ? ഇനി നമുക്ക് എന്താണ്? സ്റ്റോക്ക്. നമ്മൾ എത്ര ഗുഡ്സാണ്? ഞാൻ ഗുഡ്സ് അയച്ചത് 1000 ഗുഡ്സ് അയച്ചു കൊടുത്തു. അതിൽ 80 സെയിൽ ചെയ്തു, 10 ലോസായി. ബാലൻസ് എത്രയുണ്ട്? ബാലൻസ് 10 ഗുഡ്സ് ബാലൻസ് ഇല്ലേ? 10 അത് സ്റ്റോക്ക് അല്ലേ? ആ സ്റ്റോക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻറ്റ് എന്ന് പറയും. സ്റ്റോക്ക് ക്ലോസ് സ്റ്റോക്കാണ്, സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻറ്റ് എന്ന് പറയും. ആ 10 ഗുഡ്സിൻ്റെ വാല്യൂ എത്രയാണ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഒന്നുമില്ല, സെയിം. ടോട്ടൽ ഇതുവരെ എത്ര രൂപ ആയിട്ടുണ്ട്? ചിലവായിട്ടുണ്ട് 1 lakh പ്ലസ് 15,000. അപ്പോൾ ഈ 1,50,000 എന്നത് 100 ഗുഡ്സിനാണെങ്കിൽ ആ ബാലൻസ് ഉള്ള 10 ഗുഡ്സിൻ്റെ വാല്യൂ എത്രയാണ്? എത്ര വരും? 11,500 റുപ്പീസ് തന്നെ വരും. 11,500 റുപ്പീസ് തന്നെ വരും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, ജസ്റ്റ് ബ്രീഫായിട്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ അബ്നോർമൽ ലോസിൻ്റെ വാല്യൂഷനും ബാലൻസ് ഉള്ള സ്റ്റോക്ക് ക്ലോസ് സ്റ്റോക്കിൻ്റെ വാല്യൂഷനും നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ഡാറ്റ തരത്തില്ല, അതിങ്ങനെ വേണം ചെയ്യാൻ. അപ്പോൾ ഇതുവരെ എത്ര എക്സ്പെൻസ് ആയി ഡിവൈഡഡ് ബൈ എത്ര ഗുഡ്സിന് മേലെ അയക്കുന്നത് ഇൻറ്റു ഇപ്പോൾ എത്ര ഗുഡ്സാണ് നഷ്ടപ്പെട്ടത് അടിച്ചാൽ മാത്രം മതി. ഓക്കെ, ഇത് കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ എങ്ങനെ, ഇൻവോയ്സ് പ്രൈസ് ആണെങ്കിൽ എങ്ങനെ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഗുഡ്സ് ഇൻവോയ്സിൽ അയച്ചാൽ, ഗുഡ്സ് ഞാൻ ഇൻവോയ്സിലാണ് അയച്ചെങ്കിൽ എങ്ങനെ? ഫോർ എക്സാമ്പിൾ, ഈ ഗുഡ്സ് സെൻഡ് ടു ഇൻവോയ്സ്. ഇപ്പോൾ ആലോചിച്ച് നോക്കുക, ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പം 1,00,000 രൂപയുടെ ഗുഡ്സ് അയച്ചു കൊടുത്തു, 1 lakhൻ്റെ ഗുഡ്സ് അയച്ചു കൊടുത്തു. എന്നിട്ട് അവനത് പറയാണ് നീ ഒരു 1,50,000 രൂപയ്ക്ക് വിൽക്കാൻ പറയുക. അവൻ ശ്രദ്ധിക്കുക, അവന് 1,50,000 രൂപയ്ക്ക് വിറ്റു. ഓക്കെ, ഇത് 1,50,000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ അവന് മനസ്സിലായി എന്ത്? മുതലാളിയുടെ പ്രോഫിറ്റ് എത്രയാണ്? 50,000 ഒന്നും കൺസൈനിക്ക് മനസ്സിലാവുമല്ലേ? ഞാൻ 1,00,000 രൂപ ഗുഡ്സ് അയച്ചു കൊടുത്തു, 1,00,000 രൂപ വില, അതിനകത്ത് പറയാം. അപ്പോൾ അവൻ ഒരു 1,50,000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ എൻ്റെ പ്രോഫിറ്റ് 50,000 മനസ്സിലായി. അങ്ങനെ നിങ്ങൾ ആലോചിച്ചു, നമ്മുടെ തൊഴിലാളിക്ക് നമ്മുടെ പ്രോഫിറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അപ്പോൾ നമ്മുടെ കമ്മീഷൻ കൂട്ടി ചോദിക്കത്തില്ലേ? കമ്മീഷൻ കൂട്ടി ചോദിക്കും. അപ്പോൾ അല്ലെങ്കിൽ അവർ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ വരുന്ന ടൈമിൽ ഞാനിപ്പം 1 lakhൻ്റെ കൂടെ എൻ്റെ പ്രോഫിറ്റ് എത്രയാണ്? ഒരു 1,20,000. ഈ 20,000 പ്രോഫിറ്റ് കൂടി ചേർത്ത് അയച്ചേക്കുന്നത്. ഇപ്പോൾ അവൻ്റെ 1,20,000 ഗുഡ്സ് അവൻ്റെ എത്തി ഇല്ല, അവൻ്റെ കയ്യിൽ 1,20,000 ഗുഡ്സ് എത്തി. ഈ 1,20,000 അവൻ്റെ കോസ്റ്റ് ആയിട്ടാണ് ചിന്തിച്ചേക്കുന്നത്. ഞാൻ ഈ 1 lakh ആണ് കോസ്റ്റ്, അവരുടെ 20,000 പ്രോഫിറ്റും കൂടി ലോഡ് ചെയ്തിട്ടാണ് ഞാൻ അയച്ചു കൊടുത്തത്. അങ്ങനെ ഗുഡ്സ് സെൻഡ് ചെയ്യണത് പ്രോഫിറ്റും കൂടി ലോഡ് ചെയ്തിട്ടാണെങ്കിൽ, അപ്പോൾ എനിക്ക് അവൻ്റെ കറക്റ്റ് പ്രോഫിറ്റ് അറിയണമല്ലോ, കറക്റ്റ് പ്രോഫിറ്റ് ആണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഞാൻ 1 lakhൻ്റെ ഗുഡ്സ് അയച്ചു കൊടുത്തു, നീ 1,50,000ക്ക് വിൽക്കാൻ പറഞ്ഞു. അപ്പോൾ 50,000 പ്രോഫിറ്റ് നമ്മൾ അറിയും അല്ലേ? അതിലൊരു സുഖമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അയക്കുന്ന ഗുഡ്സിൻ്റെ കൂടെ എൻ്റെ പ്രോഫിറ്റ് എമൗണ്ട് കൂടി ലോഡ് ചെയ്തിട്ട് അയക്കും. അപ്പോൾ 1 lakhൻ്റെ കൂടെ 20,000 പ്രോഫിറ്റ് ലോഡ് ചെയ്തിട്ട് അയച്ചു. അങ്ങനെ പ്രോഫിറ്റ് ഇൻവോയ്സ് പ്രൈസിലാണ് അയക്കുന്നതെങ്കിൽ, ഇൻവോയ്സ് പ്രൈസ് പ്രോഫിറ്റും കൂടി ചേർത്താണ് ഞാൻ അയച്ചു കൊടുക്കുന്നതെങ്കിൽ,
ഗുഡ്സ് സെൻഡ് ചെയ്യുന്നെങ്കിൽ ഇതിൽ കിടക്കുന്ന പ്രോഫിറ്റിനെ ക്യാൻസൽ ചെയ്യണം. കാരണം എങ്കിൽ അവൻ്റെ കറക്റ്റ് പ്രോഫിറ്റ് നമുക്ക് ഈ കൺസൈൻമെൻറ്റിൻ്റെ കറക്റ്റ് പ്രോഫിറ്റ് നമുക്ക് അറിയാൻ പറ്റും. ഇതിൽ കിടക്കുന്ന 20,000 പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. അപ്പോൾ ഗുഡ്സിനെ അയച്ചു കൊടുക്കുന്ന ടൈമിൽ പ്രോഫിറ്റ് അത് ഇൻക്ലൂഡ് ആണെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്യണം. അപ്പോൾ ഡെബിറ്റിൽ കിടക്കുന്ന പ്രോഫിറ്റിനെ ക്യാൻസൽ ചെയ്യുന്നത് എന്ത് ചെയ്താൽ മതി? ക്രെഡിറ്റ് ചെയ്താൽ പോരെ? 20,000 ക്രെഡിറ്റ് ചെയ്താൽ മതി. എന്ത് പേരിൽ? നമ്മൾ ഏത് ലെഡ്ജർ അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്നല്ലേ? അതേ പേരിൽ തന്നെ എന്ത് ചെയ്താൽ മതി? ഡെബിറ്റ് ചെയ്താൽ മതി. എന്ത് പേര് തന്നെ? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്ന പേരിൽ തന്നെ ക്രെഡിറ്റ് ചെയ്താൽ മതി. നമ്മൾ ഗുഡ്സ് അയച്ചു കൊടുക്കുന്ന പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റും കൂടി ചേർത്താണ് അയച്ചു കൊടുക്കുന്നതെങ്കിൽ ആ പ്രോഫിറ്റ് എലമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്താൽ മതി. ഡെബിറ്റിൽ കിടക്കുന്ന പ്രോഫിറ്റിനെ ക്യാൻസൽ ചെയ്യാൻ ക്രെഡിറ്റ് ചെയ്താൽ മതി. എന്ത് പേരിൽ? അതേ ലെഡ്ജർ ഹെഡ് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്ന പേരിൽ തന്നെ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിപ്പം നെക്സ്റ്റ് ഞാനിപ്പോൾ ഗുഡ്സ് അയച്ചു കൊടുത്തു. ഒരു 100 രൂപയുടെ ഗുഡ്സ് അയച്ചു. അതിനകത്ത് ഒരു 1000 രൂപയുടെ ഗുഡ്സ് ഞാൻ 1200 അയച്ചത്. അപ്പോൾ 200 രൂപ പ്രോഫിറ്റ് ലോഡ് ചെയ്തിട്ടുണ്ട്. 200 രൂപ പ്രോഫിറ്റ്. അപ്പോൾ ടോട്ടൽ എത്ര? 1,20,000 ഗുഡ്സ് അയച്ചു കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് ഒരു 20,000 പ്രോഫിറ്റ് ഉണ്ട് എലമെൻ്റ് ഉണ്ടല്ലോ. അതിനെ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. 20,000 ക്രെഡിറ്റ് ചെയ്തു. എന്ത് പേര് തന്നെ? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്ന പേര് തന്നെ ക്രെഡിറ്റ് ചെയ്തു. ക്ലിയർ? അപ്പോൾ ഞാൻ 100 രൂപയുടെ ഗുഡ്സ് 1200 1000 രൂപ ഗുഡ്സ് 1200 അയച്ചത്. അപ്പോൾ 200 രൂപ പ്രോഫിറ്റ് ആണ്. അത് ക്യാൻസൽ ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് പേര് ക്രെഡിറ്റ് ചെയ്തു. ഇതിൽ ഓക്കെ, ഇതിൻ്റെ അവൻ എന്ത് ചെയ്തു? അവ സെയിൽ ചെയ്തു. ഒരു 80 ഗുഡ്സ് സെയിൽ ചെയ്തു. ശ്രദ്ധിച്ചേക്കുക, ഒരു 80 ഗുഡ്സ് സെയിൽ ചെയ്തു. എത്ര രൂപയ്ക്ക്? 1200 വിറ്റു. അപ്പോൾ 96,000 കിട്ടിയില്ലേ? ബാലൻസ് എത്രയുണ്ട്? ബാലൻസ് ഒരു 20 ഇല്ലേ? ആ 20 വാല്യൂ ചെയ്യുന്ന കോസ്റ്റ് ആയിരിക്കുമോ ഇൻവോയ്സ് പ്രൈസിലായിരിക്കുമോ? ഞാൻ ഗുഡ്സ് അയച്ചു കൊടുത്തത് ഇൻവോയ്സ് പ്രൈസ് അല്ലേ? അപ്പോൾ ഈ കിടക്കുന്നതും എന്ത് പ്രൈസ് തന്നെ ആയിരിക്കും? ഇൻവോയ്സ് പ്രൈസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള ക്ലോസിംഗ് സ്റ്റോക്കിനകത്തും ഇൻവോയ്സ് പ്രൈസിലാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ക്ലോസിംഗ് സ്റ്റോക്കിൽ കിടക്കുന്ന പ്രോഫിറ്റിനെ ക്യാൻസൽ എന്ത് ചെയ്യണം? നമുക്കറിയാലോ, ക്ലോസിംഗ് സ്റ്റോക്കിനെ ക്യാൻസൽ എന്ത് ചെയ്താൽ മതി? ഇപ്പം ഡെബിറ്റിൽ കിടക്കുന്ന ഈ പ്രോഫിറ്റിനെ ക്യാൻസൽ എന്ത് ചെയ്തു? നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഈ 24 ബാലൻസ് ഉള്ള സ്റ്റോക്കിൻ്റെ എമൗണ്ടിലും പ്രോഫിറ്റ് ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ക്യാൻസൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എന്ത് പേരിൽ? സ്റ്റോക്ക് റിസർവ് എന്ന പേരിൽ. അതെങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം ബാലൻസ് എത്ര സ്റ്റോക്ക് കണ്ടുപിടിക്കാം. ഞാനിപ്പം 100 ഗുഡ്സ് അയച്ചു കൊടുത്തു. അതിൽ 80 വിറ്റു. ബാലൻസ് 20 ഉണ്ട്. ആ 20ൻ്റെ വാല്യൂ എത്രയായിരിക്കും? ഈ ഗുഡ്സ് അയച്ചു കൊടുത്ത ഏത് പ്രൈസില്ല? ഇൻവോയ്സ് പ്രൈസ് അല്ലേ? അപ്പോൾ 1,20,000 എന്നത് 100 ഗുഡ്സിൻ്റെ വാല്യൂ ആണെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് കൊണ്ട് ചേർത്ത് ഇൻവോയ്സ് പ്രൈസ് തന്നെ റെക്കോർഡ് ചെയ്താൽ മതി. അത് കോസ്റ്റ് പ്രൈസ് റെക്കോർഡ് ചെയ്യണം. ഇൻവോയ്സ് പ്രൈസിലാണ് അയച്ചു കൊടുത്തെങ്കിൽ സ്റ്റോക്ക് വാല്യൂ ചെയ്ത് ഇൻവോയ്സ് പ്രൈസ് തന്നെ റെക്കോർഡ് ചെയ്താൽ മതി. എന്നിട്ട് അതിലെ പ്രോഫിറ്റ് എടുത്ത് ക്യാൻസൽ ചെയ്യാൻ ഡെബിറ്റ് ചെയ്താൽ മതി. ഓക്കെ, 1,20,000 ആണ് സ്റ്റോക്കിൻ്റെ വാല്യൂ. 1,20,000 ഡിവൈഡഡ് ബൈ എത്ര ഗുഡ്സിൻ്റെ ചെയ്യുക? ഈ 100 ഗുഡ്സിൻ്റെ. എങ്കിൽ 20ൻ്റെ വാല്യൂ എത്രയാണ്? 24,000. 1,20,000 എന്ന് ഇൻവോയ്സ് പ്രൈസിലാണ് അയച്ചു കൊടുത്തത്. അപ്പോൾ സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ ഇൻവോയ്സ് പ്രൈസ് തന്നെ വാല്യൂ ചെയ്താൽ മതി. എങ്ങനെ വാല്യൂ ചെയ്യും? ഈ ഗുഡ്സിൻ്റെ വാല്യൂ എത്രയാണ്? 100. ടോട്ടൽ 1,20,000 ആണ് വാല്യൂ. അപ്പോൾ 1,20,000 ഡിവൈഡഡ് ബൈ എത്ര ഗുഡ്സിന്മേലാണ്? 100 ഗുഡ്സിൻ ഇൻറ്റു എത്ര അടിച്ചാൽ മതി? ഇൻറ്റു 20 അടിച്ച്. അപ്പോൾ 20 ഗുഡ്സിന് വാല്യൂ കിട്ടും. എത്ര കിട്ടും? 24,000 കിട്ടും. 24,000 കിട്ടും. ഇനി സിമ്പിൾ. ഇനി ഈ 24,000-നകത്ത് പ്രോഫിറ്റ് ലോഡ് ചെയ്തിട്ടില്ലേ? ആ പ്രോഫിറ്റ് എമൗണ്ട് ക്യാൻസൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എങ്ങനെ കണ്ടുപിടിക്കും? എത്ര ഗുഡ്സാണ് ഉള്ളത്? 20 ഗുഡ്സ്. അപ്പോൾ 20 ഇൻറ്റു ഞാൻ 1000 രൂപയുടെ പ്രൊഡക്റ്റ് 1200 ആണ് അവന് കൊടുത്തത്. അപ്പോൾ 200 രൂപയിലെ പ്രോഫിറ്റ് ലോഡ് ചെയ്തിരിക്കുന്നത് 200 രൂപയാണ് പ്രോഫിറ്റ് ലോഡ്. അപ്പം 20. അപ്പോൾ ഇതിനകത്ത് 20 ഇൻറ്റു 200 അടിക്കുമ്പോൾ എത്ര കിട്ടും? 4,000 കിട്ടും. അതിനെന്ത് ചെയ്താൽ മതി? ഈ 24,000-നകത്ത് 4,000 രൂപ പ്രോഫിറ്റ് എലമെൻ്റ് ഉണ്ട്. ഇവിടെ ആലോചിച്ച് നോക്കിയേ. ഇവിടെ എത്ര? 100 ഗുഡ്സ് ഇൻറ്റു 1000. അപ്പോൾ 1,00,000-ൻ്റെ ഗുഡ്സാണ് ഞാൻ 1,20,000 കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 20,000 രൂപ എന്തുണ്ട്? പ്രോഫിറ്റ് ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. 20,000 ക്രെഡിറ്റ് ചെയ്തു. അതേ വാല്യൂ തന്നെ. അപ്പോൾ 1,20,000-ൻ്റെ ഗുഡ്സാണ് നമ്മുടെ എത്തിയത്. ആ 1,20,000 ഇൻവോയ്സ് പ്രൈസ് ആണ്. ഡിവൈഡഡ് ബൈ അത് 100 ഗുഡ്സിൻ്റെ വാല്യൂ ആണെങ്കിൽ ബാലൻസ് ഉള്ള 20 ഗുഡ്സിൻ്റെ വാല്യൂ എത്രയാണ്? 24,000. നമുക്ക് സ്റ്റോക്കിൻ്റെ വാല്യൂ കിട്ടി. സ്റ്റോക്ക് ഇൻവോയ്സ് പ്രൈസിൽ കിടക്കുകയാണെങ്കിൽ അതിലെ ഇൻവോയ്സ് പ്രൈസിനെ ക്യാൻസൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എന്ത് പേരിൽ? സ്റ്റോക്ക് റിസർവ് എന്ന പേരിൽ. സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിലെയും ക്ലോസിംഗ് സ്റ്റോക്കിലെയും ക്യാൻസൽ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അല്ല, സ്റ്റോക്ക് റിസർവ് അക്കൗണ്ടിലോട്ട് മാറ്റും. ഇനി സ്റ്റോക്ക് റിസർവ് ഓപ്പൺ സ്റ്റോക്കിലും ക്ലോസ് സ്റ്റോക്കിലും മാറ്റാൻ ഡെബിറ്റ് ചെയ്യണം, അങ്ങനെയല്ല.
ഓപ്പൺ സ്റ്റോക്കിൽ ഉണ്ടെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. ക്ലോസ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. ഏത് അക്കൗണ്ടിലോട്ട്? സ്റ്റോക്ക് റിസർവ് അക്കൗണ്ടിലോട്ട് മാറ്റണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 20 ഗുഡ്സ് ബാലൻസ് ഉണ്ട്, 20 ഗുഡ്സ്. അപ്പം എനിക്കറിയാം പ്രോഫിറ്റ് ലോഡ് എന്ന് പറയുമ്പോൾ 1000 രൂപയുടെ ഗുഡ്സിന് 1200 കൊടുത്തത്. അപ്പോൾ 200 രൂപയാണ് പ്രോഫിറ്റ്. അപ്പോൾ 20 × 200 ചെയ്യുമ്പോൾ 4000 കിട്ടും. ഓക്കെ, ഇനി ഒട്ടും വേണ്ട, ടോട്ടൽ 1,20,000 അല്ലേ, അതിൽ എത്ര പ്രോഫിറ്റ് ലോഡ് ചെയ്തിരിക്കുന്നത്? 20,000 അല്ലേ. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് ലോഡ് ചെയ്യുമ്പോൾ 20,000 ആണ്. അപ്പോൾ ടോട്ടൽ 20,000 എന്നത് എത്രേൻ്റെയാണ്? 100 ഗുഡ്സിൻ്റെ പ്രോഫിറ്റ് ആണെങ്കിൽ 20 ഗുഡ്സിൻ്റെ പ്രോഫിറ്റ് എമൗണ്ട് എത്രയാണ്? അപ്പോഴും എത്ര തന്നെ കിട്ടും? 4000 കിട്ടും. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് 20,000 എന്നത് 100 ഗുഡ്സിൻ്റെ ആണെങ്കിൽ 20 ഗുഡ്സിൻ്റെ എത്രയാണ്? 4,000 കിട്ടും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് അങ്ങനെ അത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഈ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ എത്ര ഗുഡ്സ് നഷ്ടപ്പെട്ട് അബ്നോർമൽ ലോസിൻ്റെ വാല്യൂഷൻ കണ്ടുപിടിക്കുന്നതും സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻറ്റ് എത്ര സ്റ്റോക്ക് ബാലൻസ് ഉണ്ടോ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതാണ് ടാസ്ക്. ഇവിടെ അതിനകത്ത് ഇപ്പോൾ അബ്നോർമൽ ലോസ് സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻറ്റ് ഇപ്പോൾ 24 സ്റ്റോക്ക് ബാലൻസ് ഉണ്ട്, അതിൽ ഇൻവോയ്സ് പ്രൈസിൽ കിടക്കുകയാണ്, അതിനെ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതുപോലെ ലോസിലും കാണും. അബ്നോർമൽ ലോസും ഇൻവോയ്സ് പ്രൈസിലാണെങ്കിൽ അതിൽ കിടക്കുന്ന പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. എങ്ങനെ നോക്കാം. ഫസ്റ്റ് ഞാൻ ഗുഡ്സ് അയച്ചു കൊടുത്തു. എത്രയാണ്? 100 ഗുഡ്സ് അയച്ചു കൊടുത്തു. 100 ഗുഡ്സ് അയച്ചു. 1000 രൂപ ഗുഡ്സ് 1200 കൊടുത്തു. അപ്പോൾ 200 രൂപയാണ് പ്രോഫിറ്റ് എന്ന് മനസ്സിലാക്കുക. 200 പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 1,20,000 അയച്ചു കൊടുത്തു. ഇതിൽ കിടക്കുന്ന ഈ 20,000 എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഏത് പേരിൽ തന്നെ? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. ഇതിൽ ഞാൻ വിറ്റു. എത്രയാണ്? ഒരു 100 ഗുഡ്സ് വിറ്റു. 100 ഗുഡ്സ് വിറ്റു. എത്ര രൂപയ്ക്ക് വിറ്റു? 100 ഗുഡ്സ് ഞാൻ 100 ഗുഡ്സിനകത്ത് 80 ഗുഡ്സാണ് വിറ്റത്. 100 അയച്ചു കൊടുത്തെങ്കിൽ 80 ഗുഡ്സ് വിറ്റു. 1200 വിറ്റത്. അപ്പോൾ ടോട്ടൽ 96,000 വിറ്റു. ക്ലിയർ? ഇനി ശ്രദ്ധിക്കുക. അപ്പോൾ ടോട്ടൽ 100 അയച്ചു കൊടുത്തു. ഇതിൽ 80 വിറ്റു, ബാക്കി 20 ഉണ്ട്. ആ 20 10 നഷ്ടപ്പെട്ടു. 10 ഗുഡ്സ് നഷ്ടപ്പെട്ടു. 10 മോഷണം പോയി, അല്ലെങ്കിൽ ഫയർ ഉണ്ടായി, 10 നഷ്ടപ്പെട്ടു. ഇറ്റ്സ് അബ്നോർമൽ ലോസ് അല്ലേ? നാച്ചുറലായിട്ട് സംഭവിക്കുന്നതല്ലോ. ലോസ് അബ്നോർമൽ ലോസാണ്. ആ അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ, നഷ്ടപ്പെട്ട 10 ഗുഡ്സിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? എത്ര രൂപ അയക്കുന്നത്? ആ ഗുഡ്സിൻ്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ 1,20,000 ഇല്ല, ഇൻവോയ്സ് പ്രൈസും കൂടി ചേർത്ത് 1,20,000 എന്നത് 100 ഗുഡ്സിന്മേലാണെങ്കിൽ 10 ഗുഡ്സിൻ്റെ വാല്യൂ എത്രയാണ്? 12,000 റുപ്പീസ്. 12,000 ആവും. ഓക്കെ അല്ലേ? ടോട്ടൽ അതുവരെ ഉണ്ടായ കോസ്റ്റ് 1,20,000. അപ്പോൾ പറയും ഇൻവോയ്സ് പ്രൈസ്, ആ ഇൻവോയ്സ് പ്രൈസ് തന്നെ വാല്യൂ ചെയ്താൽ മതി. അബ്നോർമൽ ലോസ് ഇൻവോയ്സ് പ്രൈസ് തന്നെ വാല്യൂ ചെയ്താൽ മതി. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ എത്രയാണ്? ടോട്ടൽ 1,20,000 ആയിട്ടുണ്ട്. 1,20,000 എന്നത് ചിലപ്പോൾ ഡാറ്റ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്യും. ഇവിടെ ഡാറ്റ എക്സ്പെൻസ് ഞാൻ പറഞ്ഞിട്ടില്ല. ഡാറ്റ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ ടോട്ടൽ 1,20,000. ആ 1,20,000 എന്നത് 100 ഗുഡ്സിന് മേലെ അയക്കുന്നത് എങ്കിൽ 10 ഗുഡ്സിൻ്റെ വാല്യൂ എത്രയാണ്? നഷ്ടപ്പെട്ട 10 ഗുഡ്സ് എത്രയാണ്? 12,000 ആണ്. ഇത് ഇൻവോയ്സ് പ്രൈസ് അല്ലേ? അപ്പോൾ ഇതിൽ കിടന്ന ഇൻവോയ്സ് പ്രൈസിനെ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അബ്നോർമൽ ലോസ് എത്രയാണ്? നമുക്കറിയാം 10 ഗുഡ്സാണ് നഷ്ടപ്പെട്ട. 10 ഗുഡ്സ് എത്രയാണ്? പ്രോഫിറ്റ് ലെവൽ എത്രയാണ്? 100 ഗുഡ്സ് 1000 രൂപയുടെ ഗുഡ്സ് 1200 അയച്ചത്. അപ്പം 200 അല്ലേ പ്രോഫിറ്റ്? അപ്പം 10 × 200 എത്ര? 2000 കിട്ടും. ഇനി അല്ല ചെയ്യുക. ടോട്ടൽ ഇൻവോയ്സ് പ്രൈസ് 20,000 അല്ലേ? അപ്പോൾ 20,000 എന്നത് 100 ഗുഡ്സിന്മേലാണെങ്കിൽ 10 ഗുഡ്സിൻ്റെ വാല്യൂ എത്രയാണ്? അപ്പോഴും 2000 കിട്ടും. സിമ്പിൾ അല്ലേ? ഇനി ബാലൻസ് 10 ഗുഡ്സ് ബാലൻസ് ഇല്ലേ? ബാലൻസ് 10 ഗുഡ്സ് ഉണ്ട് അല്ലേ? ബാലൻസ് 10 ഉണ്ട്. എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ടോട്ടൽ 1,20,000 എന്നത് 100 ഗുഡ്സിന്മേലാണെങ്കിൽ 10 ഗുഡ്സിൻ്റെ വാല്യൂ എത്രയാണ്? 12,000. ഇതും ഇൻവോയ്സ് പ്രൈസ് അല്ലേ? ഇതിനെ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്കിനകത്തുള്ള എന്താണ്? റിസർവിനെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോഡഡ് എമൗണ്ടിനെ ക്യാൻസൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എന്ത് പേര് തന്നെ? സ്റ്റോക്ക് റിസർവ് എന്ന പേരിലാണ്. സ്റ്റോക്ക് റിസർവ്. അബ്നോർമൽ ലോസിനകത്ത് കിടക്കുന്ന പ്രോഫിറ്റിനെ ക്യാൻസൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഏത് പേര് തന്നെ? അബ്നോർമൽ ലോസ് എന്ന പേര് തന്നെ. ലെഡ്ജർ ഹെഡ് മാറരുത്. എങ്ങനെ മനസ്സിലായും? ടോട്ടൽ നമുക്കറിയാം 200 പ്രോഫിറ്റ് എലമെൻറ്റ്. അപ്പോൾ എത്ര ഗുഡ്സ് നഷ്ടപ്പെട്ടെ? എത്രയാണ്? 10 × 200 എത്ര വരും? 2000 വരും അല്ലേ? അപ്പോൾ ഇവിടെ അങ്ങനെയും ചെയ്യാം. ടോട്ടൽ എത്രയാണ്? പ്രോഫിറ്റ് എമൗണ്ട് എത്രയാണ്? 20,000 ആണ്. ആ 20,000 എന്നത് 100 ഗുഡ്സിൻ്റെ ആണെങ്കിൽ 10 ഗുഡ്സിൻ്റെ വാല്യൂ എത്രയാണ്? 10 ഗുഡ്സിൻ്റെ വാല്യൂ എത്രയാണ്? 10ൻ്റെ വാല്യൂ എത്രയാണ്? 2,000 കിട്ടും. ദാറ്റ്സ് ഇറ്റ്. ഇനി ക്രെഡിറ്റ് സൈഡ് എല്ലാം കൂടി കൂട്ടി ഡെബിറ്റ് സൈഡ് കുറയ്ക്കുമ്പം ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ പ്രോഫിറ്റും ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ എന്ത്? ലോസുമാണ്.
അപ്പോൾ ഇങ്ങനെയാണ് അബ്നോർമൽ ലോസിൻ്റെ വാല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അത് കോസ്റ്റിലാണെങ്കിൽ എങ്ങനെ, ഇൻവോയ്സ് പ്രൈസ് ആണെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് നമ്മൾ ഗുഡ്സ് അയച്ചിട്ട് ഇൻവോയ്സ് പ്രൈസിലാണെങ്കിൽ അത് കിടക്കുന്ന ഇൻവോയ്സ് പ്രൈസ് നമ്മൾ ക്യാൻസൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ അബ്നോർമൽ ലോസും ഇൻവോയ്സ് പ്രൈസ് തന്നെ വാല്യൂ ചെയ്യേണ്ടി വരും. അതിലുള്ള പ്രോഫിറ്റിനെ ക്യാൻസൽ ചെയ്ത് ഡെബിറ്റ് ചെയ്താൽ മതി. ഏത് പേര് തന്നെ, അബ്നോർമൽ ലോസ് തന്നെ. ഇനി ബാലൻസ് ഉള്ള സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻറ്റ്, ബാലൻസ് ഉള്ള ഇരിക്കുന്ന സ്റ്റോക്കിൻ്റെ എത്ര വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം. എത്ര കോസ്റ്റ് ആയി നോക്കുക, എത്ര ഗുഡ്സിന് മേലെയാണ് നോക്കുക, എത്ര ഗുഡ്സ് ബാലൻസ് ഉണ്ടെന്ന് നോക്കുക. ദാറ്റ്സ് ഇറ്റ്. അത് ഇൻവോയ്സ് പ്രൈസ് ആണെങ്കിൽ അത് ക്യാൻസൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഏത് പേരിൽ, സ്റ്റോക്ക് റിസർവ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം, സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. വിൽ ഗെറ്റ് എ ബെറ്റർ ഐഡിയ. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിനോദ് സെൻഡ് ഗുഡ്സ് കോസ്റ്റിംഗ് ₹1 lakh ഓൺ കൺസൈൻമെൻറ്റ് ടു രാഹുൽ. അപ്പോൾ വിനോദ് കുറച്ച് ഗുഡ്സ് രാഹുലിന് കൺസൈൻമെൻറ്റ് ബേസിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൺസൈനർ ആരാണ്, കൺസൈനർ വിനോദാണ്. കൺസൈനി ആരാണ്, രാഹുലാണ്. വിനോദ് ഇൻകേർഡ് 5,000 പാക്കിംഗ് ചാർജ്. വിനോദിന് എന്തായിട്ടുണ്ട്, കൺസൈനറിന് പാക്കിംഗ് ചാർജസ് ആയിട്ടുണ്ട്. രാഹുൽ കൺസൈനിക്ക് എന്തായിട്ടുണ്ട്, ക്യാരേജ് ഇൻവേർഡ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താ, കൺസൈനിയുടെ ഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ, ഇനി അനദർ 10,000 ആ സെല്ലിംഗ് എക്സ്പെൻസ്. ഒരു 10,000 രൂപ എന്തായിട്ടുണ്ട്, സെല്ലിംഗ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, കൺസൈനിയുടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ, രാഹുൽ സോൾഡ് 4/5. ഒരു 4/5 ഗുഡ്സ് അയച്ചു കൊടുത്തതിൽ 4/5 ഗുഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, വിറ്റിട്ടുണ്ട്. എത്ര രൂപയ്ക്ക് വിറ്റു, 2 ലക്ഷം രൂപയ്ക്ക് വിറ്റു. രാഹുൽ ഈസ് എൻടൈറ്റിൽ ടു എന്ത്, ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ ഉണ്ട്. എത്രയാണ്, 10% ഡെൽ ക്രെഡിറ്റ് കമ്മീഷനുണ്ട്. ബാഡ് ഡെപ്റ്റ് 500 രൂപ. നമുക്കറിയാം ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ബാഡ് ഡെപ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യുമ്പം ഈ കളക്ഷൻ ആരുടെ ഡ്യൂട്ടിയാണ്, ആര് കളക്ട് ചെയ്യേണ്ടി വരും, കടത്തിൽ വിട്ടുണ്ടെങ്കിൽ ആര് കളക്ട് ചെയ്യേണ്ടി വരും, രാഹുൽ കളക്ട് ചെയ്യേണ്ടി വരും. പ്ലസ് ബാഡ് ഡെപ്റ്റ് ഒന്നും ആര് ബെയർ ചെയ്യത്തില്ല, കൺസൈനർ ബെയർ ചെയ്യത്തില്ല. ഓക്കെ, യു ആർ റിക്വയർഡ് ടു എന്തോ വേണ്ടേ, പ്രിപ്പയർ കൺസൈൻമെൻറ്റ് ടു രാഹുൽ അക്കൗണ്ട്. നമുക്ക് കുറേ കൺസൈനർ കാണുമല്ലോ, കുറേ കൺസൈനി കാണുമല്ലോ. അപ്പോൾ കൺസൈൻമെൻറ്റ് ടു രാഹുൽ, ഇപ്പോൾ വേറെ ആൾ, ശ്യാം, ഇപ്പോൾ കൺസൈൻമെൻറ്റ് ടു ശ്യാം, കൺസൈനിയുടെ പേര് കൊണ്ട് ചേർത്ത് പറഞ്ഞു. നമ്മൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാലും മതി, കുഴപ്പമൊന്നുമില്ല. കൺസൈൻമെൻറ്റ് ടു രാഹുൽ അക്കൗണ്ട്, അതായത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ആൻഡ് രാഹുൽ അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് വിനോദ്. വിനോദിൻ്റെ ബുക്കിലുള്ള നമ്മളിപ്പോൾ വിനോദ് ആരാണ്, കൺസൈനർ അല്ലേ. അപ്പോൾ ഞാൻ എന്ത് പ്രിപ്പയർ ചെയ്യും, ഒരു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. പ്ലസ് എന്തും പ്രിപ്പയർ ചെയ്യണം, രാഹുൽ കൺസൈനി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓരോന്ന് ചെയ്യുമ്പോഴും ഒന്നും കൂടി വായിക്കാം. ഗുഡ്സ് സെൻഡ് കോസ്റ്റിംഗ് 1 lakh ടു രാഹുൽ 1 lakhൻ്റെ കോസ്റ്റുള്ള ഗുഡ്സ് അയച്ചു. ഇത് ഇൻവോയ്സ് പ്രൈസിലല്ല, കോസ്റ്റ് തന്നെയാണ്. 1 lakhൻ്റെ ഗുഡ്സ് അയച്ചു. ഗുഡ്സ് അയക്കുമ്പോൾ എൻട്രി എന്താണ്, നമുക്ക് പഠിച്ചിട്ടുണ്ട്. ഗുഡ്സ് അയക്കുമ്പോൾ കൺസൈനർ ബുക്കിൽ എൻട്രി എന്താ, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗുഡ്സ് അയച്ചിട്ട് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും ഇല്ലേ, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. എന്നാണ് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് 1 lakh, ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് 1 lakh. ഓക്കെ, അടുത്തത് വിനോദിന് എത്ര രൂപ എക്സ്പെൻസ് ആയി. വിനോദ് ആരാ, കൺസൈനർ അല്ലേ. കൺസൈനറിൻ്റെ എക്സ്പെൻസ് 5,000 എക്സ്പെൻസ്, പാക്കിംഗ് ചാർജിന് 5,000 എക്സ്പെൻസ് ആയി. ഒരു കൺസൈനറിന് എക്സ്പെൻസ് ഉണ്ടാകുമ്പോൾ എൻട്രി എന്താ, കണ്ടോ, എക്സ്പെൻസ് ഇൻകേർഡ് ബൈ കൺസൈനറിന് എക്സ്പെൻസ് ഉണ്ടാകുന്ന എൻട്രി എന്താ, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ടു ബാങ്ക് എന്ന് എഴുതുക. ഈ പാക്കിംഗ് ചാർജ് ഒന്നും എഴുതേണ്ട കാര്യമൊന്നുമില്ല, ടു ബാങ്ക് എന്നങ്ങ് എഴുതിയാൽ മതി. ജസ്റ്റ് മനസ്സിലാക്കി ഇട്ടേക്കുന്നേ ഉള്ളൂ. ടു ബാങ്ക് എന്ന് എഴുതുക, 5,000 rupees. ദാറ്റ്സ് ഇറ്റ്. അടുത്തത് രാഹുൽ ഇൻകേർഡ് 5,000 ആസ് ക്യാരേജ് ഇൻവേർഡ്. രാഹുൽ ആര്, കൺസൈനിയുടെ എക്സ്പെൻസ് റെക്കോർഡ് നമ്മൾ എൻട്രി എന്താണ്, കൺസൈനി ദ എക്സ്പെൻസ് ഇൻകേർഡ് ബൈ കൺസൈനിയുടെ എക്സ്പെൻസ് എന്താണ്, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ്. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. എന്ത്, ടു ബാങ്ക് തന്നോ, അല്ല, കൺസൈനിക്ക് കൊടുക്കാനുണ്ട്, ടു കൺസൈനി എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതണം, എന്ത്, കൺസൈനിയുടെ പേര് എന്താ, ടു രാഹുൽ അല്ലേ. അപ്പോൾ ടു രാഹുലിന് എഴുതുക. ക്യാരേജ് ഇൻവേർഡ് നമ്മൾ അത് ഏത് എക്സ്പെൻസ് ആണെന്ന് റെക്കോർഡ് ചെയ്യുന്നുള്ളൂ, ടു ക്യാരേജ് ഇൻവേർഡ്. കാരണം ഇത് എഴുതിയാലുള്ള ഗുണം വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണോ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ടു രാഹുലിന് മാത്രം എഴുതിക്കാൻ ഏത് എക്സ്പെൻസ് ആണ് കത്തൂല. രാഹുൽ എത്ര, 5,000. അടുത്തെന്താ, വീണ്ടും ഒരു 10,000 രൂപ അവന് സെല്ലിംഗ് എക്സ്പെൻസ് ആയി, ഒരു 10,000 rupees സെല്ലിംഗ് എക്സ്പെൻസ് ആയി. അപ്പോഴും എൻട്രി എന്ത് തന്നെ,
കൺസൈനിയുടെ എക്സ്പെൻസിൻ്റെ എൻട്രി എന്താ? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈനി. അപ്പം അത് കൊടുക്കണ്ടേ, കൺസൈനിക്ക് കൊടുക്കണ്ടേ. അപ്പം ടു രാഹുൽ എന്ന് എഴുതുക, ബ്രാക്കറ്റ് സെല്ലിംഗ് എക്സ്പെൻസ് എഴുതുക, 10,000 റുപ്പീസ് റെക്കോർഡ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അടുത്തത് രാഹുൽ എത്രയാണ് സോൾഡ് 4/5 ഓഫ് ദ ഗുഡ്സ് സോൾഡ് ചെയ്ത്. അപ്പോൾ ടോട്ടൽ ഗുഡ്സ് അയച്ചതിനകത്ത് 4/5 സോൾഡ് ചെയ്ത്, അപ്പോൾ ബാക്കി 1/5 ബാലൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. എത്ര രൂപയ്ക്ക്? 2 ലക്ഷം രൂപയ്ക്ക് വിറ്റു. 2 ലക്ഷം രൂപയ്ക്ക് കൺസൈനി സെയിൽ ചെയ്ത്. കൺസൈനി സെയിൽ ചെയ്യുമ്പോൾ എൻട്രി എന്താണ്? കൺസൈനി സെയിൽ ചെയ്യുമ്പോൾ എൻട്രി എന്താണ്? കൺസൈനി അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെൻ്റ് അല്ല, കൺസൈനി ആ ഗുഡ്സ് വിറ്റ്, ക്യാഷിന് വിറ്റോ കടത്തിന് വിറ്റോ, കൺസൈനി ഗുഡ്സ് വിൽക്കുമ്പോൾ എൻട്രി എന്താ? കൺസൈനി അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. കൺസൈനിയുടെ പേര് കൺസൈനി തരാനുണ്ട്. ടു രാഹുൽ എന്ന് എഴുതുക, ബൈ രാഹുൽ എന്ന് എഴുതുക, ബൈ രാഹുൽ എന്ന് എഴുതുക. എത്രയാണ്? 2 lakh. ഓക്കെ, സെയിലെന്ന് മെൻഷൻ ചെയ്യുക. എന്നിട്ട് ഇതിൽ എത്ര ഗുഡ്സാണ് വിറ്റത്? പിന്നെ പറയുന്നുണ്ട് ഡെൽക്രേഡ് കമ്മീഷൻ ഒരു 10% കൊടുക്കുന്നുണ്ട്. എത്ര വിറ്റോ 2 lakhൻ്റെ 10% ഡെൽക്രേഡ് കമ്മീഷനുണ്ട്. ആർക്ക് കൊടുക്കണം? രാഹുലിന് കൊടുക്കണം. അപ്പോൾ കമ്മീഷൻ രാഹുലിന് കൊടുക്കണ്ടേ? കമ്മീഷൻ രാഹുലിന് കൊടുക്കുമ്പോൾ എൻട്രി എന്താണ്? ആണ്ട് കമ്മീഷൻ കൊടുക്കാറുണ്ട്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനി. കൺസൈനിക്ക് കൊടുക്കണം, ലൈക്ക് ക്രെഡിറ്റ്, അവന് പൈസ കൊടുക്കണം, ലൈബിലിറ്റി ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ പോയിട്ട് എന്ത് ചെയ്യുക? 2 രാഹുൽ എന്ന് എഴുതുക, കമ്മീഷൻ എന്ന് എഴുതുക. എത്രയാണ്? 2 lakhൻ്റെ 10%, വിൽക്കുന്ന എമൗണ്ടിൻ്റെ 10% ആയിരിക്കുമല്ലോ, 20,000. നെക്സ്റ്റ് ബാഡ് ഡെപ്റ്റ് ഒരു 500 വന്ന്. ഡെലിക്രേഡ് കമ്മീഷൻ കൊടുക്കുമ്പോൾ ബാഡ് ഡെപ്റ്റ് കൺസൈനറുടെ എക്സ്പെൻസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട, റെക്കോർഡ് ചെയ്യരുത്, അത് കൺസൈനിയുടെ എക്സ്പെൻസ് ആണ്. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ടു രാഹുൽ അക്കൗണ്ട്. കൺസൈൻമെൻറ്റ് ടു രാഹുൽ അക്കൗണ്ട്, അതായത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്, പിന്നെ രാഹുൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു കാര്യം എഴുതാൻ വിട്ടുപോയി. അതായത് ആലോചിച്ച് നോക്ക്. ഫസ്റ്റ് നമ്മൾ രാഹുലിന് ഗുഡ്സ് അയച്ചു, 1 lakhൻ്റെ ഗുഡ്സ് അയച്ചു. പിന്നെന്താണ്? രാഹുലിന് എത്ര എക്സ്പെൻസ് ആയി? ഒരു 5,000 എക്സ്പെൻസ് ആയില്ലേ? 5,000 എക്സ്പെൻസ് ആകുമ്പോൾ എൻട്രി എന്തുമായിരുന്നു? കൺസൈൻഡ് എക്സ്പെൻസിൻ്റെ എൻട്രി എന്താ? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി അക്കൗണ്ട് എന്നല്ലേ? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനി അക്കൗണ്ട്. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു അല്ലേ? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. അപ്പോൾ കൺസൈനിയായ രാഹുലിൻ്റെ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ 5,000 ക്രെഡിറ്റ് ചെയ്യണം. കൺസൈൻമെൻറ്റ് ആയ രാഹുലിൻ്റെ അക്കൗണ്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ബൈ കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് 5,000. അടുത്തത് അവന് സെല്ലിംഗ് എക്സ്പെൻസ് എൻട്രി എന്തുമായിരുന്നു? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു രാഹുൽ അക്കൗണ്ട് എന്നല്ലേ? അപ്പോൾ രാഹുൽ അക്കൗണ്ട്, ഇപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു, ഇപ്പോൾ രാഹുൽ അക്കൗണ്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. രാഹുൽ അക്കൗണ്ട് ബൈ കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് 10,000 ക്രെഡിറ്റ് ചെയ്യണം. ഇനി രാഹുലിന് കമ്മീഷൻ ഇല്ലേ? അപ്പോൾ അത് കൊടുക്കാനില്ലേ? അപ്പോൾ എൻട്രി എന്താ? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു രാഹുലിനല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു, രാഹുലിൻ്റെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. കൺസൈൻമെൻറ്റ് കമ്മീഷൻ എത്രയാണ്? 20,000. ഇങ്ങനെ കമ്മീഷൻ എക്സ്പെൻസ് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങ് എഴുതിയാൽ മതി. ഇനി രാഹുൽ വിൽക്കുമ്പോൾ എൻട്രി എന്താ? പൈസ തരണം. കൺസൈനി അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെൻറ്റ് എന്നല്ലേ? കൺസൈനി തരണം. കൺസൈനി അക്കൗണ്ട് ഡെബിറ്റ്, അതായത് രാഹുൽ അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെൻറ്റ്. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു, രാഹുൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അവൻ തരാനുണ്ട്. എത്രയാണ്? വിറ്റ എമൗണ്ട് തരാനുണ്ട്. ഇപ്പോൾ 2 lakh തരാനുണ്ട്. അപ്പോൾ രാഹുൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, ടു കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, ഇത്ര നമ്മൾ ചെയ്തു. ഇനി സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ കണ്ടുപിടിക്കണം. എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് അറിയണ്ടേ? എത്ര സ്റ്റോക്ക് ബാലൻസ് ഉണ്ടെന്ന് അറിയണ്ടേ? ഞാൻ കണ്ടുപിടിക്കും. സിമ്പിൾ അല്ലേ? ഞാൻ 1 lakhൻ്റെ വിലയുള്ള ഗുഡ്സ് അയച്ചു കൊടുത്തു. ശ്രദ്ധിക്കുക, ഒരു ഗുഡ്സ് അയക്കുമ്പം അതിന് വേണ്ടാത്ത കോസ്റ്റ് നമ്മൾ എടുക്കേണ്ടി വരും. 1 lakhൻ്റെ ഗുഡ്സ് അയച്ചു, 1 lakh മാത്രമാണ് അയക്കുന്നത് അല്ലല്ലോ. 1 lakhൻ്റെ ഗുഡ്സ് അയച്ചു, അതിന് പാക്കിംഗ് ചാർജ് ഒരു 5,000 ആയിട്ടുണ്ട്. രാഹുൽ കൺസൈനിയുടെ എക്സ്പെൻസ് കൊടുക്കണം. കൺസൈനിയുടെ ഡയറക്റ്റ് എക്സ്പെൻസ് എടുക്കണം. കൺസൈനിയുടെ ഡയറക്റ്റ് എക്സ്പെൻസ് മാത്രമേ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എടുക്കരുത്. കാരണം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് വരുന്ന സ്റ്റോക്കിൽ ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കാരണം ബെനിഫിറ്റ് ഉണ്ടായിട്ടില്ല. ഓക്കെ, ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കാരണം വിറ്റതിന് മാത്രമേ ബെനിഫിറ്റ് ഉള്ളൂ, ബാലൻസ് വന്ന സ്റ്റോക്കിൽ ബെനിഫിറ്റ് ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് എക്സ്പെൻസ് മാത്രമേ എടുക്കൂ. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് എടുക്കാൻ നേരത്തും എന്താണ്?
കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് എങ്ങനെ പിടിക്കും? എത്ര 1 ലാഖിൻ്റെ ഗുഡ്സ് അയച്ചു, 1 ലാഖാണോ കോസ്റ്റ് അയക്കുന്നത്? അല്ലല്ലോ. ഒരു 5000 നമുക്കറിയാം ഒരു 5000 രൂപ പാക്കിംഗ് ചാർജ് ആയിട്ടുണ്ട്. പിന്നെ കൺസൈനിക്ക് ഒരു 5000 രൂപ എന്ത് ക്യാരേജ് ആയി. അപ്പോൾ ടോട്ടൽ 1,10,000 റുപ്പീസ് ആയിട്ടുണ്ട്. 1,10,000 റുപ്പീസ് ആയിട്ടുണ്ട്. 1,10,000 റുപ്പീ. ഈ 1,10,000 ടോട്ടൽ കോസ്റ്റ് ആയിട്ടുണ്ട്. അതിൽ 4/5 വിറ്റ്. ബാക്കി എത്ര? 1/5 ബാലൻസ് ഇല്ലേ? അപ്പം അതായത് ഇപ്പം 1 ലാഖ് ടോട്ടൽ ആയിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു 5,000 നമുക്ക് എക്സ്പെൻസ് ആയി. ടോട്ടൽ വീണ്ടും ഒരു 5,000 കൺസൈനിയുടെ എക്സ്പെൻസ് ആയി. അപ്പോൾ ടോട്ടൽ 1,10,000 ആയിട്ടുണ്ട് നമുക്ക് കോസ്റ്റ്. ഈ 1,10,000 4/5 വിറ്റു. ബാക്കി 1/5 ഇല്ലേ? ആ 1/5 സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയാണ്? 22,000. 1,10,000 ഇൻറ്റു 1/5 4/5 സെയിൽ ചെയ്തു, കോസ്റ്റ് സെയിൽ ചെയ്തു. ബാക്കി 1/5 ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് ഉള്ള സ്റ്റോക്കിൻ്റെ വാല്യൂ 1,10,000 ഇൻറ്റു 1/5. ഓക്കെ, അപ്പോൾ 22,000 ആണ് സ്റ്റോക്കിൻ്റെ വാല്യൂ. ഈ എന്തിനാണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആലോചിച്ച് നോക്ക്, 1 ലാഖ് ഉണ്ടായിരുന്നു. 1 ലാഖിനകത്ത് 4/5 വിറ്റു. 1 ലാഖ് ഇൻറ്റു 4/5 വിറ്റു. ബാക്കി 1/5 ഉണ്ടല്ലോ. ആ 1/5 ഉണ്ടെങ്കിലും നമ്മൾ ഈ 1 ലാഖ് മാത്രം എടുക്കത്തില്ല, അതിനുണ്ടായ കോസ്റ്റും എടുക്കും. കൺസൈനറിൻ്റെ എക്സ്പെൻസും കൺസൈനർ ഡാറ്റ എക്സ്പെൻസും എടുക്കും. അപ്പോൾ ടോട്ടൽ 1,10,000 ആണ് കോസ്റ്റ്. 1,10,000 കോസ്റ്റ് പറയുമ്പോൾ നമുക്കുണ്ടായ ഡാറ്റ എക്സ്പെൻസ് എല്ലാം എടുക്കും. ക്ലിയർ? അപ്പോൾ എത്രയാണ് ക്ലോസിംഗ് സ്റ്റോക്ക്? എത്ര വരും? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ എത്രയാണ്? 22,000 വരും. 22,000. ഇനി ഈ ക്രെഡിറ്റ് സൈഡ് കൂട്ടി ടോട്ടൽ എടുക്കുമ്പോൾ 2,22,000 വരും. ആ 2,22,000 ഇവിടെ കൊണ്ടിരുന്നു. എന്നിട്ട് ഡെബിറ്റ് എല്ലാം കൂടി കൂട്ടി ഇത് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 82,000 കിട്ടും പ്രോഫിറ്റ്. 82,000 പ്രോഫിറ്റ്. അപ്പോൾ രാഹുലിൻ്റെ അക്കൗണ്ട് നോക്കിയേ. രാഹുലിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ നേരത്ത് ആലോചിച്ച് നോക്ക്. രാഹുൽ 2 ലാഖ്. ഇപ്പോൾ രാഹുൽ നമ്മൾ ഡെപ്റ്റർ കൺസൈനി അല്ലേ? കൺസൈനിയാണ് നമ്മുടെ രാഹുൽ, കൺസൈനിയാണ്. അപ്പോൾ 2 ലക്ഷം രൂപയ്ക്ക് ഗുഡ്സ് കിട്ടും. അപ്പോൾ 2 ലക്ഷം രൂപ തരാനുണ്ടെങ്കിൽ രാഹുലിൻ്റെ ഡെപ്റ്റർ കൂടും. നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. കൺസൈനി തരാൻ ലൈക്ക് ഡെപ്റ്റർ. ഓക്കെ, കൺസൈനി എത്ര? 2 ലക്ഷം രൂപയ്ക്ക് കിട്ടും. അവൻ തരാനുണ്ട്. ഈ 2 ലക്ഷം രൂപ അവൻ്റെ കൈ കിട്ടിയാലും അവനുണ്ടായ ഈ 5,000 എക്സ്പെൻസും കുറയ്ക്കും, സെല്ലിങ് എക്സ്പെൻസും കുറയ്ക്കും, കമ്മീഷനും കുറച്ച്. ബാക്കി എത്ര എടുത്തുള്ളൂ? 1,65,000 ആരെടുത്തുള്ളൂ? കൺസൈനി ആയ രാഹുൽ നമ്മുടെ കയ്യിൽ തരുത്തുള്ളൂ. 2 ലാഖിന് അവൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിലും ഇത്ര എക്സ്പെൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് അവൻ തരും. 1,65,000. ഇനി നമുക്ക് വേറൊരു കാര്യം വരും. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് നോക്കാം. രാഹുൽ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ആരുടെ ബുക്ക് പ്രിപ്പയർ ചെയ്യും? ഇൻ ദ ബുക്സ് ഓഫ് രാഹുൽ. കൺസൈനി പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ കൺസൈനറായ വിനോദിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. വിനോദിൻ്റെ അക്കൗണ്ട് ആലോചിച്ച് നോക്ക്. വിനോദിന് എത്രയാണ്? 2 ലാഖിൻ്റെ ഗുഡ്സ് സെയിൽ ചെയ്തു. 2 ലാഖിൻ്റെ ഗുഡ്സ് ക്യാഷിനാണെങ്കിൽ നമ്മളെന്ത് ആലോചിച്ചു? കൺസൈനി ഗുഡ്സ് സെയിൽ ചെയ്യും. എൻട്രി എന്ത് വരും? കൺസൈനി ഗുഡ്സ് വിറ്റ്. എൻട്രി എന്താ? കൺസൈനി ഗുഡ്സ് വിൽക്കുമ്പോൾ എൻട്രി എന്ത് വരും? ക്യാഷ് ഓർ നാണ്ടെ കൺസൈനറുടെ ബുക്കിൽ ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനർ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്യും. ഇനി കടത്തിനാണ് വിറ്റെങ്കിലോ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനർ. അപ്പോഴും കൺസൈനർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഗുഡ്സ് 2 ലാഖിന് വിറ്റില്ലേ? 2 ലാഖിൻ്റെ ഗുഡ്സ് വിൽക്കുമ്പോൾ എന്ത് ചെയ്യും? കൺസൈനർ എന്താണ് എൻട്രി എന്ത് വരും? ക്യാഷ് ഓർ കൺസ്യൂമർ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു വിനോദ് അക്കൗണ്ട്. ഇപ്പോൾ വിനോദ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. 2 ലാഖ് ക്രെഡിറ്റ് ചെയ്യും. കാരണം രാഹുൽ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ക്രെഡിറ്റർ പൈസ കൊടുക്കാനുണ്ട്. 2 ലാഖ് കൊടുക്കാനുണ്ട്. ഇതിൽ നിന്ന് ഏതൊക്കെ എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാം? അവ ഏതൊക്കെ കുറച്ച് വരും? കൺസൈനർ ഉണ്ടായ എക്സ്പെൻസിൻ്റെ എൻട്രി എന്ത് വരും? കൺസൈനർ ഉണ്ടായ എക്സ്പെൻസിൻ്റെ എൻട്രി എന്താ? കൺസൈനിക്കുണ്ടായ കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് എന്നല്ലേ? കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. അവർ 2 എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട്. 2 എക്സ്പെൻസ് ഏതൊക്കെ എക്സ്പെൻസാണ് ഉണ്ടായിരിക്കുന്നത്? ആലോചിച്ച് നോക്കൂ. ക്യാരേജ് ഇൻവേർട്ട്. ഇപ്പോൾ ടു ബാങ്ക്. കൺസൈനർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്. ഇപ്പോൾ കൺസിഡർ ആയ വിനോദ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും. ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. 5,000. സെല്ലിംഗ് എക്സ്പെൻസ് ആയിട്ടുണ്ട് 10,000. അടുത്തത് ബാങ്ക് എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റും. കമ്മീഷൻ അല്ലേ? കമ്മീഷൻ കിട്ടാനുള്ളപ്പോൾ എൻട്രി എന്താണ് വരുന്നത്? കമ്മീഷൻ കിട്ടാനുള്ള എൻട്രി ആര് തരാനുണ്ട്? കൺസൈനർ തരണം. കൺസൈനർ അക്കൗണ്ട് ഡെബിറ്റ് ആണ്ടേ. കൺസൈനർ അക്കൗണ്ട് ഡെബിറ്റ് ടു കമ്മീഷണർ. അപ്പോൾ കൺസൈനർ വിനോദ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ടു കമ്മീഷൻ തരാനുണ്ട് 20,000. അപ്പോൾ ബാലൻസ് 2 ലാഖ് കിട്ടിയത് ബാലൻസ് എത്ര കൊടുത്താൽ മതി? 1,65,000 കൊടുത്താൽ മതി. അത് തന്നെയല്ലേ ഇവൻ എഴുതി വെച്ചേക്കുന്നത് അവൻ്റെ ബുക്കിൽ. കൺസൈനറിൻ്റെ ബുക്കിൽ
രാഹുൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എത്രയാണ് രാഹുൽ അക്കൗണ്ട് എന്ന് പറയുമ്പം 1,65,000 തരണം. ഇവൻ 1,65,000, ഇവൻ്റെ അക്കൗണ്ട് നോക്കുമ്പോൾ വിനോദിന് 1,65,000 കൊടുക്കണം. രണ്ടും ഒന്ന് തന്നെയല്ലേ, രണ്ട് ബാലൻസ് ഒന്നാ തെറ്റല്ലെന്ന് അർത്ഥം. അപ്പോൾ ഇവിടെ രണ്ടും സെയിം എമൗണ്ട് ആണ്. അപ്പോൾ ഈ അക്കൗണ്ട് ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുക. ഇത് ആലോചിച്ചാൽ മതി. കൺസൈനർ കൊടുക്കുന്നില്ല, ഡെബിറ്റ് ചെയ്യുക. അവിടുന്ന് കിട്ടുന്നില്ല, എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി കൺസൈനറായ ഞാൻ എന്ത് പ്രിപ്പയർ ചെയ്യും? കൺസൈനർഡ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അവൻ 2 ലക്ഷം തരാനുണ്ട്, അതിനകത്ത് അവൻ്റെ എക്സ്പെൻസ് എല്ലാം കുറച്ചിട്ട് ബാക്കി എമൗണ്ട് തരും. ഇനി കൺസൈനി പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ 2 lakh കൊടുക്കാനുണ്ട്, ഇത്ര എമൗണ്ട് പിടിച്ചിട്ടേ കൊടുക്കൂ. ദാറ്റ്സ് ഇറ്റ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഗുഡ്സ് നമ്മൾ അയച്ചു കൊടുക്കുന്ന കോസ്റ്റിലല്ലേ. ഇനി ഇൻവോയ്സിലാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു, എങ്കിലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക. വിനോദ് സെൻഡ് ഗുഡ്സ് കോസ്റ്റിംഗ് 1 lakh. 1 lakhൻ്റെ ഗുഡ്സ് അയച്ചു. അതെങ്ങനെ അയച്ചാൽ ആ 1 lakhൻ്റെ കൂടെ 50% കൂടെ ആഡ് ചെയ്തിട്ട് അയച്ചത്. അപ്പോൾ 1 lakh + 50 കോസ്റ്റിന് കൂടെ 50% ലോഡ് ചെയ്തിട്ടാണ് അയച്ചേക്കുന്നത്. പ്രോഫിറ്റും കൂടി ലോഡ് ചെയ്തിട്ടാണ് അയച്ചേക്കുന്നത്. അപ്പോൾ എത്ര ആയിരിക്കും അയച്ചേക്കുന്നത്? 1,50,000 ആയിരിക്കും ഗുഡ്സ് അയച്ചേക്കുന്നത്. അപ്പോൾ വിനോദിന് ഇൻകർ ആയിട്ടുണ്ട്, 5,000 പാക്കിംഗ് ചാർജ് ആയിട്ടുണ്ട്. രാഹുലിന് 5,000 ക്യാരേജ് ഇൻവേർഡ് ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെ. ബാക്കിയെല്ലാം ഇവിടെ ഗുഡ്സ് 1 lakhൻ്റെ ഗുഡ്സ് 1,50,000 എന്ന് പറഞ്ഞാൽ ഗുഡ്സ് അയച്ചേക്കുന്നു. ഇൻവോയ്സ് പ്രൈസിൽ അയച്ചേക്കുന്നു. എന്തിനാണ് ഇൻവോയ്സ് പ്രൈസിൽ എന്തിനാണ് അയക്കുന്നത്? നമുക്കറിയാം, എൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് കൺസൈനി അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം കമ്മീഷൻ കൂട്ടി ചോദിക്കൂല്ലേ. ചിലപ്പോൾ ഈ ബിസിനസ് അവൻ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും? എൻ്റെ പ്രോഫിറ്റ് അവനെ അറിയിക്കേണ്ട ആവശ്യമില്ല, മുതലാളിയുടെ പ്രോഫിറ്റ് തൊഴിലാളി അറിയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ വരുമ്പം ഞാൻ 1 lakhൻ്റെ ഗുഡ്സ് 1,50,000 അയച്ചു കൊടുക്കുക. അപ്പോൾ അവനിൽ 1,50,000 എത്തുന്നത്. അപ്പോൾ അതായിരിക്കും അവൻ്റെ കോസ്റ്റ്. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ 1 lakh സെയിം ആ ഒരു. അപ്പം നമുക്ക് നോക്കാം, ഗുഡ്സ് അയച്ചു കൊടുക്കുന്നത് ഇൻവോയ്സ് പ്രൈസിലാണെങ്കിൽ അപ്പോൾ എങ്ങനെയാണ്? അപ്പോഴും എൻട്രി എന്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത്, സെയിം എൻട്രി തന്നെ. ഗുഡ്സ് ഇതാണ്ടേ, ഗുഡ്സ് നമ്മൾ ഇൻവോയ്സ് പ്രൈസിലാണ് അയച്ചു കൊടുക്കുന്നതെങ്കിൽ എന്താ എൻട്രി എന്ത് വരും? അപ്പോഴും സെയിം എൻട്രി തന്നെ. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. ഓക്കെ, ഏത് പ്രൈസ് തന്നെ? ഇൻവോയ്സ് പ്രൈസ് തന്നെ റെക്കോർഡ് ചെയ്യുക. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ്. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എത്ര രൂപയ്ക്കാണോ ഗുഡ്സ് അയച്ചത് ആ ഇൻവോയ്സ് പ്രൈസ് തന്നെ റെക്കോർഡ് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് 1,50,000. എങ്ങനെ കിട്ടി? 1 lakh + 50%. ക്ലിയർ. ഇനി ഇതിലുള്ള പ്രോഫിറ്റിനെ എലിമിനേറ്റ് ചെയ്യണ്ടേ? അപ്പോൾ എൻട്രി എന്ത് വരും? ആലോചിച്ച് നോക്കിയേ. ഈ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്ത് ചെയ്താൽ മതി? ഇത് കിടന്ന പ്രോഫിറ്റിനെ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ക്രെഡിറ്റ് ചെയ്താൽ മതി. കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ്. നമ്മുടെ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എഴുതി കൺസൈൻമെൻറ്റ് ടു രാഹുൽ. ഈ കൺസൈൻമെൻറ്റ് ടു രാഹുൽ അക്കൗണ്ട് എഴുതി എന്തിനാണെന്നറിയോ? അങ്ങനെ പ്രിപ്പയർ എന്ന് വെച്ചാൽ നമുക്ക് കുറേ കൺസൈനീസ് ഇല്ലേ. അപ്പം ഏത് ആരുമായിട്ടുള്ള കൺസൈൻമെൻറ്റ് എന്ന് കാണിക്കാൻ വേണ്ടി കൺസൈൻമെൻറ്റ് ടു രാഹുൽ, കൺസൈൻമെൻറ്റ് ടു ശ്യാം, അങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടെ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് തന്നെ എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള എത്ര രൂപ പ്രോഫിറ്റ്? 1 lakhൻ്റെ സാധനം 1,50,000 കഴിച്ചെന്ന് പറഞ്ഞാൽ 50,000 പ്രോഫിറ്റിൽ. ഇതിനെ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്താൽ പോരെ? ഞാൻ ക്രെഡിറ്റ് ചെയ്തു, 50,000 പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, അതിന് മനസ്സിലായി. 50,000 ഒന്ന് 1,50,000 ഡിവൈഡ് ബൈ 150 × 100. ഈ 1,50,000 എന്നത് എത്ര കിടക്കുക? 150 അല്ല. അതായത് ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോസ്റ്റിൻ്റെ കൂടെ 50%. അപ്പോൾ കോസ്റ്റിന് എത്ര എടുക്കണം? കോസ്റ്റ് 100 എടുക്കുക. കോസ്റ്റ് 100 ആണ്. എത്ര പ്രോഫിറ്റ് ലോഡ് ചെയ്തേക്കുന്നത്? പ്രോഫിറ്റ് 50%. അപ്പോൾ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയാം. ഇൻവോയ്സ് പ്രൈസ് എത്രയായിരിക്കും? അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 150. ഓക്കെ, അപ്പോൾ ഈ കിടക്കുന്നത് 1,50,000 എന്നത് ഇൻവോയ്സ് പ്രൈസ് അല്ലേ. അപ്പോൾ ഈ 1,50,000 എന്നത് 150 ആയിരിക്കും. ഇൻവോയ്സ് പ്രൈസ് എത്ര? 150. എങ്കിൽ നമുക്ക് പ്രോഫിറ്റ് അല്ലേ എലിമിനേറ്റ് ചെയ്യേണ്ട. അപ്പോൾ ഇൻറ്റു 50 അടിക്കുക. അപ്പോൾ പ്രോഫിറ്റ് എമൗണ്ട് കിട്ടും 50,000. ഇവിടെ നമുക്കറിയാം 1 lakhൻ്റെ 1,50,000 കൊടുക്കുമ്പോൾ 50 പ്രോഫിറ്റ് നമുക്കറിയാം. അപ്പോൾ 50 ക്യാൻസൽ ചെയ്യുക. അപ്പോൾ എൻട്രി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഗുഡ്സ് അയക്കുമ്പോൾ എൻട്രി എന്ത് വരുന്നു? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അല്ലേ. അപ്പോൾ അതിൽ പ്രോഫിറ്റിനെ ക്യാൻസൽ ചെയ്താൽ മതി, ആ എൻട്രി റിവേഴ്സ് ചെയ്താൽ മതി. വേണ്ടേ? എന്താ? ഫോർ റിമൂവിങ്
ഫോർ റിമൂവിങ് ലോഡിങ് ഓൺ ഗുഡ്സ് സെൻഡ്. അതിൽ ലോഡ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റിനെ ക്യാൻസൽ ചെയ്താൽ മതി. ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അറ്റർ ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്താൽ മതി. ആ എത്രയാണോ പ്രോഫിറ്റ് എമൗണ്ട് അതിന് ക്യാൻസൽ ചെയ്താൽ മതി. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ചെയ്തല്ലോ. ബാലൻസ് എല്ലാം സെയിം തന്നെ. എത്ര എക്സ്പെൻസ് ആയി? പാക്കിംഗ് ചാർജസ് ഒരു 5000 ആയിട്ടുണ്ട്. 5000 ആകുമ്പോൾ എൻട്രി എന്താണ്? 5000 ആകുമ്പോൾ എൻട്രി എന്താണ്? ആർക്ക്? കൺസൈനർക്ക് എക്സ്പെൻസ് ആകുമ്പോൾ എൻട്രി എന്താണ്? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? ടു ബാങ്ക് എന്ന് പറഞ്ഞ് 5000 എഴുതണം. ഇനി കൺസൈനഡ് എക്സ്പെൻസ് ആണ്. കൺസൈനഡ് എക്സ്പെൻസ് എൻട്രി എന്താണ്? എക്സ്പെൻസ് ഇൻകേർഡ് ബൈ കൺസൈനഡ് എക്സ്പെൻസസ്. എന്താണ് എൻട്രി? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈനി അക്കൗണ്ട്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈനി. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ കൺസൈനിയുടെ പേര് ടു രാഹുൽ 5000. പിന്നെ സെല്ലിംഗ് എക്സ്പെൻസ് ഒരു 10,000 റുപ്പീസ്. ഓക്കെ. ഇനി എന്താ സംഭവിച്ചത്? ഒരു 2 lakhൻ്റെ ഗുഡ്സ് രാഹുൽ വിറ്റു. 2 lakhൻ്റെ ഗുഡ്സ് 2 lakhന് ഗുഡ്സ് വിറ്റു. 2 lakhന് ഗുഡ്സ് വിൽക്കുമ്പോൾ എൻട്രി എന്താ? രാഹുൽ വിൽക്കുമ്പോൾ എൻട്രി എന്താ? കണ്ടോ? സെയിൽ ചെയ്യുമ്പോൾ ക്യാഷ് സെയിൽ മെയ്ഡ് ബൈ കൺസൈനി വിൽക്കുമ്പോൾ എൻട്രി എന്താ? ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനർ അക്കൗണ്ട്. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനർ അക്കൗണ്ട്. ഇപ്പോൾ ഡെലിക്രെഡിറ്റ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ കൺസൈമർ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അറ്റർ ടു കൺസൈനർ അക്കൗണ്ട് അവൻ്റെ ബുക്കിൽ. അപ്പോൾ കൺസൈനറുടെ ബുക്ക് എൻട്രി, കൺസൈനറിൻ്റെ ബുക്ക് എന്ത് എൻട്രി ആയിരിക്കും? അവൻ കാശ് തരണം. ഇപ്പോൾ കാശിന് വിറ്റെങ്കിൽ അവൻ കാശ് തരണം. ഇപ്പോൾ ക്യാഷിനാണ് കൺസൈനി ഗുഡ്സ് വിറ്റെങ്കിൽ, കസ്റ്റമർ വിറ്റെങ്കിൽ ആ കാശ് കളക്ട് ചെയ്ത് കൺസൈനറിന് കൊടുക്കണം. അപ്പോൾ കൺസൈനിക്ക് പൈസ കിട്ടാനുണ്ട്. ആരുടെ നിന്ന്? കൺസൈൻ്റെ കയ്യിൽ. അപ്പോൾ കൺസൈനി അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഓക്കെ. ഇനി ഡെലിക്രെഡിറ്റ് കമ്മീഷൻ കൊടുത്ത് ഇത് കടത്തിനാണ് വിറ്റെങ്കിലും സെയിം എൻട്രി ചെയ്യണം, മാറ്റമൊന്നുമില്ല. എന്നാലും കാശ് കളക്ട് ചെയ്ത് ആര് കളക്ട് ചെയ്യുന്നത് ചെയ്യണം? കൺസൈനാണ് കളക്ട് ചെയ്യണം. അപ്പോൾ എൻട്രി എന്താ? ബൈ രാഹുൽ സെയിൽ എന്ന് എഴുതുക 2 lakh. കാരണം കൺസൈനി രാഹുൽ അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെൻറ്റ്. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. 2 lakh. ഇനി സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കണം. സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ നേരത്ത് ഇവിടെ നമുക്ക് എത്ര രൂപ ആയിട്ടുണ്ട്? ടോട്ടൽ എത്ര രൂപ ആയിട്ടുണ്ട്? 1,50,000 ആയിട്ടുണ്ട്. ഇൻവോയ്സ് പ്രൈസ് തന്നെ എടുക്കുക. 1,50,000 പ്ലസ് അതിനുവേണ്ട എക്സ്പെൻസ് എത്രയാണ്? പാക്കിംഗ് ചാർജ് ഒരു 5,000 ആയിട്ടുണ്ട്. അവന് എത്ര രൂപ? ഒരു 5,000. അപ്പോൾ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 1,65,000 ആയിട്ടുണ്ട് അല്ലേ? ടോട്ടൽ ഗുഡ്സിന് കോസ്റ്റ് 1,60,000. ഈ 1,60,000 നമുക്ക് ആയിട്ടുണ്ട്. ടോട്ടൽ 1,60,000 നമുക്ക് എക്സ്പെൻസ് ആയിട്ടുണ്ട്. ഈ 1,60,000 ടോട്ടൽ എക്സ്പെൻസ് ടോട്ടൽ നമുക്ക് ആ കോസ്റ്റ് ഗുഡ്സിന് ഇത്ര 1,60,000 ആയിട്ടുണ്ട്. ഇതിനകത്ത് 4/5 വിറ്റു. 4/5 വിറ്റു. ബാക്കി 1/5 സ്റ്റോക്ക് ഇരിപ്പില്ലേ? അപ്പോൾ ഈ 1,60,000 ഡിവൈഡഡ് ബൈ 1/5. ആലോചിച്ചു. ടോട്ടൽ 1,60,000 ഗുഡ്സ് ഉണ്ട്. അതിൽ 4/5 വിറ്റു. എത്ര? 2 lakhന് വിറ്റു. ബാക്കി 1/5 ഇല്ലേ? അപ്പോൾ 1,60,000 ഇൻറ്റു 1/5 എത്ര കിട്ടും? 32,000 കിട്ടും. 32,000. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര എഴുതണം നമ്മൾ? സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻ്റ് എന്ന് എഴുതി 32,000 എഴുതണം. ഇനി ഇതിൽ കിടക്കുന്ന പ്രോഫിറ്റിനെ ക്യാൻസൽ ചെയ്യണ്ടേ? ഇതിൽ കിടക്കുന്ന പ്രോഫിറ്റിനെ ക്യാൻസൽ ചെയ്യാൻ എളുപ്പമാണ്. ശ്രദ്ധിക്കുക. എത്രയാ? എന്ത് ചെയ്താൽ മതി? നോക്കുക. ഇതിൽ കിടക്കുന്ന പ്രോഫിറ്റിനെ ക്യാൻസൽ ചെയ്യുക. ഇതിലുള്ള പ്രോഫിറ്റിനെ ക്യാൻസൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എന്ത് പേരിൽ? സ്റ്റോക്ക് റിസർവ് എന്ന പേരിൽ. ഈ 10,000 എങ്ങനെ കിട്ടി നമുക്ക് നോക്കാം. സിമ്പിൾ വേ എന്ന് പറയുമ്പം എങ്ങനെയാണ്? അതായത് കാണിച്ചു തരാം. നോക്കുക. സ്റ്റോക്ക് റിസർവ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 50,000 അല്ലേ? ടോട്ടൽ പ്രോഫിറ്റ് 50,000 പ്രോഫിറ്റ്. അതിൽ 1/5 ഗുഡ്സ് വിറ്റില്ല. അപ്പം 50,000 ഇൻറ്റു ആ 1/5 ഗുഡ്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 50,000 ഇൻറ്റു 1/5 10,000. ടോട്ടൽ ഗുഡ്സ് എത്ര ഗുഡ്സ് അയച്ചോ അതിൽ ഉള്ള ടോട്ടൽ പ്രോഫിറ്റ് 50,000 ആണ്. 50,000 ടോട്ടൽ. അതിൽ 4/5 വിറ്റ്. ബാക്കി 1/5 ബാലൻസ് ഇല്ലേ? ആ 1/5 ഇതിലുള്ള പ്രോഫിറ്റ് എത്രയായിരിക്കും? ഈ ടോട്ടൽ ഗുഡ്സ് വിറ്റു. ടോട്ടൽ പ്രോഫിറ്റ് ആണ് 50,000. നമ്മൾ 1,50,000 അയച്ചു കൊടുത്തു. അതായത് 50 എലിമിറ്റ്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് 50,000. ആ ഗുഡ്സിന്മേൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ പ്രോഫിറ്റ് 50,000. ക്ലിയർ? ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൽ എത്ര പ്രോഫിറ്റ് ഇൻക്ലൂഡ് ആയെന്ന് അറിഞ്ഞാൽ മതി. ഈ 32,000 1/5 അല്ലേ? അപ്പോൾ ഈ 50,000 എന്നത് ടോട്ടൽ പ്രോഫിറ്റ് ആണ്. ടോട്ടൽ നമ്മൾ ലോഡ് ചെയ്ത പ്രോഫിറ്റ് ആണ്. അത് 1/5 എത്രയാണ് കണ്ടുപിടിച്ചാൽ പോരെ? 50,000 ഇൻറ്റു 1/5 എത്ര കിട്ടും? 10,000 കിട്ടും. ഇല്ലെങ്കിൽ വേറൊരു രീതി എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഇതുവരെ നമുക്ക് എത്ര ചിലവായിട്ടുണ്ട്? ഇതുവരെ നമുക്ക് എത്രയാണ് ചിലവാക്കിയത്? എത്രയാണ്?
ടോട്ടൽ 50,000 രൂപ പ്രോഫിറ്റ്. ടോട്ടൽ 50,000 രൂപയാണ് ടോട്ടൽ പ്രോഫിറ്റ്. അത് ഈ 1,60,000 ആ ഗുഡ്സിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? ആ ഗുഡ്സിൻ്റെ ടോട്ടൽ എമൗണ്ട് തരാം. കാരണം നമുക്ക് ആ ഗുഡ്സിന് വേണ്ടി ഒരു 1,50,000 ആയിട്ടുണ്ട്, എക്സ്ട്രാ ഒരു 5,000, പിന്നെ ഒരു കൺസൈൻഡ് എക്സ്പെൻസ്. അപ്പോൾ ടോട്ടൽ 1,60,000 ആയിട്ടുണ്ട്. അപ്പോൾ ഈ 50,000 പ്രോഫിറ്റ് എന്നത് 1,60,000 ഗുഡ്സിന് മേലാണ്. 1,60,000 ഗുഡ്സിന് മേലാണെങ്കിൽ 1,60,000 എങ്കിൽ ഈ 32,000 ലോഡ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റിൻ്റെ എമൗണ്ട് എത്രയാണ്? അപ്പോൾ ടോട്ടൽ 50,000 പ്രോഫിറ്റ് എന്ന് 1,60,000 ഗുഡ്സാണ്. 1,60,000 എവിടെ നിന്ന് കിട്ടി? 1,50,000 പ്ലസ് എക്സ്പെൻസ്. ടോട്ടൽ 1,60,000 ഇൻറ്റു എത്ര എടുക്കണം? 32,000 എടുക്കണം. 32,000 അതായത് ടോട്ടൽ പ്രോഫിറ്റ് നമുക്ക് 50,000 ആണ്. ടോട്ടൽ പ്രോഫിറ്റ് നമുക്ക് 50,000. അത് എത്ര ഗുഡ്സിന് മേലാണ്? ഈ 1,50,000 മാത്രം എടുത്താൽ മതിയോ? അതിനുണ്ട് അഡീഷണൽ എക്സ്പെൻസ് കൊടുക്കണ്ടേ? അപ്പോൾ ഈ 50,000 എന്നത് ടോട്ടലി 1,60,000 എന്ന ഗുഡ്സിന് മേലാണ്. എങ്കിൽ 32,000 എന്ന ക്ലോസ് സ്റ്റോക്കിനകത്ത് എത്ര രൂപ പ്രോഫിറ്റ് എലമെൻ്റ് ഉണ്ട് എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു. അപ്പോൾ 50,000 ഡിവൈഡഡ് ബൈ 1,60,000 ഇൻറ്റു 32,000. അപ്പോൾ എത്ര? 10,000 കിട്ടും. അല്ലെങ്കിൽ എന്തോ എളുപ്പവഴി എന്താണ്? ടോട്ടൽ പ്രോഫിറ്റ് എമൗണ്ട് 50,000. 50,000 ഇൻറ്റു അതിനകത്ത് 4/5 വിറ്റ്, ബാക്കി 1/5 ക്ലോസ് സ്റ്റോക്കിനകത്തുള്ള പ്രോഫിറ്റ് അറിയണ്ട. അപ്പോൾ 50,000 ഇൻറ്റു 1/5 അടിച്ചാലും മതി. ഓക്കെ. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് കിട്ടുന്നു 10,000 സ്റ്റോക്ക് റിസർവ്. അപ്പോൾ ഇതിലുള്ള പ്രോഫിറ്റ് എമൗണ്ട് എത്ര? 10,000 ആണ്. അത് സ്റ്റോക്ക് റിസർവ് എന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ ക്രെഡിറ്റ് സൈഡ് കൂട്ടി ഡെബിറ്റ് സൈഡ് കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? കിട്ടും പ്രോഫിറ്റ് കിട്ടും. ഓക്കെ. തിരിച്ചാണെങ്കിൽ ലോസ് കിട്ടും. ക്ലിയർ? അപ്പോൾ ഗുഡ്സ് അയക്കുമ്പോഴുള്ള അഡ്ജസ്റ്റിങ് ഇതാണ്. ക്ലിയർ? ഒന്നുമില്ല, എത്ര ഗുഡ്സ് അയച്ചു കൊടുത്തോ അതെന്ത് ചെയ്യുക? എത്ര രൂപയ്ക്ക് ഇൻവോയ്സ് പ്രൈസ് എടുക്കുക, ആ ഇൻവോയ്സ് പ്രൈസ് ക്യാൻസൽ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ക്ലോസ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ എന്ത് തന്നെ ചെയ്യണം? ഇൻവോയ്സ് പ്രൈസിന് വാല്യൂ ചെയ്യണം. ക്ലോസ് സ്റ്റോക്ക് എങ്ങനെ വാല്യൂ ചെയ്തു? ടോട്ടൽ സ്റ്റോക്ക് എത്രയാണ്? 1,50,000 പ്ലസ് അഡീഷണൽ എക്സ്പെൻസ് 1,60,000. ആ 1,60,000 ഇൻറ്റു 1/5 ബാലൻസ് ഉണ്ട്. 1,60,000 കൊണ്ട് 1/5 32,000. ഇത് ഇൻവോയ്സ് പ്രൈസ് ആണ്. ഇതിലുള്ള പ്രോഫിറ്റിനെ ക്യാൻസൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എങ്ങനെ കണ്ടുപിടിച്ച്? ടോട്ടൽ പ്രോഫിറ്റ് 50,000 ആണ്. ആ 50,000 ഇൻറ്റു 1/5 അടിച്ചാൽ മതി. അല്ലെങ്കിൽ 50,000 ഡിവൈഡഡ് ബൈ അതെന്നത്ര? ആ 50,000 പ്രോഫിറ്റ് എന്നത് 1,60,000 ഗുഡ്സിന് മേലെ 1,60,000 ഇൻറ്റു എത്ര അടിച്ചാൽ മതി? 32,000 ഉള്ള പ്രോഫിറ്റ് അറിയാൻ ഇൻറ്റു 32,000 അടിച്ചാൽ മതി. അത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിലെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻക്ലൂഡ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണത്. അബ്നോർമൽ ലോസിൻ്റെ വാല്യുവേഷൻ എല്ലാം ഉണ്ട്. നോക്കാം. മാക്സ് കെമിക്കൽ വർക്ക് കൺസൈൻഡ് 700 ബോക്സ് ഓഫ് മെഡിസിൻ ടു രാജ മെഡിക്കൽസ്. അപ്പോൾ ഇവിടെ ആർക്ക് അയച്ചു കൊടുത്തു? മാക്സ് കെമിക്കൽ വർക്ക്സ് ആണ് അയച്ചു കൊടുത്തത്. അപ്പോൾ അവർ കൺസൈനറാണ്. ആർക്ക് അയച്ചു? രാജ മെഡിക്കൽ സ്റ്റോഴ്സിന് അയച്ചു കൊടുത്തു. അപ്പോൾ അവർ കൺസൈനിയാണ്. എത്ര രൂപയ്ക്ക് അയച്ചു കൊടുത്തു? ഇൻവോയ്സ് പ്രൈസിലാണ് അയക്കുന്നത്. ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഈ 1,68,000 ഇൻവോയ്സ് പ്രൈസാണ് എന്ന് പറയുമ്പോൾ കോസ്റ്റിൻ്റെ കൂടെ 20% കൂടി പ്രോഫിറ്റ് ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ആലോചിച്ച് നോക്ക്. 700 ബോക്സ് അയച്ചു. ഞാൻ 700 ബോക്സ് അയച്ചു കൊടുത്തു. 700 ബോക്സ് എത്ര രൂപയ്ക്ക് അയച്ചു? 1,68,000 രൂപയ്ക്കാണ് അയച്ചത്. അപ്പോൾ ഗുഡ്സ് അയച്ചു കൊടുത്തു. ഗുഡ്സ് അയക്കുമ്പോൾ എൻട്രി നമുക്കറിയാം. ഗുഡ്സ് അയക്കുമ്പോൾ എൻട്രി എന്താണ്? ഗുഡ്സ് അയക്കുമ്പോൾ എൻട്രി എന്താ? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്നാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഓടിച്ച് വായിക്കാം. ഒരു 14,000 ഇൻഷുറൻസ് ആൻഡ് ഫ്രൈറ്റ് ആയിട്ടുണ്ട്. ഇൻ കോഴ്സ് ഓഫ് ട്രാൻസിറ്റ് പോകുന്ന വഴിക്ക് ഒരു 50 ബോക്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അന്നേരം ട്രാൻസ്പോർട്ടർ എത്രയാണ്? 22,000 ഫോർ ദ ലോസിന് പേ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യത്തില്ല. പക്ഷേ എത്ര ലോസ് ആയോ അത് നമ്മൾ റെക്കോർഡ് ചെയ്യും. അബ്നോർമൽ ലോസ് ആകുമ്പോൾ അത് റെക്കോർഡ് ചെയ്യും. ഈ നഷ്ടപ്പെട്ട 50 സ്റ്റോക്കിൻ്റെ വാല്യൂ എത്ര എന്ന് കണ്ടുപിടിക്കേണ്ടി വരും. ദ കൺസൈൻ ടുക്ക് ദ ഡെലിവറി ഓഫ് ദ റിമൈനിങ് ബോക്സ്. അപ്പോൾ നമ്മൾ 700 ബോക്സ് അയച്ചു കൊടുത്തെങ്കിലും 50 ബോക്സ് പോകുന്ന വഴിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ കൺസൈനിയുടെ കയ്യിൽ എത്രയാണ്? 650 ബോക്സ് എത്തിയിട്ടുള്ളൂ. ആ 650 ബോക്സിന് വേണ്ടിയാണ് കൺസൈനിക്ക് എത്ര അയക്കുന്നത്? ഒരു 9,750 ക്യാരേജ് ആയിട്ടുള്ളൂ. അപ്പം കൺസൈനിക്ക് 9,750 ക്യാരേജ് ആയിട്ടുണ്ട്, എക്സ്പെൻസ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് അത്ര 650 ബോക്സിനാണ്. ഓക്കെ. അപ്പോൾ 650 ബോക്സ് കൺസൈൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. ദ കൺസൈൻ ഈസ് സോൾഡ് 500 ബോക്സ്. അപ്പോൾ 650 ബോക്സ് എത്തിയതിനകത്ത് 500 ബോക്സ് വിറ്റ്. ബാക്കി 150 ബോക്സ് ഉണ്ട്. ആ 500 ബോക്സ് ഞാൻ 1,60,000 വിറ്റത്. അതിന് വേണ്ടി എനിക്കൊരു 6,000 സെല്ലിംഗ് എക്സ്പെൻസ് ആയിട്ടുണ്ട്. ദ കൺസൈനിക്ക് ഒരു 6% എന്തുണ്ട്? സെയിലിന് 6% കമ്മീഷനുണ്ട്. ഡെൽക്രെഡിറ്റ് കമ്മീഷൻ ഒന്നും പറയുന്നത് സാധാ കമ്മീഷനാണ്. ഷോ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ. നമുക്ക് വായിച്ച് നോക്കാം ഒന്നുകൂടി.
അപ്പോൾ 700 ബോക്സ് അയച്ചു. എത്ര രൂപയ്ക്ക് അയച്ചു? 1,68,000 അയച്ചു. അത് ഇൻവോയ്സ് പ്രൈസാണ്. അപ്പോൾ അതിലുള്ള ഇൻവോയ്സ് പ്രൈസിനെ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. അപ്പോൾ 1,68,000 ഗുഡ്സ് അയച്ചു. ഗുഡ്സ് അയക്കുമ്പോൾ എൻട്രി എന്താ? നമുക്കറിയാം, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്നല്ലേ. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റിൽ പോയിട്ട് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്ന് എഴുതി എത്ര? 1,68,000 റെക്കോർഡ് ചെയ്യുക. ഇതിൽ പ്രോഫിറ്റ് ലോഡ് ചെയ്തിട്ടില്ലേ? അപ്പോൾ ആ പ്രോഫിറ്റ് എമൗണ്ട് അറിയണം. ഞാൻ ഗുഡ്സ് അയച്ചത് എങ്ങനെയാണ്? കോസ്റ്റിൻ്റെ കൂടെ 20% പ്രോഫിറ്റ് കൂടി ചേർത്തല്ലേ. അപ്പോൾ കോസ്റ്റ് 100 എടുക്കണം, 20% പ്രോഫിറ്റ്. അപ്പോൾ ഇൻവോയ്സ് പ്രൈസ് 1,20,000. അപ്പോൾ ഈ 1,68,000 എന്നത് സെല്ലിംഗ് പ്രൈസിൽ കിടക്കില്ല, ഇൻവോയ്സ് പ്രൈസിൽ കിടക്കുമല്ലേ. ഈ 1,68,000 എന്നത് എത്രയാണ്? 120 ആണെങ്കിൽ പ്രോഫിറ്റായ 20 എത്ര? ശ്രദ്ധിക്കുക, ഞാൻ 1,68,000 അയച്ചു, അത് ഇൻവോയ്സ് പ്രൈസാണ്. അപ്പോൾ ഇൻവോയ്സ് പ്രൈസ് പറയുമ്പോൾ 120 ആണ്. അപ്പോൾ 1,68,000 എന്നത് ഡിവൈഡഡ് ബൈ 120 ആണെങ്കിൽ പ്രോഫിറ്റ് നമുക്ക് എന്തുവാണോ കണ്ടുപിടിക്കേണ്ടത് അത് ഇൻറ്റു ചെയ്യുക, ഇൻറ്റു 20 അടിക്കുക. അപ്പോൾ എത്ര കിട്ടും? 28,000 കിട്ടും. 28,000 പ്രോഫിറ്റ്. അപ്പോൾ ഈ 1,68,000-നകത്ത് എത്ര എമൗണ്ടാണ് പ്രോഫിറ്റ് ലോഡ് ചെയ്യിക്കുന്നത്? 28,000. അതിനെ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ചെയ്യുക 28,000. എന്ത് പേര് തന്നെ? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. ഓക്കെ, ഇവിടെ ചെയ്തേക്കുന്ന പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പെർ ബോക്സ് എത്ര വരും? ഞാൻ 1,68,000 അയച്ചു കൊടുത്തു ഇല്ലേ. എങ്കിൽ ഒരു ബോക്സിൻ്റെ വാല്യൂ എത്ര? ഒരു ബോക്സിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എത്ര? 700 ബോക്സ് അയച്ചു. അപ്പോൾ ഡിവൈഡ് ബൈ 1,68,000 എത്ര കിട്ടും നമുക്ക്? ആലോചിച്ച് നോക്കിയേ. 1,68,000 ഡിവൈഡ് ബൈ 700 ചെയ്യുമ്പോൾ എത്രയാണ്? 240 കിട്ടും. ഈ 240 എന്തുവാണ്? ഈ 240 എന്താണ്? ഇൻവോയ്സ് പ്രൈസാണ്. 240 എന്താ? ഇൻവോയ്സ് പ്രൈസാണ്. ആലോചിച്ച് നോക്കുക. അപ്പോൾ 1,68,000 അയച്ചു കൊടുത്തത്, 700 ബോക്സ് അയച്ചു. ഒരു ബോക്സ് അപ്പോൾ ഇൻവോയ്സ് പ്രൈസ് എത്ര? 240. ഒരു ബോക്സിൻ്റെ ഇൻവോയ്സ് പ്രൈസ് 240 ആണ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും? ആക്ച്വലി 1,68,000-നകത്ത് 28,000 പ്രോഫിറ്റ് ആണെങ്കിൽ കോസ്റ്റ് എത്രയാണ്? അപ്പോൾ കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും? ആലോചിച്ച് നോക്കിയേ. കോസ്റ്റ് ഓഫ് ദ ബോക്സ് എത്രയാണ്? 1,40,000 അല്ലേ. അതായത് ശ്രദ്ധിക്കുക, ആ 700 ബോക്സിൻ്റെ കോസ്റ്റ് എത്രയാണ്? 1,68,000 ഇൻവോയ്സ് പ്രൈസാണ്. 28,000 പ്രോഫിറ്റ് ആണ്. എങ്കിൽ കോസ്റ്റ് എത്രയായിരിക്കും? 1,40,000. എങ്കിൽ കോസ്റ്റ് പെർ ബോക്സ് എത്രയായിരിക്കും? കോസ്റ്റ് പെർ ബോക്സ് എത്രയായിരിക്കും പറയാൻ പറ്റുമോ? ആലോചിച്ച് നോക്കിയേ. 1,40,000 ഡിവൈഡഡ് ബൈ 700 എത്ര കിട്ടും? 200 കിട്ടും. അപ്പോൾ കോസ്റ്റ് 200 ആണ്. ഞാൻ 240 അയച്ചു എന്ന് പറഞ്ഞാൽ എത്രയാണ് പ്രോഫിറ്റ്? എത്രയാണ് ലോഡ് ചെയ്ത പ്രോഫിറ്റ്? എത്ര? 40 രൂപയാണ് പ്രോഫിറ്റ് ലോഡ് ചെയ്തേക്കുന്നത്. ശ്രദ്ധിക്കുക, 1,68,000 അല്ലേ കോസ്റ്റ് പ്രൈസ്, അതിൽ 28,000 പ്രോഫിറ്റ് എമൗണ്ട്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 1,40,000. അപ്പോൾ പെർ ബോക്സ് എത്രയാണ്? ഒരു ബോക്സിൻ്റെ ഇൻവോയ്സ് പ്രൈസ് 240. പ്രോഫിറ്റ് ലോഡ് ചെയ്തിട്ടുള്ള എമൗണ്ട്. കോസ്റ്റ് പ്രൈസ് എത്രയാണ്? കോസ്റ്റ് പ്രൈസ് 200. കാരണം 1,40,000 ഡിവൈഡ് ബൈ 700. അപ്പോൾ 200 രൂപ ഒരു ബോക്സിനകത്ത് ഞാൻ 240 രൂപയ്ക്ക് അയച്ചു എന്ന് പറയുമ്പോൾ എത്ര? 40 രൂപ പ്രോഫിറ്റ് ലോഡ് ചെയ്തിട്ടുണ്ട്. 40 രൂപ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ പ്രോഫിറ്റ് എമൗണ്ട് 40 രൂപയാണ്. അതവിടെ ചെയ്തേക്കുന്നത് കണ്ടോ. 700 ബോക്സിനകത്ത് 40 രൂപ പ്രോഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് 40. നമുക്കിങ്ങനെ വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? കൺസൈനറിന് ഒരു 14,000 രൂപ എക്സ്പെൻസ് ആയിട്ടുണ്ട്. അപ്പോൾ കൺസൈനറിൻ്റെ എക്സ്പെൻസ് എൻട്രി എന്താ? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് എന്നല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റിൽ പോയി ടു ബാങ്ക് എന്ന് എഴുതുക. അത് ഏത് എക്സ്പെൻസാണ്? ഇൻഷുറൻസ് ആൻഡ് ഫ്ലൈറ്റ് എന്ന് എഴുതുക. 14,000. ദാറ്റ്സ് ഇറ്റ്. അടുത്തെന്താ? ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസിറ്റ് 15 ബോക്സ് വെർ ലോസ്റ്റ്. അപ്പോൾ നഷ്ടപ്പെട്ട 50 ബോക്സിൻ്റെ വാല്യൂ എത്ര നമുക്കറിയണം. ഇവിടെ 22,000 കിട്ടിയിട്ടുണ്ട്. അതൊന്നും കൺസൈൻമെൻറ്റ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ നഷ്ടപ്പെട്ട സ്റ്റോക്കിൽ വാല്യൂ പറഞ്ഞാൽ മതി. സ്റ്റോക്ക് നഷ്ടപ്പെടുമ്പോൾ എൻട്രി എന്താ? അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെൻറ്റ് എന്നല്ലേ. അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. അബ്നോർമൽ ലോസിന് എൻട്രി എന്ത് വരും? എൻട്രി എന്താ? അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെൻറ്റ് എന്നല്ലേ. അപ്പോൾ അബ്നോർമൽ ലോസ് എത്രയാണ്? അത് നമ്മൾ എന്ത് ചെയ്യുക? അബ്നോർമൽ ലോസ് എന്ന് എഴുതിയിട്ട് ക്രെഡിറ്റ് ചെയ്യുക. ഏത് പ്രൈസിലായിരിക്കും? ഇൻവോയ്സ് പ്രൈസ് തന്നെ. ഓക്കെ, അപ്പോൾ 50 ബോക്സ് നഷ്ടപ്പെട്ട് ആ 50 ബോക്സിൻ്റെ വാല്യൂ നമുക്കറിയണം. ഇതുവരെ ആ ബോക്സിന് ഉണ്ടായ കോസ്റ്റ് എത്രയാണ്?
1,68,000 അയച്ചു കൊടുക്കാൻ വേണ്ടി ഒരു 14,000 രൂപയായിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ അപ്പോൾ ഇപ്പോൾ സിമ്പിളാണ്. അപ്പോൾ വർക്കിംഗ് നോട്ട് നമ്പർ 2 കാൽക്കുലേഷൻ ഓഫ് അബ്നോർമൽ ബോക്സ് നമ്പർ ഓഫ് ബോക്സ് ലോസ്റ്റ്. എത്ര ബോക്സ് നഷ്ടപ്പെട്ടു? 50 ബോക്സ് നഷ്ടപ്പെട്ടു. ആ 50 ഇതുവരെ ആ ബോക്സിനുണ്ടായ കോസ്റ്റ് എന്ന് പറയുമ്പോൾ 1,68,000 രൂപയും 14,000 രൂപയും. അപ്പോൾ നമ്മൾ ചോദിക്കും അവന് എക്സ്പെൻസ് ആയില്ലെന്ന്. ആർക്ക്? കൺസൈനർ എത്തിയില്ല, അതിന് മുമ്പ് നഷ്ടപ്പെട്ട്. അതിന് മുൻപ് നഷ്ടപ്പെട്ടത് കൊണ്ട് കൺസൈനറിൻ്റെ എക്സ്പെൻസ് മാത്രം എടുത്താൽ മതി. അപ്പോൾ 1,68,000 രൂപയും 14. ഈ 1,68,000 ഇൻവോയ്സ് പ്രൈസ് ആണേ. അപ്പം ആലോചിച്ച് നോക്കുക, 1,68,000 ആയിട്ടുണ്ട്. ഈ 1,68,000 ഡിവൈഡഡ് ബൈ അത് എത്ര ബോക്സിന് അയക്കുന്നത്? അത് 700 ബോക്സിനല്ലേ? 700 ബോക്സിനല്ലേ? ഇത് സ്പ്ലിറ്റ് എടുത്തിരിക്കുകയാണ്, നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ എടുക്കാവുന്നേ ഉള്ളൂ. 1,68,000 എന്നത് 700 ബോക്സിനാണെങ്കിൽ 50 ബോക്സ് എത്രയാണ്? 1,68,000 ഡിവൈഡ് ബൈ 700 ഇൻറ്റു 50. പിന്നെ അതിന് വേണ്ടി ഒരു 14,000 രൂപ എക്സ്പെൻസ് ആയിട്ടുണ്ട്. 14,000 രൂപ എക്സ്പെൻസ്, അതും എത്ര ബോക്സിനാണ്? 14,000 എന്നത് 700 ബോക്സ്. അപ്പോൾ 14,000 ഡിവൈഡ് ബൈ 700 ഇൻറ്റു എങ്കിൽ 50 ബോക്സിന് എത്രയാണ്? 100. അപ്പോൾ ടോട്ടൽ എത്രയാണ് അയക്കുന്നത്? വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് എത്രയാണ്? 13,000 രൂപ. ശ്രദ്ധിക്കുക, ഈ നഷ്ടപ്പെട്ട 50 ബോക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്ത് ചെയ്താൽ മതി? അതിനുണ്ടായ കോസ്റ്റ് ഫസ്റ്റ് അയച്ചപ്പോൾ 1,68,000 രൂപ. 1,68,000 അത് ഇൻവോയ്സ് പ്രൈസ് ആയിക്കോട്ടെ. 1,68,000 ഡിവൈഡ് ബൈ അത് 700 ബോക്സിനാണ് എങ്കിൽ 50 ബോക്സ് എത്ര? 1,68,000 ഡിവൈഡ് ബൈ 700 ഇൻറ്റു 50, 12,000. അതുമാത്രം എടുത്താൽ മതിയോ? കൺസൈനറിൻ്റെ എക്സ്പെൻസ് ആയില്ലേ? അതും എടുക്കണ്ടേ? എത്രയാ? 14,000 ഡിവൈഡഡ് ബൈ 700 ഇൻറ്റു 14,000 എക്സ്പെൻസ് ആയത് 700 ബോക്സിനാണ് എങ്കിൽ 50 ബോക്സിന് എത്രയാണ്? എത്ര കിട്ടും? 1000 കിട്ടും. അപ്പോൾ ടോട്ടൽ ലോസ് എത്രയാണ്? ടോട്ടൽ ലോസ് 13,000. അപ്പോൾ നഷ്ടപ്പെട്ട 50 ബോക്സിൻ്റെ വാല്യൂ 13,000 രൂപയാണ്. അപ്പോൾ അബ്നോർമൽ ലോസ് എഴുതുക, വർക്കിംഗ് നോട്ട് 2 എന്ന് മെൻഷൻ ചെയ്യുക, 13,000 രൂപയാണ്. ഇത് ഏത് പ്രൈസിൽ കിടക്കുക? നമ്മളിത് ഇവിടെ എടുത്തപ്പോൾ തന്നെ ഇൻവോയ്സ് പ്രൈസിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കിടക്കുന്നതും ഇൻവോയ്സ് പ്രൈസ് ആണ്. അപ്പോൾ ഇതിലുള്ള പ്രോഫിറ്റ് എലമെൻറ്റിനെ ക്യാൻസൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കും? സിമ്പിൾ അല്ലേ? ടോട്ടൽ 28,000 അല്ലേ പ്രോഫിറ്റ്? നമുക്ക് രണ്ട് രീതി ചെയ്ത് നോക്കാം. ഏത് പേരിൽ തന്നെ ക്യാൻസൽ ചെയ്യേണ്ടി വരും? അബ്നോർമൽ ലോസ് എന്ന പേര് തന്നെ ക്യാൻസൽ ചെയ്യണം. പ്രോഫിറ്റ് എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? നോക്ക്, നമുക്കറിയാം 50 ബോക്സ് നഷ്ടപ്പെട്ട. ഒരു ബോക്സിനകത്ത് ലോഡ് ചെയ്ത പ്രോഫിറ്റ് എമൗണ്ട് എത്രയാണ്? ഒരു ബോക്സ് കാരണം 200 കോസ്റ്റ്. ഞാൻ അത് 240 വിറ്റത്. അപ്പോൾ എത്ര പ്രോഫിറ്റ് എമൗണ്ട്? എത്രയാണ്? 40 രൂപയിലെ പ്രോഫിറ്റ്. അപ്പോൾ ഈ 50 ബോക്സിനകത്തുള്ള പ്രോഫിറ്റ് എമൗണ്ട് എത്രയാണ്? 40 രൂപ. 50 ഇൻറ്റു 20. അപ്പോൾ എത്ര കിട്ടും? 50 ഇൻറ്റു 20 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2,000 കിട്ടും. ഓക്കെ, നമുക്ക് എങ്ങനെ ആ പ്രോഫിറ്റ് എമൗണ്ട് കണ്ടുപിടിച്ചാൽ മതി. ഇനി വേറെ രീതിയിലുള്ള ഐഡിയ ഉണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാം. 50 ഇൻറ്റു 20. ഇനി ഞാൻ പറയാം. ഇനി വേറൊരു രീതി പറയുവാണെങ്കിൽ എത്രയാണ് ടോട്ടൽ പ്രോഫിറ്റ്? എത്രയാണ് ലോഡ് ചെയ്തേക്കുന്നത്? ഈ 1,68,000 ടോട്ടൽ പ്രോഫിറ്റ് നമ്മൾ 28,000 അല്ലേ? 28,000 ടോട്ടൽ പ്രോഫിറ്റ് ലോഡ് ചെയ്തേക്കുന്നത്. ആ 28,000 എന്നത് 28,000 പ്രോഫിറ്റ് എന്നത് 700 ബോക്സ് ലോഡ് ചെയ്ത പ്രോഫിറ്റാണ്. 28,000 എന്നത് 700 ബോക്സ് ലോഡ് ചെയ്ത പ്രോഫിറ്റ് ആണെങ്കിൽ 50 ബോക്സ് ലോഡ് ചെയ്ത പ്രോഫിറ്റ് എത്ര? 2,000 കിട്ടും. ഇതെങ്ങനെ കിട്ടിയത്? 50 ബോക്സിനകത്ത് ലോഡ് ചെയ്ത പ്രോഫിറ്റ് 50 ഇൻറ്റു പ്രോഫിറ്റ് എമൗണ്ട് എത്ര? 40 രൂപ പ്രോഫിറ്റ്. അപ്പോൾ 50 ഇൻറ്റു 40 അതിന് ക്യാൻസൽ ചെയ്താൽ മതി. പിന്നെ അടുത്ത ഓപ്ഷൻ ടോട്ടൽ പ്രോഫിറ്റ് 28,000 ആണ്. അത് 700 ബോക്സിൻ്റെയാണ്. നഷ്ടപ്പെട്ട 50 ബോക്സിൻ്റെ എമൗണ്ട് എത്രയാണ്? 50 ബോക്സിൻ്റെ എമൗണ്ട് എത്ര? 2,000. എങ്ങനെ വേണം ആൻസർ കിട്ടും. ആ 2,000 ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം? ഈ അബ്നോർമൽ ലോസിലുള്ള പ്രോഫിറ്റിനെ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഏത് പേരിൽ തന്നെ? അബ്നോർമൽ ലോസ് എന്ന പേരിൽ തന്നെ. ഓക്കെ, നെക്സ്റ്റ് ദ കൺസൈനി ടുക്ക് ദ ഡെലിവറി. എത്രയാ? റിമൈനിങ് ബോക്സ്. അപ്പോൾ കൺസൈനിക്ക് എക്സ്പെൻസ് 9,750 ഒരു ക്യാരേജ് എന്ന എക്സ്പെൻസ് ആയിട്ടുണ്ട്. 9,750. അപ്പോൾ അതെന്ത് ചെയ്യണം നമ്മൾ? അപ്പോൾ കൺസൈനിയുടെ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യണം? ആലോചിച്ചു. കൺസൈനിയുടെ എക്സ്പെൻസ് ആലോചിച്ച് നോക്കിയേ. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈനി അക്കൗണ്ട്. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ കൺസൈനിയുടെ പേരിട്ട് ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് പോയിട്ട് ടു രാജ മെഡിക്കൽസ്. ക്യാരേജ് എത്രയായിട്ടുണ്ട്? 9,750. 9,750. പിന്നെന്തായിട്ടുണ്ട്? പിന്നെന്താണ്? 500 ബോക്സ് വിറ്റു. 1,60,000 വിറ്റു. അപ്പം സെയിൽ ചെയ്തു. സെയിൽ ചെയ്യുമ്പോൾ എൻട്രി എന്താ ആലോചിച്ച് നോക്കിയേ. കൺസൈനി വിൽക്കുമ്പോൾ എൻട്രി എന്താ? കൺസൈനി അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. കൺസൈനിയുടെ പേരിൽ ക്രെഡിറ്റ് ചെയ്യണം. എന്ത്? ബൈ രാജ മെഡിക്കൽ സ്റ്റോർ എന്ന് എഴുതുക. സെയിൽസ് എന്ന് എഴുതുക. 1,60,000 എഴുതുക.
1,60,000 വിറ്റേക്കണത്. ഇനി അടുത്ത എത്ര ബോക്സാണ് വിറ്റേക്കുന്നത്? 500 ബോക്സാണ് വിറ്റേക്കുന്നത്. 500 ബോക്സ്. ക്ലിയർ? 500 ബോക്സാണ് വിറ്റേക്കുന്നത്. അതിന് വേണ്ടി ഒരു 6,000 രൂപ സെല്ലിംഗ് എക്സ്പെൻസ് ആയിട്ടുണ്ട്. അപ്പോൾ കൺസൈനിയുടെ എക്സ്പെൻസ്, ഇപ്പോൾ എൻട്രി എന്താ? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനി. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യണം? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റിൽ പോയിട്ട് ടു കൺസൈനിയുടെ പേര് രാജ മെഡിക്കൽ സ്റ്റോർ എന്ന് എഴുതുക, സെല്ലിംഗ് എക്സ്പെൻസ് എന്ന് എഴുതുക, 6,000 രൂപ എഴുതുക. ഇനി ആ വിറ്റ എമൗണ്ടിന് ഒരു 6% കമ്മീഷൻ കൊടുക്കണം. 6% കമ്മീഷൻ കൊടുക്കണം. ആർക്ക്? കൺസൈനിക്ക് കൊടുക്കണം. വിറ്റ എമൗണ്ട് എത്രയാണ്? 1,60,000 അല്ലേ? 1,60,000ൻ്റെ എത്ര പെർസെൻറ്റേജ്? 6%. എത്രയായിട്ട്? 9,000 കമ്മീഷൻ കൊടുക്കണം. കമ്മീഷൻ കൊടുക്കുള്ള എൻട്രി എന്താ? ആർക്കാ കൊടുക്കണ്ടേ? കൺസൈനറിനല്ലേ. അപ്പം കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനറുടെ പേര് ടു ആര്? രാജ മെഡിക്കൽ സ്റ്റോർ. കമ്മീഷൻ 9,600. ഓക്കെ. ഇനി നമുക്ക് ബാലൻസ് ഉള്ള സ്റ്റോക്ക് നമുക്കറിയാം. സ്റ്റോക്കിൻ്റെ വാല്യുവേഷനാണ്. സ്റ്റോക്ക് നമുക്കറിയാം. എത്ര സ്റ്റോക്ക് ബാലൻസ് ഉണ്ട്? എത്ര സ്റ്റോക്ക് ബാലൻസ് കാണും? ആലോചിച്ച് നോക്കിക്കേ. സ്റ്റോക്ക് ഞാൻ 700 സ്റ്റോക്ക് അയച്ചു കൊടുത്തു. 700 അയച്ചു കൊടുത്തു. അതിൽ 50 നഷ്ടപ്പെട്ട്. അപ്പോൾ എത്ര എത്തി അവൻ്റെ 650 എത്തി. ഈ 650-നകത്ത് 500 അവൻ വിറ്റ്. ബാലൻസ് എത്രയുണ്ട്? 500 വിറ്റിട്ടുണ്ടെങ്കിൽ അവൻ്റെ ബാലൻസ് എത്രയാണ്? ഈ 500 വിറ്റു. ബാലൻസ് എത്രയാണ്? 150 ബാലൻസ് ഉണ്ട്. ഈ ബാക്കിയുള്ള 150ൻ്റെ വാല്യൂ എത്രയാണ്? 150 സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയാണ്? ബോക്സിൻ്റെ വാല്യൂ എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കും? ആലോചിച്ച് നോക്കിയേ. ശ്രദ്ധിക്കുക. ഇവിടെ എനിക്ക് 1,68,000 കോസ്റ്റ് ആയിട്ടുണ്ട്. ഒരു 14,000 കോസ്റ്റ് ആയിട്ടുണ്ട്. അവന് എത്ര? ഒരു 9,750 രൂപ കോസ്റ്റ് ആയിട്ടുണ്ട്. ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ 150 സ്റ്റോക്കിൻ്റെ വാല്യൂ എനിക്ക് അറിയാൻ വേണ്ടി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് സ്റ്റോക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. ഓക്കെ. ഈ 1,68,000 ടോട്ടൽ കോസ്റ്റ് ആയിട്ടില്ലേ? അത് എത്ര ബോക്സിനാണ്? 700 ബോക്സിനാണ്. അത് ഇൻവോയ്സ് പ്രൈസിൽ കിടക്കുകയാണ്. ഇൻവോയ്സ് പ്രൈസ് അതിൽ തന്നെ വാല്യൂ ചെയ്താൽ മതി. 1,68,000 ടോട്ടൽ കോസ്റ്റ് ആയിട്ടുണ്ട്. അത് ആ 1,68,000 എന്നത് 700 ബോക്സിനാണെങ്കിൽ ഈ ബാക്കിയുള്ള 109 ബോക്സിൻ്റെ വാല്യൂ എത്രയാണ്? 36,000. അതുമാത്രം റെക്കോർഡ് ചെയ്താൽ മതിയോ? പോരാ. അതിനുണ്ടായ എക്സ്പെൻസും കൂടി റെക്കോർഡ് ചെയ്യണം. ഒരു 14,000 രൂപ എക്സ്പെൻസ് ആയിട്ടില്ലേ? ഒരു 14,000 രൂപ നമുക്ക് എക്സ്പെൻസ് ആയിട്ടുണ്ട് അല്ലേ? ആ 14,000 രൂപ എക്സ്പെൻസ് ആയത് എത്ര ബോക്സിനാണ്? 700 ബോക്സ്. 14,000 ഡിവൈഡ് ബൈ 700 ബോക്സിനാണ് ആയത്. എങ്കിൽ 150 ബോക്സിന് വാല്യൂ എത്രയാണ്? 3,000. അതോടെ തീർന്നു. കൺസൈനിക്ക് ആ ഗുഡ്സ് എത്തിയില്ലേ? എത്ര ഗുഡ്സ്? 700 ഗുഡ്സ് അയച്ചെങ്കിലും എത്ര ഗുഡ്സ് ആയിട്ടുള്ളൂ? എത്രയാ? 650 എത്തിയിട്ടുള്ളൂ. 50 നഷ്ടപ്പെട്ട്. ബാക്കി 650 ഗുഡ്സിന് എത്ര രൂപ ആയിട്ടുണ്ട് ക്യാരേജ്? ഒരു 9,750 രൂപ ക്യാരേജ് ഡാറ്റ എക്സ്പെൻസ് ആയിട്ടില്ലേ? കൺസൈനിയുടെ ഡാറ്റ എക്സ്പെൻസ് അതും എടുക്കും സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ എടുക്കാൻ നേരത്ത്. 9,750 ഡിവൈഡ് ബൈ എത്ര ബോക്സിനാണ്? അവൻ്റെ എത്തിയത് 650 ബോക്സേ ഉള്ളൂ. 650 ഇൻറ്റു എത്ര? 150. 150 ബോക്സിന് വാല്യൂ എത്രയാണ്? കാരണം കൺസൈനിക്ക് ഒരു 9,750 ഒരു ക്യാരേജ് ആയിട്ടുണ്ട്. ആ ഡാറ്റ എക്സ്പെൻസ് നമ്മൾ എടുക്കും. ഓക്കെ. അപ്പം ടോട്ടൽ 2,000. അപ്പം ടോട്ടൽ എത്രയാണ്? 41,250 ആണ് സ്റ്റോക്കിൻ്റെ വാല്യൂ. 41,250. അപ്പോൾ സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻറ്റ് എത്ര എഴുതണം? 41,250 എഴുതാം. 41,250 സ്റ്റോക്ക് ഓൺ കൺസൈൻ. ഇത് ഏത് പ്രൈസിൽ കിടക്കുക? ഇൻവോയ്സ് പ്രൈസിലല്ലേ. അപ്പോൾ ഇതിലെ പ്രോഫിറ്റിനെ ക്യാൻസൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എന്ത് പേരിൽ? സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം. എത്ര ആലോചിച്ച് നോക്കിയേ. ടോട്ടൽ പ്രോഫിറ്റ് 28,000 അല്ലേ? ടോട്ടൽ 28,000 അല്ലേ? നമുക്ക് നോക്കാം. നേരത്തെ അവിടെ ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ അറിയാം എത്ര സ്റ്റോക്ക് ഉണ്ട്? 150 സ്റ്റോക്ക് ഉണ്ട്. പ്രോഫിറ്റ് എമൗണ്ട് എത്രയാണ്? കാരണം 200 രൂപയുടെ ഗുഡ്സ് ഞാൻ 200 രൂപയുടെ കോസ്റ്റുള്ള ഗുഡ്സ് 240 അയച്ചു കൊടുത്തു. അപ്പം 40 രൂപ പ്രോഫിറ്റ്. അപ്പോൾ ആ 180-നകത്തുള്ള പ്രോഫിറ്റ് എത്രയാണ്? 150-നകത്തുള്ള ഗുഡ്സിൻ്റെ പ്രോഫിറ്റ് 150-നകത്ത് ഇൻറ്റു 40 ചെയ്യുമ്പോൾ 6,000 ആണ് പ്രോഫിറ്റ്. 6,000 പ്രോഫിറ്റ് വരും. അതെന്ത് ചെയ്താൽ? ഡെബിറ്റ് ചെയ്താൽ മതി. ഇനി 6,000 എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? 28,000 ആണ് ടോട്ടൽ പ്രോഫിറ്റ്. അത് 700 ബോക്സിൻ്റെ ആണ്. എങ്കിൽ 150 ബോക്സിൻ്റെ പ്രോഫിറ്റ് എത്രയാണ്? 150 പ്രോഫിറ്റകത്ത് ഇൻക്ലൂഡ് ചെയ്ത പ്രോഫിറ്റ് എത്രയാണ്? 6,000. ഒന്നെങ്കിൽ ഇത് എങ്ങനെയാലും മതി. അപ്പം 150 ബോക്സ് ബാക്കിയുണ്ട്. നമ്മൾ പ്രോഫിറ്റ് ലോഡ് ചെയ്ത് 40. അപ്പോൾ 150 ഇൻറ്റു 40 6,000 അല്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി വേറെ ഓപ്ഷൻ. ടോട്ടൽ പ്രോഫിറ്റ് ലോഡ് ചെയ്ത് 28,000 രൂപ. ആ 28,000 700 ബോക്സിൻ്റെ എങ്കിൽ 150 ബോക്സിൻ്റെ എമൗണ്ട് എത്രയാണ്? 6,000. അത് എന്ത് ചെയ്താൽ മതി? സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞുകൊണ്ട്
ഡെബിറ്റ് ചെയ്താൽ മതി, ഇത്രയേ ഉള്ളൂ. ഇനി ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ പ്രോഫിറ്റും ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ എന്ത് ലോസും കിട്ടും. ഇനി ക്രെഡിറ്റ് സൈഡ് നമ്മൾ കൂട്ടി ഡെബിറ്റ് സൈഡ് കുറയ്ക്കാൻ നേരത്തെ എത്ര കിട്ടും? നമുക്ക് $26 പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഇൻവോയ്സ് പ്രൈസിൽ നിന്ന് മാറി കിട്ടും. നമ്മൾ ഇൻവോയ്സ് പ്രൈസിലാണെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് റെക്കോർഡ് ചെയ്യുക. ഇപ്പോൾ ഗുഡ്സ് നമ്മൾ എത്ര ഗുഡ്സ് അയച്ചു? 1,68,000 ഗുഡ്സ് അയച്ചു. അതിനകത്ത് പ്രോഫിറ്റ് എലമെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇനി അപ്നോർമൽ ലോസ് വാല്യൂ ചെയ്യുമ്പോഴും എന്ത് ചെയ്യുക? അപ്നോർമൽ ലോസ് വാല്യൂ ചെയ്യുമ്പോഴും ഇൻവോയ്സ് പ്രൈസിന് വാല്യൂ ചെയ്യുക. എങ്ങനെ പിടിക്കും? ഇതുവരെ ഉണ്ടായ കോസ്റ്റ്, ഓക്കെ, അവൻ്റെ ഗുഡ്സ് എത്തിയിട്ടില്ല, അപ്പോൾ ഇത്രയും ഡിവൈഡ് ബൈ 700 ഇൻറ്റു നഷ്ടപ്പെട്ട 50 ബോക്സിന് വാല്യൂ എത്രയാണ്? അത് കിട്ടും. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ബാലൻസ് ഉള്ള ഗുഡ്സ്, അപ്പോൾ അന്നേരം എടുക്കാൻ നേരത്ത് നമുക്കുണ്ടായ കോസ്റ്റ്, ഇൻവോയ്സ് പ്രൈസിലുള്ള കോസ്റ്റ് എമൗണ്ട്, പിന്നെ 14,000, പിന്നെ കൺസൈനിക്കുണ്ടായ ഡാറ്റ എക്സ്പെൻസ് അതുകൂടെ എടുക്കുക. അതേ ഡിവൈഡ് ബൈ എത്ര? 180 വാല്യൂ എത്ര കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ ഞാനുള്ള പ്രോഫിറ്റിനെ ക്യാൻസൽ ചെയ്യാൻ ഡെബിറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടിയുള്ള ക്വസ്റ്റ്യനാണ്, നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ തന്നെ നമുക്കൊരു കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എങ്ങനെ നമുക്കൊരു നല്ലൊരു ഐഡിയ കിട്ടും. ഓക്കെ, നമുക്ക് ഇത് വാല്യൂഷനൊക്കെ നമുക്ക് എങ്ങനെ വേണം ചെയ്യും? ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ. ഇങ്ങനെ കണ്ടുപിടിക്കാം, ഇച്ചിരി ബെറ്റർ ആയിട്ട് ഐഡിയാസൊക്കെ ഉണ്ട്. എല്ലാം കൂടി കുഴയ്ക്കേണ്ടതെന്ന് വെച്ചാണ് ഈ 2 രീതി പറഞ്ഞു തന്നത്. ടോട്ടൽ പ്രോഫിറ്റ് എടുക്കുക. ഈ 28,000 എന്ന പ്രോഫിറ്റ് 700 ബോക്സിൻ്റെയാണ്. നഷ്ടപ്പെട്ടു പോയ ബോക്സിനകത്തുള്ള ഈ നഷ്ടപ്പെട്ട 50 ബോക്സിനകത്തുള്ള പ്രോഫിറ്റ് എത്രയാണ്? ഇനി 28,000 എന്നത് 700 ബോക്സിൻ്റെ ആണെങ്കിൽ ഈ ബാലൻസ് ഉള്ള 150 ബോക്സിനകത്തുള്ള പ്രോഫിറ്റ് എലമെൻറ്റ് എത്രയാണ്? അങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നോക്കുക.